ഹായ് ഓൾ, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. നമ്മളിപ്പോൾ ഉള്ളത് സ്പെഷ്യൽ ഗസ്റ്റാണ്. ബേബി മറൈൻ അഥവാ അല്ലെങ്കിൽ ഹെഡ്ജ് എന്ന കമ്പനികളുടെ ഡയറക്ടറാണ്. ഇന്നും ഞങ്ങൾ ഡിപ്സ്റ്റിക് സ്റ്റഡി നടത്തും, സർവേ നടത്തും, ആൾക്കാർ എന്തൊക്കെയാണ് ഹെഡ്ജിനെ കുറിച്ച് അറിയുന്നത്. 3 കാര്യം അവർ പറയും. പേർപ്പിൾ കളർ, കാള, മോഹൻലാൽ. അതെ, സത്യം. ഇത് 3 എന്നും എത്ര സ്റ്റഡി എടുത്താലും ആൾക്കാർ പറയുന്നത്. അവരെന്താ ചെയ്യുന്നതെന്നൊന്നും ആർക്കും ഇപ്പോഴും അറിയില്ല. സത്യം, അതാണ് ഞാൻ കൊണ്ടുവന്നത്. ഐ തിങ്ക് ആ സമയത്താണ് ആദ്യമായിട്ട് ഒരു ബ്രോക്കിംഗ് കമ്പനി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് പുറത്തു വരുന്നത്. ഫോർ എക്സാമ്പിൾ, മോഹൻലാൽ കമ്മിങ് ആസ് എ ബ്രാൻഡ് അംബാസിഡർ ആൻഡ് ഡൂയിങ് സംതിങ്. സഡൻലി അന്ന് ഫസ്റ്റ് ഇയർ തന്നെ ഹ്യൂജ് number of accounts were opened. I am talking about 9-10. മനസ്സിലായില്ല? അപ്പം തന്നെ നമ്പർ ഓഫ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുന്നു. സഡൻലി ഹെഡ്ജ് ബിക്കേം എ ബ്രാൻഡ്. അപ്പം ഞാൻ കണ്ടു വളർന്നത്, ഞാൻ ലാലങ്കിൾ അല്ലെങ്കിൽ ലാൽമാമ എന്നാണ് വിളിക്കാറ്. കാരണം ഇറ്റ്സ് ലൈക്ക് ഫാദേഴ്സ് ബ്രദർ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ്. കാരണം ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സത്യൻ അന്തിക്കാട് വാസ് ഫ്രണ്ട് ഓഫ് അപ്പ, മൈ ഡാഡ്. അപ്പോൾ അങ്ങനെ വന്നതാണ് ആദ്യമായിട്ട് വീട്ടിൽ വരുന്നത്. പിന്നെ അവിടെ തൊട്ടുള്ള ബന്ധമാണ് ഈ കഴിഞ്ഞ 40-45 ഇയേഴ്സായിട്ടുള്ളത്. പുള്ളിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻ ലാലങ്ങളും സുചേച്ചിയും കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തുകൊണ്ടല്ലേ അപ്പുവുമായും അങ്ങനെ ആയത്. ദേ ബിക്കേം ലൈക്ക് ദാറ്റ്. അപ്പം അവരുടെ അപ്പം ഓട്ടോമാറ്റിക്കലി എന്താ, പ്രണവ് മോഹൻലാൽ ഇത് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. പുള്ളിനെ ഏതോ ഒരു കാട്ടിൽ എവിടെയെങ്കിലും കാണും, ആൾക്കാർ അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യുന്നു, ഉടനെ സഡൻലി ഇറ്റ് ബിക്കംസ് വൈറൽ. ഗിഗ് എക്കോണമി എന്താണ്? രാവിലെ സൊമാറ്റോ, സ്വിഗ്ഗി ഓടിക്കുക, പൈസ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഊബർ ഓടിക്കുക, പൈസ വാങ്ങിക്കുക, അന്ന് ജീവിക്കുക. അതാണല്ലോ ഗിഗ് എക്കോണമി ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ. പണ്ടെന്ന് പറഞ്ഞാൽ ഡെയിലി വർക്ക് എന്ന് പറയുന്നതിന് ഇന്നത്തെ കുറെ കൂടെ ഒരു കോണ്ടെക്സ്റ്റ് അത് ഗിഗ് എക്കോണമി. ഗിഗ് എക്കോണമി ബാഡാന്നല്ല പറയുന്നത്. ഗിഗ് എക്കോണമി സപ്പോർട്ടിങ് ദ എക്കോണമി ബിഗ് ടൈം. ബട്ട് if you have focused, if you want to get to something different, അതിന് നാളേക്കുള്ള ചിന്ത ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ്. ലിവ് ടുഡേ മാത്രം വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റൂ. എപ്പോഴും സാധാരണ പറയാറുള്ളത് റാക്സ് ടു റിച്ചസ് സ്റ്റോറിയാണ്. കാരണം ഒന്നുമില്ലാത്തടന്ന് കയറി വന്ന ആൾക്കാരുടെ സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും ഇൻസ്പയർഡ് ആവുന്ന സ്റ്റോറികളാണ്. പക്ഷേ എന്നെ പേഴ്സണലി അതിനെക്കാട്ടി ഇൻസ്പയർ ചെയ്യുന്ന സ്റ്റോറിയാണ് എന്തെങ്കിലും ഉള്ളവർക്ക് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് മാറുന്ന സ്റ്റോറികൾ കുറെ കൂടെ ഇൻസ്പിറേഷനാണ് ഫോർ മീ പേഴ്സണലി. കാരണം ഉള്ളവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. അപ്പം ഡിസിഷൻ മേക്കിംഗ് ടഫ്. സെറോദ, അപ്പ് സ്റ്റോക്ക്, ഗ്രോ എന്ന് പറയുന്ന ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് എന്ന് പറയുന്ന കാര്യം വന്നപ്പോൾ ദ ഹോൾ ഇൻഡസ്ട്രി വെൻ ത്രൂ എ ഡിസ്റപ്റ്റീവ് ഫേസസ്. അതിൻ്റെ അകത്ത് ഞങ്ങളും അതിൻ്റെ അകത്ത് ചിലപ്പോൾ അടച്ചു പോകേണ്ട സിറ്റുവേഷൻ വന്നേനെ. 2018 വരെ വി ഹാഡ് ടു. 2018 വാസ് എ വെരി ഡിഫൈനിങ് മൂമെൻറ്റ് ഫോർ us. 2011-12 സെറോദ വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഒരു ഡൗൺഫോൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പക്ഷേ 2018 അതിനുശേഷം വി കുഡ് ഓവർകം. അത് കഴിഞ്ഞിട്ട് വി ഹാഡ് ടു ടേക്ക് സം ടഫ് ഡിസിഷൻസ്. ഇത് കാണുന്ന ഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും മേക്ക് ഷ്യൂർ യു ഷെയർ ദിസ് പോഡ്കാസ്റ്റ്. അത്രയും എഫോർട്ട് ഇട്ട് നമ്മൾ പുട്ട് ചെയ്യുന്ന പോഡ്കാസ്റ്റ് ആണ്. മേക്ക് ഷ്യൂർ യു സബ്സ്ക്രൈബ് ആസ് വെൽ. കാരണം നമുക്ക് ഇനിയും കുറേ കണ്ടന്റ് ഐഡിയാസ് കുറേ പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. സോ താങ്ക് യു ഓൾ, താങ്ക് യു അഗെയിൻ ആൻഡ് മേക്ക് ഷ്യൂർ യു സബ്സ്ക്രൈബ്. ആൻഡ് നൗ ബാക്ക് ടു ദ വീഡിയോ. വെയിറ്റ് സ്കിപ്പ് ചെയ്യരുത്, ഇതൊരു ആഡ് അല്ല. KPH എന്ന കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് 8ഓളം കൊല്ലമായി. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പല ഫൗണ്ടേഴ്സും ബിൽഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് $multi-million ഓഫ് റവന്യൂ ആണ് എത്തിക്കിട്ടുള്ളത്. ലാസ്റ്റ് 1 ഇയറിലാണ് നമ്മൾ പോഡ്കാസ്റ്റ് രീതിയിൽ പല ആൾക്കാർക്ക് എത്തുന്നത്. പക്ഷേ ഓവർ ദി ഇയേഴ്സ് നല്ല കിട്ടുന്ന പ്രോഡക്ട്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KPH മാഫിയ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലാസ്റ്റ് 3 months ആയിട്ട് 50ഓളം പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അന്ന് ഈ 2025 മാത്രമായിട്ട് 50ഓളം പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വിത്ത് ദ യൂസ് ഓഫ് AI ആൻഡ് എവറിത്തിങ് നല്ല കിടിലൻ പ്രൊഡക്റ്റും നല്ല യൂസ് കേസും പറഞ്ഞിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് തിങ്സ് ആർ ഗോയിങ് ടു ബി റിയലി റാപ്പിഡ് ഫ്രം ഹിയർ ഓൺ. KPH എന്ന കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, മീറ്റപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ക്ലാസ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, VC ഡിന്നേഴ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ ഇവന്റും ഹോസ്റ്റ് ചെയ്യുമ്പോൾ വൺ തിങ് വി ഗെറ്റ് ആസ്ക്ഡ് എ ലോട്ട്, ഹാക്കത്തോൺ. എന്നാണ് KPH ഒരു ഹാക്കത്തോൺ ഹോസ്റ്റ് ചെയ്യുന്നത്? ഫെയർ ക്വസ്റ്റ്യൻ. ദ ടൈം ഈസ് നൗ. വി ആർ ഹോസ്റ്റിംഗ് എ ഹാക്കത്തോൺ.
സാധാ ഒരു ഹാക്കത്തൺ പോലെയല്ല. 2-3 ഡേയ്സ് ഫുഡ് കഴിച്ച് പിന്നെ പ്രസന്റേഷൻ സ്കില്ല് ബേസിൽ പ്രൈസ് മണി മേടിച്ച് പിന്നെ പ്രൊഡക്റ്റ് ചവിട്ടുകൊട്ടയിൽ ഇട്ടുന്ന ഒരു ഹാക്കത്തോൺ അല്ല. ഇതിൽ ആക്ച്വൽ പ്രൊഡക്ട്സ് ആയിട്ട് ലോഞ്ച് ചെയ്ത് പൊട്ടൻഷ്യലി റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഹാക്കത്തോൺ ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഇൻവൈറ്റിംഗ് യു ടു KPH ഹാക്കത്തോൺ. ഒരു പക്ഷേ കേരളത്തിലെ നാളത്തെ 10-100 മില്യൺ ഡോളേഴ്സ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഈ ഒരു ഹാക്കത്തോണിൽ നിന്നുണ്ടായിരുന്നു വരാം. KPH ഹാക്കത്തോണിൽ മെന്റേഴ്സ് ആയിട്ട് വരുന്നുള്ളത് നമ്മുടെ പോഡ്കാസ്റ്റ് ഗസ്റ്റും പിന്നെ ആക്ച്വൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ള $multi-million ഫൗണ്ടേഴ്സ് ആണ് നേരിട്ട് മെന്റർ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ യുവർ ലൈഫ്. ബിൽഡ്, സ്കെയിൽ ആൻഡ് ഗ്രോ യുവർ പ്രൊഡക്റ്റ്. KPH ഹാക്കത്തോൺ. ഹായ് ഓൾ, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. നമ്മളിപ്പോൾ ഉള്ളത് സ്പെഷ്യൽ ഗസ്റ്റാണ്. ബേബി മറൈൻ അഥവാ അല്ലെങ്കിൽ ഹെഡ്ജ് എന്ന കമ്പനികളുടെ ഡയറക്ടറാണ്. മേ ബി നമുക്ക് ഗസ്റ്റിനോട് ചോദിച്ചറിയാം എന്താണ് ഗസ്റ്റ് ചെയ്യുന്നത്. വെൽക്കം അലക്സ് ടു KPH പോഡ്കാസ്റ്റ്. താങ്ക് യു ഫെലിക്സ്, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. യെസ്. അപ്പോൾ അലക്സിൻ്റെ ആ ഒരു ജേർണി എന്ന് പറയുകയാണെങ്കിൽ ബേബി മെമ്മോറിയൽ, ഈ പറഞ്ഞ ഹെഡ്ജ്, ഇത് രണ്ടും എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ. സോ ബേബി മറൈൻ എന്ന് പറയുന്ന സീ ഫുഡ് സ്ഥാപനമാണ് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ആദ്യമായിട്ട് തുടങ്ങിയത്. 1977 തുടങ്ങിയൊരു സ്ഥാപനമാണ്. എൻ്റെ ഫാദറും ബ്രദേഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനം കാലിക്കറ്റിൽ തുടങ്ങിയ സ്ഥാപനമാണ്. അതിനുശേഷം ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന എൻ്റെ തന്നെ ഏറ്റവും എൽഡസ്റ്റ് കസിനായ ഡോക്ടർ അലക്സാണ്ടർ തുടങ്ങിയതാണ് ആ സ്ഥാപനം. അപ്പോൾ ഇതാണ് ബേബി മറൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ തുടക്കം. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ജനറേഷൻ. ഒബ്വിയസ്ലി ഡോക്ടർ അലക്സാണ്ടർ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് കസിൻ ആണെങ്കിലും എൻ്റെ ഫാദറും ഡോക്ടർ അലക്സാണ്ടറും തമ്മിൽ ആകെ 2 വയസ്സ് വ്യത്യാസമുള്ളൂ. കാരണം അവർ വലിയ 11 മക്കളാണ്. എൻ്റെ ഫാദർ ഏറ്റവും യങ്ങസ്റ്റും ഡോക്ടർ അലക്സാണ്ടറിൻ്റെ ഫാദർ ഏറ്റവും എൽഡസ്റ്റുമാണ്. അപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പിലാണ് അങ്ങനെ വരുന്നത്. അത് രണ്ടുമാണ് മെയിൻ ബിസിനസ്സായിട്ട് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ജനറേഷൻ ആൾക്കാർ ബൈ 2002 ഞങ്ങൾ വന്നു. ഞാൻ എൻ്റെ എൻജിനീയറിംഗ് കോളേജ് കഴിഞ്ഞിട്ട് 2002 ഐ ജോയിൻഡ് മൈ ഫാമിലി ബിസിനസ് ബേബി മറൈൻ എക്സ്പോർട്സ് എന്നൊരു കമ്പനിയിൽ കാലിക്കറ്റിൽ ജോയിൻ ചെയ്തു. പിന്നെ 2007 ആയപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ ഡിസിഷൻ ഗ്രൂപ്പിന് തീരുമാനമുണ്ടായി. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സെക്കൻഡ് ജനറേഷൻ വരുമ്പോൾ കുറേ കൂടെ ആൾക്കാർ വരും, എല്ലാവരും ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ട, പലത് ഡൈവേഴ്സിഫൈ ചെയ്യാമെന്നുള്ളതും. രണ്ടാമത്, എല്ലാവരും ഒരേ സെയിം ബിസിനസ് തന്നെ ഓപ്പറേറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടും ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് ഒരു നല്ല ഡൈവേഴ്സിഫിക്കേഷനാണ് എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും അതിൻ്റെ അകത്ത് ഒരു പ്രോജക്റ്റായിട്ട് ഞങ്ങളുടെ അന്നത്തെ CEO ആയിരുന്ന മിസ്റ്റർ ഭുവനേന്ദ്രൻ ഒരു പ്രോജക്റ്റായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ ബ്രോക്കറും കൂടെ ആയിരുന്നു. കോട്ടക് സെക്യൂരിറ്റീസിൻ്റെ മാസ്റ്റർ ഫ്രാഞ്ചൈസ് നടത്തുമായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്നൊരു പ്രോജക്റ്റായിട്ട് വന്നു. അപ്പം ആ മാസ്റ്റർ ഫ്രാഞ്ചൈസ് കുറേ കൂടെ എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വൈ കാൻറ്റ് വി സ്റ്റാർട്ട് അവർ ഓൺ ബ്രോക്കിംഗ് ഹൗസ് എന്നുള്ളൊരു ഡിസ്കഷൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2008 ജൂണിൽ നമ്മൾ ഹെഡ്ജ് എക്വിറ്റീസ് എന്ന് പറയുന്ന ഒരു ബ്രോക്കിംഗ് സ്ഥാപനം തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അലക്സിൻ്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് തുടങ്ങാം. മേ ബി ഒരു യു ആർ ബോൺ ഇൻ ലൈക്ക് എ വെരി ഗുഡ് ഫാമിലി. അപ്പോൾ ഓൾറെഡി സോർട്ടഡ് ഓഫ് ബിസിനസ്സസ് ആണ് ഉള്ളത്. പിന്നെ യു വെന്റ് ടു ഡു BTech ഇൻ മെക്കാനിക്കൽ. ആ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? ആൻഡ് ദെൻ ഇവൻച്വലി ഈ ഒരു എല്ലാം ഡിഫറെൻറ്റ് സ്ഥാനത്തേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു BTech എഞ്ചിനീയറിംഗ് പോയതിന് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. കാരണം ഒരു ഹേർഡ് മെൻറ്റാലിറ്റി ആണല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴത്തെ പിള്ളേരുടെ ഇപ്പോഴത്തെ എൻ്റെ പിള്ളേർക്ക് ഒക്കെ എടുക്കുന്ന ഒരു സെലക്ഷൻ പ്രോസസ്സൊന്നും അന്നില്ലല്ലോ. അന്ന് സാധാരണ എല്ലാവരും ഒരു വഴിക്ക് പോകുന്നു, ആ വഴിക്ക് പോകുന്നേ ഉള്ളൂ. അന്ന് ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ കൊമേഴ്സ്, ഇങ്ങനെ ഒരു 2-3 ബേസ് സ്ട്രീമിലേക്ക് പോകുന്നു. അപ്പോൾ അന്ന് എല്ലാവരും പോയ ഒരു വഴിക്ക് എഞ്ചിനീയറിങ്ങിന് പോയി എന്നുള്ള ലോജിക്കേ ഉള്ളൂ. ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് എ ചോയ്സ് എടുത്തുള്ളൊരു ഡിസിഷനാണെന്ന് തോന്നുന്നില്ല. അല്ലായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദ ക്വസ്റ്റ്യൻ യു ആസ്ക്ഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം കമ്മിങ് ഫ്രം സ്റ്റേബിൾ അങ്ങനെയായിട്ട് വന്ന സമയത്ത് എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു സ്റ്റേബിൾ സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം എപ്പോഴും അതൊരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ലെഗസി ഈസ് ഓൾവേസ് എൻ ഐഡൻറ്റിറ്റി. എല്ലാവരും നമ്മൾ ഇന്ന കുടുംബത്തിൽ നിന്നാണ്, ഇന്ന സ്ഥലങ്ങളാണെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇൻട്രസ്റ്റിങ്ങും ഇത് കാര്യങ്ങളാണ്. പക്ഷേ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് വേറൊരു ചലഞ്ച് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് കുറേ ബാരിയേഴ്സ് ഉണ്ടാവും, ഇല്ലേ? കുറേ നമുക്ക് എപ്പോഴും സാധാരണ പറയാറുള്ളത് റാക്സ് ടു റിച്ചസ് സ്റ്റോറിയാണ്.
correct. കാരണം ഒന്നുമില്ലാത്തടന്ന് കയറി വന്ന ആൾക്കാരുടെ സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് എല്ലാവർക്കും ഇൻസ്പയർഡ് ആവുന്ന സ്റ്റോറികളാണ്. പക്ഷേ എന്നെ പേഴ്സണലി അതിനെക്കാട്ടി ഇൻസ്പയർ ചെയ്യുന്ന സ്റ്റോറിയാണ് എന്തെങ്കിലും ഉള്ളവർക്ക് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് മാറുന്ന സ്റ്റോറികൾ കുറേ കൂടെ ഇൻസ്പിറേഷനാണ് ഫോർ മീ പേഴ്സണലി. കാരണം ഉള്ളവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. അപ്പം ഡിസിഷൻ മേക്കിംഗ് ടഫാണ്, ഭയങ്കര ടഫാണ്. ഡിസിഷൻ മേക്കിംഗ് ടഫാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ചസ് ഉണ്ടാവാം, ചിലപ്പോൾ എടുക്കാൻ പോകുന്ന റിസ്ക്കുകൾ ഡിഫറെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഉള്ള ഐഡൻറ്റിറ്റി തന്നെ നഷ്ടപ്പെടും. സാധാരണ എപ്പോഴും പറയുന്ന ഒരു ക്ലീഷയാണ് അപ്പനുണ്ടാക്കി വെച്ചത് മക്കൾ കൊണ്ടുപോയി തുളച്ചു, ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റൊക്കെ ഭയങ്കര റിസ്കിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം ചില കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അതിന് കുറേ സപ്പോർട്ട് മെക്കാനിസംസ് നമുക്ക് ഉണ്ടാവണം. ഒബ്വിയസ്ലി നമ്മുടെ ഓൺ കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. അറ്റ് ദ സെയിം ടൈം ഐ വാസ് ബ്ലെസ്ഡ് ടു ഹാവിങ് born in a family where it was the support mechanism was there. Because my dad especially is my first mentor. എനിക്ക് എൻ്റെ ജീവിതത്തിൽ 3 mentors ഉണ്ട്. എൻ്റെ അത് ഏറ്റവും ബിഗ്ഗസ്റ്റ് മെൻറ്റർ ഈസ് മൈ ഡാഡ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ആ റിസ്ക് എടുക്കാനുള്ളൊരു ആ ഒരു ധൈര്യം തരുന്ന അവിടെയാണ്. മറ്റേന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഇടന്ന് സൂക്ഷിച്ചോണം, നമ്മുടെ വേറെ എന്തെങ്കിലും പ്രശ്നം വരും എന്ന് പറയരുത്. അവിടെ നിന്ന് ആ റിസ്ക് എടുക്കാനുള്ള ധൈര്യം തരികയും ആകെ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇഫ് യു കമ്മിറ്റ് എ മിസ്റ്റേക്ക് ഡോണ്ട് കമ്മിറ്റ് അഗെയിൻ, കമ്മിറ്റ് ന്യൂ മിസ്റ്റേക്സ്. പുതിയ മിസ്റ്റേക്ക് ചെയ്തോളൂ, പക്ഷേ പഴയ മിസ്റ്റേക്ക് തന്നെ വീണ്ടും ചെയ്യരുത്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്യും, പല കാര്യങ്ങളും തെറ്റുകൾ ചെയ്യും, പക്ഷേ സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യരുത്. പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് മാറി വേറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സപ്പോർട്ട്സ് ഉണ്ട്. ഒബ്വിയസ്ലി ക്യാപിറ്റൽ കംസ് ഫ്രം ദ കമ്പനി എൻ്റെ എത്ര പറഞ്ഞാലും ഈ പറയുന്ന ഇമോഷണൽ സപ്പോർട്ട്സാണ് മോർ ഇമ്പോർട്ടൻറ്റ് വെൻ യു ഡൈവേഴ്സിഫൈ ഇൻ ടു ന്യൂ സെഗ്മെൻറ്റ്സ്. എസ്പെഷ്യലി ഹെഡ്ജ് എന്ന് പറയുന്ന സ്ഥാപനം ഹാഡ് ഗോൺ ത്രൂ വേരിയസ് ഫേസസ്. പീപ്പിൾ മേ ഓർ മേ നോട്ട് നോ we were a broker earlier. Broker എന്ന് മാറി now we had to surrender the broking license because of the disruption in the industry. കാരണം സെറോദ, അപ്സ്റ്റോക്ക്, ഗ്രോ എന്ന് പറയുന്ന ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് എന്ന് പറയുന്ന കാര്യം വന്നപ്പോൾ ദ ഹോൾ ഇൻഡസ്ട്രി വെൻ ത്രൂ എ ഡിസ്റപ്റ്റീവ് ഫേസസ്. അതിൻ്റെ അകത്ത് ഞങ്ങളും അതിൻ്റെ അകത്ത് ചിലപ്പോൾ അടച്ചു പോകേണ്ട സിറ്റുവേഷൻ വന്നേനെ. 2018 വരെ വി ഹാഡ് ടു 2018 വാസ് എ വെരി ഡിഫൈനിങ് മൂമെൻറ്റ് ഫോർ എസ്. 2011-12 സെറോദ വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഒരു ഡൗൺഫോൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പക്ഷേ 2018 അതിനുശേഷം വി കുഡ് ഓവർകം. അത് കഴിഞ്ഞിട്ട് വി ഹാഡ് ടു ടേക്ക് സം ടഫ് ഡിസിഷൻസ്. പല ടഫ് ഡിസിഷൻ എടുത്തു. ബ്രോക്കിംഗ് ലൈസൻസ് സറണ്ടർ ചെയ്തു, എന്നിട്ട് വെൽത്ത് മാനേജ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്തു. അതിനുശേഷം ആയതുകൊണ്ടാണ് ഇന്ന് 2,500 കോടി മാനേജ് ചെയ്യുന്ന ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ട് മാറിയതും. അങ്ങനെ പല പല ടഫ് ഡിസിഷൻ എടുക്കേണ്ടി വന്നു. പക്ഷേ അതിനുള്ള ധൈര്യം തരുന്നത് ഈ പറയുന്ന സപ്പോർട്ട് മെക്കാനിസം ഉള്ളതുകൊണ്ടാണ്. പൈസ മാത്രമല്ല, പൈസ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ പൈസയുടെ കൂടെയുള്ള സപ്പോർട്ട് മെക്കാനിസമാണ് ഞാൻ പറയുന്ന പീപ്പിൾ ഹു ഹാവ് സംതിങ് ടു ലൂസ് നീഡ്സ് മോർ റിക്വയർമെൻറ്റ് ലൈക്ക് ദാറ്റ്. അതാണ് ഒരു നട്ട്ഷോളിൽ ഒരു സ്റ്റോറി ബോർഡ് പറയുകയാണെങ്കിൽ. ഞാനൊരു ഇത്തിരി ഡബിൾ ടാപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ 2008 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഹെഡ്ജ്. അപ്പോൾ ആ സമയത്ത് ഒബ്വിയസ്ലി എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടാണ് ഫിനാൻഷ്യൽ ഇതിലേക്ക് വന്നത്. അപ്പോൾ അലക്സ് ആസ് എ പേഴ്സൺ ആ ഒരു ഫിനാൻഷ്യലി ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ലല്ലോ, ബിടെക് ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ആ ഒരു ലേണിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വന്നത്? ഐ ജസ്റ്റ് വാണ്ട് ടു സീ ഹൗ യു തിങ്ക്. അതൊരു അഗൈൻ അനദർ സ്റ്റോറിയാണ്. 2002 സീ ഫുഡ് എക്സ്പോർട്സിൽ വന്നു. എൻ്റെ മെയിൻ ദിസ് വൺ വാസ് മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ്. അപ്പം അവിടെ വന്നിട്ട് ഫിനാൻസ് പറഞ്ഞാൽ ബേസിക്കലി ഐ എം ദ ഫസ്റ്റ് പേഴ്സൺ ടു കം ഇൻ. അപ്പോൾ ഒബ്വിയസ്ലി അപ്പോൾ വീട്ടിലെപ്പോഴും ആദ്യം ഫിനാൻസ് കാര്യം ചെയ്യാൻ മക്കളെ ഏൽപ്പിക്കുമല്ലോ. ആ ഒരു രീതിയിൽ ഫിനാൻസ് അറിഞ്ഞുകൊണ്ട് ചെയ്യാന്നുള്ളതല്ല, കാരണം ബാങ്കിങ് ഓപ്പറേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മക്കളെ ഏൽപ്പിക്കുന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ വന്നതാണ്. പിന്നെ മാർക്കറ്റിങ്ങും ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങും പുറത്ത് യാത്ര ചെയ്യുകയും കസ്റ്റമറിനെ മീറ്റ് ചെയ്യുന്നതൊക്കെ തന്നെയായിരുന്നു മോസ്റ്റ്ലി ഉള്ള ആദ്യത്തെ റെസ്പോൺസിബിലിറ്റീസ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ സമയത്ത് എനിക്ക് ഈ ട്രേഡിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ്. അന്ന് ഓൺലൈൻ അല്ല, ബ്രോക്കർ ത്രൂ ആണ്. അത് ഓൺലൈൻ ഉണ്ട്, വി ക്യാൻ ഡു, ബട്ട് അന്ന് വളരെ ക്രൂഡാണ്. അപ്പോൾ സോ യു ഹാവ് ടു കോൾ ആൻഡ് ട്രേഡ് ആൻഡ് അന്ന് ഐ വാസ് എ ജിയോജെറ്റിൻ്റെ കസ്റ്റമറാണ്. സോ അന്നത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വോളിയം ട്രേഡർ ആയിരുന്നു ഞാൻ 2002-2003 എന്ന് കാലിക്കറ്റ് എന്നുള്ള. അപ്പം അതും കാരണം എൻ്റെ ഡാഡ് യൂസ് ടു ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്. അദ്ദേഹം വളരെ സീസൺഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി നമ്മുടെ ചോരത്തളപ്പുണ്ടല്ലോ, യങ് ആയിട്ടുള്ള ചോരത്തളപ്പിൽ നമുക്കിതെല്ലാം കീഴടക്കാം, നമുക്കെല്ലാം അറിയാവുന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ
പ്രൈസ് മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്. ഇന്ന റിസൾട്ട് വരുമ്പോൾ, ഇന്ന കാര്യങ്ങൾ വരുമ്പോൾ ചാർട്ട് നോക്കിയിട്ടും മറ്റും ഒക്കെ ഭയങ്കര സംഭവങ്ങളാണെന്ന് പറഞ്ഞിട്ട് ചെയ്തു. അന്ന് ഐ ലോസ്റ്റ് മണി. ടു ബി പ്രിസൈസ് 35 lakhs. അന്ന് 35 lakhs അന്ന് തുടങ്ങുമ്പോൾ തന്നെ 35 lakhs ലൂസ് ചെയ്തു. ഞാൻ ജോലിക്ക് വന്നിട്ടേ ഉള്ളൂ, ഞാൻ ബിസിനസ്സിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഐ വെൻ ത്രൂ എ ഡിപ്രഷൻ ഫേസ്. ഒരു 2-3 months ഡിപ്രഷൻ ഫേസ് ഇൻ ദ സെൻസ് നമുക്കറിയാമല്ലോ ലൂസ് ചെയ്യുമ്പോഴുള്ളൊരു സങ്കടം ഉണ്ടല്ലോ. അപ്പം അപ്പോഴും സെയിം തിങ് എൻ്റെ ഡാഡ് പറഞ്ഞു, യു ഹാവ് 2 choices. ഐദർ യു അണ്ടർസ്റ്റാൻഡ് ദ ട്രേഡ് ഓർ യു ലീവ് ഇറ്റ്. ഡോണ്ട് മേക്ക് ദ സെക്കൻഡ് മിസ്റ്റേക്ക്. അപ്പോൾ ഇറ്റ് വാസ് എ ടഫ് ചോയ്സ് അഗെയിൻ. അപ്പോൾ പിന്നെ പക്ഷേ അവിടെ നിന്ന് എനിക്ക് ലീവ് ചെയ്യാൻ അങ്ങോട്ട് താല്പര്യം വന്നില്ല. കാരണം എനിക്ക് അതിൻ്റെ ന്യൂവാൻസസിനെ കുറിച്ചുള്ള ഇഷ്ടമുണ്ട്. പിന്നെ അവിടെ നിന്ന് 2003 തൊട്ട് 2006 വരെ ഐ വാസ് ഓൺ എ ലേണിംഗ് കർവ്. 3 years ലേണിംഗ് പഠിക്കുക എന്ന് പറയുന്നത്, കാരണം ഞാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ ഈ ക്രെഡിറ്റ് ഡെബിറ്റ് എവിടെയാണെന്ന് പോലും അറിയില്ല. ഒരു ബാലൻസ് ഷീറ്റ് വായിക്കുമ്പോൾ ക്രെഡിറ്റും ഡെബിറ്റ് എവിടെയാണെന്ന് പോലും അറിയില്ല, പഠിപ്പിക്കുന്നില്ലല്ലോ. അപ്പം ഓട്ടോമാറ്റിക്കലി ഐ ഹാഡ് ടു സിറ്റ് വിത്ത് മൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, എൻ്റെ അന്നത്തെ ഫിനാൻസ് ടീം. പിന്നെ അന്ന് ഓൺലൈനിൽ അന്നത്തെ ഏറ്റവും ഫേമസ് ആയിരുന്നു ഖാൻ അക്കാഡമി. ഖാൻ അക്കാഡമിയിൽ ഈ ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ ടേംസും പഠിക്കണമല്ലോ. ആ ടേംസ് പഠിക്കാൻ ഖാൻ അക്കാഡമി ഉപയോഗിച്ചു. പിന്നെ ഒബ്വിയസ്ലി ഫിനാൻഷ്യൽ ഡെയിലീസ് വായിക്കാൻ തുടങ്ങി. ഫിനാൻഷ്യൽ ഡെയിലീസൊക്കെ ആദ്യം വായിക്കുമ്പോൾ, എക്കണോമിക് ടൈംസൊക്കെ വായിക്കുമ്പോൾ ഇതെന്തോ ഒരു വേറെ ഭാഷ പറയുന്ന പോലെയാണ്. പക്ഷെ അതിൻ്റെ ഓരോ ടേംസും പിന്നെ മനസ്സിലാക്കി പഠിച്ചു തുടങ്ങി. ആ 3 years that was the transformational journey for me to move into a new segment. കാരണം ഐ വാസ് വെരി ക്ലിയർ. അത് കഴിഞ്ഞപ്പോൾ ക്ലാരിറ്റി ഓഫ് തോട്ട് വന്നു. എനിക്ക് എവിടെയാണ് ജോലി ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ധാരണ വന്നു. കാരണം ഒരു ഫിനാൻസ് എന്നുള്ള സെഗ്മെൻറ്റിലാണ് ജോലി ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ പ്രൈമറി ബിസിനസ്സിൽ തന്നെ നിന്നിരുന്നെങ്കിൽ തന്നെ ഐ വുഡ് ഹാവ് ബീൻ ദ റോൾ വിൽ ബി മോർ ഓഫ് എ CFO റോൾ ആയിരിക്കും. അങ്ങനെ ആയിരുന്നു തന്നെ. പക്ഷെ അങ്ങനെ വന്നപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇങ്ങനെ ഫിനാൻഷ്യൽ സർവീസസിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നതും അതിലേക്ക് കയറാനുള്ള കാരണം അങ്ങനെയാണ്. അന്നത്തെ 2008 ബ്രോക്കറേജ് ഇൻഡസ്ട്രീനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? കാരണം കുറേ ഓഫ്ലൈൻ ആയിരിക്കും. വാട്ട് ഈസ് ദാറ്റ് ഇൻഡസ്ട്രി ലൈക്ക്? സോ 2006-07 ഈ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നതിന് തൊട്ട് മുമ്പ് അന്നാണ് എനിക്ക് നമ്മുടെ ഇന്ത്യ ഷൈനിങ് സ്റ്റോറിയാണ് വാജ്പേയി പീരീഡ് 2003 to 2007. ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ഒരു തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് വാസ് ഓൺ എ റോക്കിംഗ് ഫേസ്. എല്ലായിടത്തും ഗ്ലോബലി ഇറ്റ് വാസ് റോക്കിംഗ്. അന്ന് ബ്രോക്കേഴ്സ് വെയർ മേക്കിംഗ് ഗുഡ് മണി, ഭയങ്കര പൈസ ഉണ്ടാകുന്നുണ്ട്. അന്നത്തെ ബ്രോക്കിംഗ് എന്ന് പറയുന്നത് പ്യൂർലി ഓഫ്ലൈൻ ആണ്. ഫോൺ വിളിച്ച് പറയുന്നു. കാരണം ബ്രോക്കേഴ്സ് അക്രോസ് ബ്രോക്കേഴ്സ് ഉണ്ട്, എല്ലാ മുക്കിലും മൂലയ്ക്കും ബ്രോക്കർ ഉണ്ട്. വിളിക്കുന്നു, ഫോൺ വിളിച്ച് പറയുന്നു. അങ്ങനെ കേരളത്തിലുണ്ട് ഭയങ്കരമായിട്ട്. എത്രയോ പേര്. ജിയോജെറ്റിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എക്സ്പാൻഷൻ അവിടെ ആയിരുന്നു. ജിയോജെറ്റ് വാസ് ഓൾമോസ്റ്റ് 2007 if I am not wrong they were the 3rd or 4th biggest broker in the country. മനസ്സിലായില്ലേ? കോമ്പീറ്റിംഗ് വിത്ത് എവറി വൺ ഇൻ ദ വേൾഡ്, ഇൻ ദ കൺട്രി. ദേ വർ 3rd or 4th ഇഫ് ഐ എം നോട്ട് റോങ്. ആൻഡ് അന്ന് ആ സമയത്ത് JRG, അക്യുമൻ, കുറേ കമ്പനികളുണ്ടായിരുന്നു. ആൻഡ് ദേ വർ ഓൾ മേക്കിംഗ് ബിഗ് മണി. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് നമ്മൾ കയറാൻ തീരുമാനിക്കുന്നത്. പക്ഷെ ദെൻ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് കമ്മിങ് ഡൗൺ. ഫസ്റ്റ് തിങ്സ് 2008 വാസ് എ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്. ലോകത്തെല്ലായിടത്തും മാർക്കറ്റ് പൊളിയുന്നു, പ്രോബ്ലം വരുന്നു, ആൾക്കാരുടെ പൈസ പോകുന്നു. There was a lot of issues. ആ സമയത്താണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് തുടങ്ങുന്നത്. Right, we were born in the middle of the crisis. What was that like? So that was also tough. കാരണം ഞങ്ങളുടെ ക്യാപിറ്റൽ വാസ് 8.5 crore ക്യാപിറ്റൽ തുടങ്ങി. ഫസ്റ്റ് ഇയർ തന്നെ 3 കോടി രൂപ പോയി, 3.5 കോടി രൂപ പോയി. അപ്പം ക്വസ്റ്റ്യൻസ് വെയർ ആസ്ക്ഡ് വെദർ വി വിൽ സർവൈവ്. പക്ഷേ അന്ന് ദൈവം സഹായിച്ച് അതിനുശേഷം നെക്സ്റ്റ് ഇയർ തന്നെ 2009-10 തന്നെ വി കവേർഡ് ദാറ്റ് ലോസ്. ബിക്കോസ് വി കുഡ് കവർ. ബിക്കോസ് അന്നത്തെ കാര്യം തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഐ തിങ്ക് ആ സമയത്താണ് ആദ്യമായിട്ട് ഒരു ബ്രോക്കിംഗ് കമ്പനി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് പുറത്തു വരുന്നത്. ഫോർ എക്സാമ്പിൾ മോഹൻലാൽ കമ്മിങ് ആസ് എ ബ്രാൻഡ് അംബാസിഡർ ആൻഡ് ഡൂയിങ് സംതിങ്. സഡൻലി അന്ന് ഫസ്റ്റ് ഇയർ തന്നെ ഹ്യൂജ് നമ്പർ ഓഫ് അക്കൗണ്ട്സ് വെർ ഓപ്പൺഡ്. ഐ എം ടോക്കിംഗ് അബൌട്ട് 9-10. മനസ്സിലായില്ല? അപ്പം തന്നെ നമ്പർ ഓഫ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുന്നു. സഡൻലി ഹെഡ്ജ് ബിക്കേം എ ബ്രാൻഡ്. ഞാനായാലും ഹെഡ്ജ് ഇക്വിറ്റീസിനെ കേൾക്കുന്ന ആ ഒരു ആഡ് ത്രൂ ആണ് മോഹൻലാൽ 10-13 years ബാക്ക്. അപ്പോൾ ഒരു ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് 17 years ആയി. നമ്മളൊരു 15 years മുമ്പാണ്, അത് 2009-10 ആദ്യത്തെ ആഡ് വരുന്നത്.
ആ സമയത്ത് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. കാരണം ആൾക്കാർക്ക് ഒന്നും അറിയില്ലല്ലോ എന്ന് ബ്രോക്കർ എന്താണ് മറ്റേ എല്ലാവർക്കും അങ്ങനെ വലിയ പൂർണ്ണമായിട്ട് അറിവില്ല. അപ്പോഴും 1% ആൾക്കാരെ ലെസ് ദാൻ 1% ആൾക്കാർക്ക് ഇത് അറിയുള്ളൂ ഈ സ്റ്റോക്ക് മാർക്കറ്റും ബ്രോക്കിങ്ങും ഒക്കെ എന്താണ്. അപ്പോൾ സഡൻലി ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഗേവ് ഹ്യൂജ് സപ്പോർട്ട്. നമുക്ക് വന്ന ലോസുകൾ നെക്സ്റ്റ് ഇയർ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്തു. വി വെയർ ഓൺ എ റോൾ. കാരണം ബിക്കോസ് ഓഫ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതിൻ്റെ കാരണം തന്നെ നമ്മുടെ അന്നത്തെ CEO ഭുവൻ സാർ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലിയർ ആയിരുന്നു മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഹി വാസ് എ ജീനിയസ് ഇൻ മാർക്കറ്റിംഗ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഓൾസോ. അപ്പം ഇന്നും ഞങ്ങൾ ഡിപ്സ്റ്റിക് സ്റ്റഡി നടത്തും, സർവേ നടത്തും, ആൾക്കാർ എന്തൊക്കെയാണ് ഹെഡ്ജിനെ കുറിച്ച് അറിയുന്നത്. 3 കാര്യം അവർ പറയും. പേർപ്പിൾ കളർ, കാള, മോഹൻലാൽ. അതെ, സത്യം. ഇത് 3 എന്നും എത്ര സ്റ്റഡി എടുത്താലും ആൾക്കാർ പറയുന്നത്. അവരെന്താ ചെയ്യുന്നതെന്നൊന്നും ആർക്കും ഇപ്പോഴും അറിയില്ല. സത്യം, അതാണ് ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ള ആർക്കും അറിഞ്ഞൂടെ. 3 കാര്യം അവർക്കറിയാം. പേർപ്പിൾ കളർ, കാള, മോഹൻലാൽ. അത് ഇന്നും അത് തന്നെയാണ്. അന്ന് 2009 എസ്റ്റാബ്ലിഷ് ചെയ്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇന്ന് 2021 അത് തന്നെയാണ്, 25 അതാണ് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോഴത്തെ ഈ ഒരു സബ് കോൺവെർസേഷനാണ്. എന്നിരുന്നാലും ലൈക്ക് 13 years കഴിഞ്ഞിട്ടാണ് വീണ്ടും മോഹൻലാൽ വീണ്ടും ഒരു ആഡിൽ വന്നു ഹെഡ്ജിൽ. അപ്പോൾ ആ ഒരു ആഡ് സ്ട്രൈക്കിംഗ് ആയിരുന്നു കമ്പയർഡ് ടു ദ ലാസ്റ്റ് വൺ. അപ്പോൾ അതിനെ പറ്റിയുള്ള മോഹൻലാലിനെ എങ്ങനെ മീറ്റ് ചെയ്തു? ആ ഒരു മേ ബി ഫസ്റ്റ് ടൈം എങ്ങനെ ആഡ്? മോഹൻലാൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഞാൻ വീണ്ടും പറയട്ടെ, ബ്രാൻഡ് അംബാസിഡർ ആണെങ്കിലും അദ്ദേഹം നമുക്ക് ഒരു റെമ്യൂണറേഷൻ പെർസ്പെക്റ്റീവിലല്ല ചെയ്യുന്നത്. കാരണം ദിസ് ഇസ് പ്യുവർലി ഈസ് മൈ ഡാഡ്സ് ക്ലോസസ്റ്റ് ഫ്രണ്ട്. എൻ്റെ ഡാഡിൻ്റെ പേര് KC ബാബു എന്നാണ്. അപ്പോൾ അദ്ദേഹം പല റെഫറൻസിലും ബാബുച്ചാൻ എന്നാണ് വിളിക്കുന്നത്. ബാബുച്ചാൻ്റെ വീട് കോഴിക്കോടുള്ള വീട്ടിൽ പോകുന്നു എന്നുള്ള പല റെഫറൻസിലും അദ്ദേഹത്തിൻ്റെ ഇതിലും ഉണ്ടാവും. അപ്പം ഞാൻ കണ്ടു വളർന്നത് ഞാൻ ലാലങ്കിൾ അല്ലെങ്കിൽ ലാൽമാമ എന്നാണ് വിളിക്കാറ്. കാരണം ഇറ്റ്സ് ലൈക്ക് ഫാദേഴ്സ് ബ്രദർ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ്. കാരണം ഗാന്ധിനഗർ 2nd Street സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സത്യനന്ദിക്കാട് വാസ് ഫ്രണ്ട് ഓഫ് അപ്പ, മൈ ഡാഡ്. അപ്പോൾ അങ്ങനെ വന്നതാണ് ആദ്യമായിട്ട് വീട്ടിൽ വരുന്നത്. പിന്നെ അവിടെ തൊട്ടുള്ള ബന്ധമാണ് ഈ കഴിഞ്ഞ 40-45 years ആയിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കോണ്ടെക്സ്റ്റാണ് ഇതിനുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു റെമ്യൂണറേഷൻ പെർസ്പെക്റ്റീവിലല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും ഞാൻ ഒരു ആഡ് ചെയ്യാൻ വേണ്ടി ഒരു പുഷ് ചെയ്ത് പരിപാടി ചെയ്യാറില്ല. പ്യുവർലി ഇപ്പോൾ ഈ 12 വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ചെയ്തതിൻ്റെ കാരണം ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്, ഒരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടി. കാരണം ആൾക്കാർ നമ്മളിപ്പം ഈ ക്ലീഷേ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറേ ഇല്ല, ഒരിക്കലും ഞങ്ങളുടെ ആഡ്സിൽ ഉപയോഗിക്കാറില്ല. അന്ന് ആദ്യം ലാലങ്ങൾ വന്ന് ചെയ്തിരുന്ന കാര്യം ഇന്നത്തെ ചെറിയ നിക്ഷേപം നാളത്തെ വലിയ സമ്പത്ത് എന്ന് പറയുന്ന ഒരു ലൈനായിരുന്നു. ആ ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. രണ്ടാമത് ഒരു ലൈന് 12 കൊല്ലം മുമ്പേ ചെയ്തതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു ലൈൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആ ലൈനിൽ കുറേ ആൾക്കാർക്ക് കാര്യങ്ങൾ ഫുള്ളായിട്ട് അങ്ങ് അബ്സോർബ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു പുതിയൊരു കോൺസെപ്റ്റ് വന്നാണ് കാര്യം സാമ്പത്തികമാണ്. സിമ്പിൾ, എന്ത് കാര്യത്തിനും കാര്യം സാമ്പത്തികമാണ്. ഈ ഒരു ലൈന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അപ്പുറം വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രോസസ്സ് തന്നെ അങ്ങനെയാണ്. ഞാനത് ലാലങ്ങളോട് പോയി ചോദിക്കും, ഞങ്ങളിത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ തന്നെ പറയും, പുള്ളി ഓക്കെ ആണെങ്കിൽ ചെയ്യാൻ പറയും. പുള്ളി പറയും ചെയ്യാൻ പറയും, നമുക്ക് എപ്പോൾ ചെയ്യാമെന്ന് പറയും. തീരുമാനം എടുക്കും, ടക്ക് എന്ന് പറയും, ഡിസിഷൻ എടുത്ത് അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലാണ് സംഭവിക്കുന്നത്. അതെ, കാര്യം സാമ്പത്തികമാണ് എന്ന് പറയുന്ന ഒരു ലൈൻ എസ്റ്റാബ്ലിഷ്, വളരെ ഈ ക്ലീഷ ഒന്നും ഉപയോഗിക്കാണ്ട്, ബാക്കി കാര്യങ്ങളൊന്നും ഉപയോഗിക്കാണ്ട്. സാധാരണ എപ്പോഴും പറയുന്ന ട്രസ്റ്റ്, മറിച്ച് എന്ന് പറയുന്ന കാര്യങ്ങൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ സർവീസസിൽ. പക്ഷേ പീപ്പിൾ ഹാവ് ടു ബ്രേക്ക് ദർ ലോജിക്. ഈ മിത്തുകൾ കുറേ ബ്രേക്ക് ചെയ്യാനുണ്ട്. അപ്പം ആൾക്കാർ സംസാരിച്ച് തുടങ്ങണം അവരുടെ വിഷയങ്ങളെക്കുറിച്ച്, എസ്പെഷ്യലി സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച്. ഞങ്ങൾ ഒരുപാട് സർവേ നടത്തിയപ്പോഴും കാണുന്നത് ഇതൊന്നും വിഷയങ്ങൾ സംസാരിക്കാണ്ടെയാണ്, ഇതിന് സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് ഇവർക്ക് അറിയാതെ തന്നെയാണ് ഈ സൂയിസൈഡ്സ് ചെയ്യുന്നതും കോംപ്ലിക്കേഷൻസിലേക്ക് ഇവർ പോകുന്നതും ഒക്കെ ഇത് തന്നെയാണ്. അപ്പം ഇതിനെ സംസാരിച്ച് തുടങ്ങിയാലല്ലേ ഇതിന് സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് അറിയുള്ളൂ. ആൾക്കാർ സംസാരിച്ച് തുടങ്ങണമല്ലോ. ആ സംസാരിക്കാനുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ ലൈനും കൂടെ ഉദ്ദേശിച്ചതും അത് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ലാലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അത് ഉപയോഗിച്ചത്. അതും ഇനിയിപ്പോൾ അടുത്ത അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് വരുമ്പോഴേ നമ്മളത് ഉപയോഗിക്കുള്ളൂ. അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് വരുമ്പോഴേ ഉപയോഗിക്കുള്ളൂ. നമ്മളിപ്പോൾ 2018 എത്തി. അപ്പോഴാണ് വെൽത്ത് മാനേജ്മെൻറ്റ് ഒരു കാറ്റഗറി വന്നത്. ബ്രോക്കറിംഗ് ബിസിനസ് ഇല്ല. പക്ഷേ മേ ബി ഗോ ബാക്ക് ടു 2008. അപ്പോൾ ബ്രോക്കറിംഗ് ബിസിനസ്സാണ്, വെൽത്ത് മാനേജ്മെൻറ്റ് ഇല്ല. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ലൈക്ക് വാട്ട് ലെഡ് ടു ദാറ്റ്
ഇവൻച്വൽ ചേഞ്ച് ആൻഡ് അത് ടീമിനെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എല്ലാത്തിനും എങ്ങനെ അതിനെ എഫക്ട് ചെയ്തു? സോ ദാറ്റ് വാസ് എ വെരി ടഫ് ഷിഫ്റ്റ്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഷിഫ്റ്റും പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷിഫ്റ്റുമായിരുന്നു. ഒന്ന്, അത് തുടങ്ങിയതിൻ്റെ കാരണം 2011 ഒരു ചെറിയ ടീമായിട്ട്, അത് ഞാൻ പേഴ്സണലി ലീഡ് ചെയ്ത് ഒരു 5 മെമ്പർ ടീമായിട്ടാണ് ഈ വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഇത് തുടങ്ങുന്നത്. സോ വെൽത്ത് മാനേജ്മെൻറ്റ് എന്തായിരിക്കും ഒരു സിമ്പിൾ ടൈം? കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റിൻ്റെ ആ യാത്രയിൽ കൂടെ യാത്ര ചെയ്യുക, ക്ലയൻറ്റിൻ്റെ ജേർണിയിൽ, അതായത് ഫിനാൻഷ്യൽ ജേർണിയിൽ കൂടെ യാത്ര ചെയ്യുക. ഇപ്പോൾ സാധാരണ ഇതിൽ ട്രാൻസാക്ഷണലാണ് എപ്പോഴും ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങുന്നു, ഒരു സാധനം വിൽക്കുന്നു, അല്ലേ? ഒരാൾ വാങ്ങാനും വിൽക്കാനുമാണ് ആക്ച്വലി ഒരു ട്രാൻസാക്ഷണൽ ബിസിനസ്സാണ്. അതേസമയം ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കുന്നു, ഞാൻ ഇന്ന ഒരു യാത്ര തുടങ്ങുന്നു, ആ യാത്രയിൽ കൂടെ പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ ഒരു 5000 രൂപയുടെ ഒരു SIP ഒരാൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അതൊരു ഡിസിഷൻ എടുത്തു. 5000 രൂപയുടെ SIP തുടങ്ങുമ്പോൾ മന്ത്ലി, അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ മാത്രമായിട്ട് ഞാൻ ആ SIP വിറ്റിട്ട് പോവാം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വിറ്റിട്ട് പോവാം. പക്ഷേ ആ യാത്രയിൽ കൂടെ എടുക്കുമ്പോൾ യു നോ ദാറ്റ് ഓവർ ദ നെക്സ്റ്റ് സോ മെനി ഇയേഴ്സ് ദിസ് വിൽ ആഡ് ഓൺ ടു ദ വെൽത്ത്, കോമ്പൗണ്ട് ചെയ്യും. വെൽത്ത് കോമ്പൗണ്ട് ചെയ്ത് വരുമ്പോൾ പോസിബിലിറ്റീസും ഇമേർജ് ചെയ്യും. അപ്പോൾ എവിടെയൊക്കെയാണ് അടുത്ത ഓഫറിങ്സ് ഉണ്ടാവുന്നത്, വെൽത്ത് ബിൽഡ് ചെയ്യുന്നതനുസരിച്ച് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അവരുടെ തന്നെ ഇൻകം ആണ്. അപ്പോൾ ഒരു യാത്രയാണ്. ഒരു ട്രാൻസാക്ഷണലിന് പകരം ഒരു പാർട്ട്ണർഷിപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെൽത്ത് മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു വളരെ ലോങ്ങർ വിഷൻ ഉള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ട്രാൻസാക്ഷണൽ ഇതായിട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല. ബ്രോക്കിംഗ് എന്ന് പറയുന്ന ട്രാൻസാക്ഷനാണ്. ഞാൻ വാങ്ങി വിറ്റു. For a broker that makes more money. That is the end of the day. Any business will call for revenue. The difference between a broking revenue and a wealth management revenue is broking revenue is very short term in nature. Correct. Wealth management is long term in nature. രണ്ട് പെർസ്പെക്റ്റീവാണ്. വി വിൽ മേക്ക് മണി. എൻഡ് ഓഫ് ദ ഡേ ബിസിനസ് ഹാസ് ടു മേക്ക് മണി. നോ, പൈസ ഉണ്ടാക്കണമല്ലോ. ബിസിനസ് ഇല്ലെങ്കിൽ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? പക്ഷേ എപ്പോൾ പൈസ ഉണ്ടാക്കണം എന്നുള്ളത് തീരുമാനമാണ്. ഞാൻ ഇപ്പം തന്നെ പൈസ ഉണ്ടാക്കണോ അതോ കുറേ യാത്ര ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണോ, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പൈസ ഉണ്ടാക്കണോ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ആ ഒരു ഷിഫ്റ്റ് അലക്സിൻ്റെ കേസിൽ എങ്ങനെയാണ് വന്ന കാരണം ഞാൻ ഒരു ക്ലയൻ്റാണ് എപ്പോഴും. ഞാൻ തുടക്കം ഒരു ക്ലയൻ്റ് അല്ലേ. ഐ എം നോട്ട് എ ബ്രോക്കർ ബൈ ഡിഫോൾട്ട്. ഓർ എൻ്റെ ലെഗസി ബ്രോക്കിംഗ് അല്ലല്ലോ. ഐ ഡോണ്ട് കം ഫ്രം എ ലെഗസി ഓഫ് ബ്രോക്കിങ്ങോ ഒന്നും അല്ലല്ലോ വരുന്നത്. ഞാൻ ഐ എം എ ക്ലയൻറ്റ്. അപ്പോൾ ബുൻ സർ കം ഫ്രം എ ലെഗസി ഓഫ് ബ്രോക്കിംഗ്. കാരണം ഈ വാസ് ദ ഫസ്റ്റ് എംപ്ലോയി ഓഫ് ജിയോജെറ്റ്. CJ സാറിൻ്റെ ഫസ്റ്റ് എംപ്ലോയി ആണ് ഞങ്ങളുടെ CEO. അപ്പോൾ ഹീ കംസ് ഫ്രം എ ലെഗസി ഓഫ് ബ്രോക്കിംഗ്, വേറെ ഐ ഡോണ്ട് കം ഫ്രം എ ലെഗസി ഓഫ് ബ്രോക്കിംഗ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ക്ലയൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര കഥ പറഞ്ഞാലും ഈ ക്ലയൻറ്റിന് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കുറവാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കാം, പക്ഷേ വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ വെൽത്ത് ബിൽഡ് ചെയ്യണമെങ്കിൽ ലോങ് ടേം പ്ലേ ചെയ്താലേ വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു ഗെയിമിലേക്ക് ഒരു ചെറിയ ഡിവിഷനായിട്ട് 2011 തുടങ്ങി. അത് 2018 ആയപ്പോഴത്തേക്ക് ദാറ്റ് ബിക്കെയിം ദ മോർ പ്രോഫിറ്റബിൾ ഡിവിഷൻ ദാൻ ഓൾ ദ 150 ഔട്ട്ലെറ്റ്സ് ഇൻ ബ്രോക്കിംഗ്. 150 ഔട്ട്ലെറ്റ്സ് കേരളം മുഴുവനുണ്ട്, ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നു ഹെഡ്ജിന്. അത് ഡയറക്റ്റായിട്ടും ഫ്രാഞ്ചൈസായിട്ടും ഓൾ പുട്ട് ടുഗദർ. അന്ന് അത്രയും ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ദാറ്റ് വാസ് ഓൾ ലൂസിങ് മണി. അതെല്ലാം ലൂസ് ചെയ്യുന്നതിൻ്റെ കാരണം ഈ ഡിസ്റപ്ഷൻ ഇൻ ബ്രോക്കിംഗ് സെറോദ കൊണ്ടുവന്നുണ്ട്. കാരണം അവിടുത്തെ കോസ്റ്റ് നമ്മളൊരു ഓഫീസ് തുടങ്ങുമ്പോൾ അതിൻ്റെ കോസ്റ്റൊക്കെ ഭയങ്കര ഹൈ അല്ലേ. അത്ര ആൾക്കാർ വേണം, അതിൻ്റെ ഓവർ ഹെഡ്സ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഇതൊക്കെ കൂടുതൽ. മറ്റിടത്ത് അതൊന്നുമില്ലല്ലോ, ഓൺലൈൻ ഡു ഇറ്റ് യുവർ സെൽഫ് അല്ലേ. അപ്പോൾ അത് തമ്മിൽ ഒരു കണക്ഷൻ കിട്ടാണ്ടായപ്പോൾ പിന്നെ ദേവർ ലൂസിങ് മണി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ 5 മെമ്പർ ടീം എന്നുള്ളത് 2018 ആയപ്പോൾ ഒരു 8-10 പേരെ ആയിട്ടുള്ളൂ. പക്ഷേ ബട്ട് അല്ലല്ല, ആ സമയത്ത് വെൻ വി ട്രാൻസിഷൻഡ് ഇറ്റ് വാസ് ഓൺലി 500 crore. 2018 പക്ഷേ 500 കോടിയായി. പക്ഷേ ബ്രോക്കിങ്ങിൽ അന്നും അസറ്റ് എന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റിലല്ല പറയുന്നത്. അന്നെല്ലാം റവന്യൂ ആണ്. ടോപ്പ് ലൈൻ റവന്യൂ ബ്രോക്കിങ്ങിലായിരുന്നു കൂടുതൽ, പക്ഷേ ബോട്ടം ലൈൻ ഭയങ്കര ലോസ് ആയിരുന്നു. ഇവിടെ ടോപ്പ് ലൈൻ കുറവാണ്, ബോട്ടം ലൈൻ നല്ലതായിരുന്നു. അതെ, ടോപ്പ് ലൈൻ എന്ന് പറയുന്ന റവന്യൂ, നമ്മുടെ ടേൺ ഓവർ എന്ന് പറയില്ലേ, നമുക്ക് കിട്ടുന്ന പൈസ. പക്ഷേ അത് നമ്മുടെ ചിലവുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കുറവായിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസ കുറവായിരിക്കും, പക്ഷെ ചിലവുകൾ കുറവായതുകൊണ്ട് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. മനസ്സിലായില്ല, അതാണ് ഇതിൻ്റെ വ്യത്യാസം.
അപ്പം അപ്പോൾ ആ ഒരു ഈവൻ കമ്പനി വാസ് സ്ട്രക്ചർ ടു ബിക്കം എ സ്റ്റോക്ക് ബ്രോക്കറിംഗ് കമ്പനി. അപ്പോൾ ഈ ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഇൻ ദ ടീം എങ്ങനെയാണ് അത്? അവിടെ ഒബ്വിയസ്ലി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ കാരണം ഞാനും ഭുവൻ സാറും തമ്മിൽ, കാരണം ഞങ്ങൾക്ക് ലാർജസ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ ഞങ്ങളായിരുന്നല്ലോ, നമ്മൾ തമ്മിലായിരുന്നത് കൊണ്ട് നമ്മളൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ട്. ഇൻ എ വെരി ഗുഡ് സ്ട്രക്ചേർഡ് മാനർ കേട്ടോ. വേറെ പ്രോബ്ലങ്ങളൊന്നുമുള്ള ഈ ചെളിവാരി എറിയുന്ന പരിപാടികളൊന്നുമില്ല. വളരെ പ്രൊഫഷണൽ ഡിസ്കഷൻസ് ആണ് ഉണ്ടാവുന്നത്. ഒൺലി ഡിഫറൻസസ്, രണ്ട് തോണിയിൽ കാല് വെക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു രീതിയിൽ ഡയറക്ഷൻ എടുക്കണം. ഒന്നേ ബ്രോക്കിംഗ് ആണെങ്കിൽ ബ്രോക്കിംഗ് പോകണം, അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെൻറ്റ് ആണെങ്കിൽ വെൽത്ത് മാനേജ്മെൻറ്റ് പോകണം. കാരണം ആ ഒരു ഡയറക്ഷനിലേക്ക് എത്തിയായിരുന്നു നമ്മൾ. അവിടെ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ അന്ന് ഫൈനലി ഡിസൈഡഡ് ഞാൻ ആ വഴിക്ക് പോവാം, അദ്ദേഹം സ്റ്റേക്ക് എനിക്ക് തരും, അദ്ദേഹം വേറൊരു റൂട്ട് എടുക്കും. നൗ ഹീസ് ദ അഹല്യ ഫിൻഫോറക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ MD ആണ്, മാനേജിങ് ഡയറക്ടർ. ഹീ ട്രാൻസിഷൻ ടു ദാറ്റ് പ്ലേസ് ആൻഡ് ഐ ബോട്ട് എ സ്റ്റേക്ക്. ആൻഡ് അങ്ങനെ ഞങ്ങൾ ആ ഡിസിഷൻ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ ബ്രോക്കിംഗ് സറണ്ടർ ചെയ്തിട്ട് ഞങ്ങൾ വെൽത്ത് മാനേജ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്തു. ഈ ബ്രോക്കിംഗ് സറണ്ടർ ചെയ്ത് വെൽത്ത് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ 500 കോടിയെ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് ഉള്ളൂ. അവിടെ നിന്നുള്ള 5 ഇയേഴ്സിലാണ് നമ്മൾ ഈ 2500 crore ഈ യാത്ര. കോവിഡ് വന്നല്ലോ 2019, ആ ഒരു അവസ്ഥ എന്തായിരുന്നു? ദാറ്റ് വാസ് മേ ബി, അതാണ് ഞാൻ പറഞ്ഞ, ഇതെല്ലാം ഓരോ നിമിത്തങ്ങളാണല്ലോ. കാരണം ഞങ്ങൾ അന്ന് ബ്രോക്കിംഗ് സറണ്ടർ ചെയ്തിട്ട് ഒരു പ്രത്യേക ഒരു എഗ്രിമെൻ്റ് ആണ്, ഇറ്റ്സ് കോൾഡ് ബിസിനസ് ട്രാൻസ്ഫർ എഗ്രിമെൻ്റ് എന്ന് പറയും. അന്ന് സെബി കൊണ്ടുവന്ന ഒരു പുതിയൊരു മെത്തേഡായിരുന്നു. ഈ രണ്ട്, ഇപ്പം ഞാനും ബ്രോക്കറാണ്, പക്ഷേ ഈ ക്ലയൻറ്റിൻ്റെ ഇതെല്ലാം അസറ്റ്സ് കിടക്കുകയാണല്ലോ, ഇതെവിടെയെങ്കിലും ചുമ്മാ പോകാൻ പറ്റില്ലല്ലോ. സാധാരണ പണ്ടുണ്ടായിരുന്നത് ഒരു കമ്പനി മെർജർ ചെയ്യോ അക്വിസിഷൻ ചെയ്യോ ചെയ്യാം. അപ്പം പക്ഷേ പുതിയൊരു കോൺസെപ്റ്റാണ് വന്നത്, ബിസിനസ് ട്രാൻസ്ഫർ എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റ് ത്രൂ നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു കമ്പനി തമ്മിൽ മെർജറോ അക്വിസിഷനോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വി വർ ലുക്കിംഗ് ഫോർ ദ റൈറ്റ് പാർട്ട്ണർ. അങ്ങനെ വന്ന് വി ലാൻഡപ്പ് മോത്തിലാലിലേക്ക് ലാൻഡപ്പ് ചെയ്തിട്ട് വി ഹാഡ് എ ഗുഡ് കണക്ഷൻ വിത്ത് ദം. അപ്പോൾ അവരുടെ തോട്ട് പ്രോസസ്സും ഞങ്ങളുടെ തോട്ട് പ്രോസസ്സും ഭയങ്കര സിങ്ക് വന്നപ്പോൾ BTA ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു. BTA ബിസിനസ് ട്രാൻസ്ഫർ എഗ്രിമെൻറ്റ്, അതിന് കുറേ കംപ്ലയൻസ് മെക്കാനിസം ഉണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്തു. ഭയങ്കര നിമിത്തങ്ങളാണ്. കാരണം 2020 ഫെബ്രുവരി 28 ഈ ട്രാൻസ്ഫർ നടക്കുന്നത്. മാർച്ച് 24 നമ്മുടെ കോവിഡ് വരുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫർ നടക്കുന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ യൂസർ ഇൻ്റർഫേസ് ഓഫ് ഞങ്ങൾക്ക് അന്ന് മൊബൈൽ ആപ്പൊക്കെ ഉണ്ട്, പക്ഷെ വളരെ ഒരു ഐ വിൽ സേ ഒരു വളരെ ഏർലി ജനറേഷൻ. കാരണം കമ്പയർ ടു സിറോദ ഓർ മോത്തിലാൽ ഓർ ജിയോജിറ്റ് ഓർ എല്ലാവരുടെയൊക്കെ വളരെ ഹൈ എൻഡിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ വളരെ താഴെയായിരുന്നു അതിൻ്റെ. ഞങ്ങൾ ടെക്നോളജി കമ്പനി അല്ലല്ലോ, അപ്പോൾ ഞങ്ങൾ വേറൊരു വെൻഡറിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ആ വെൻഡറിൻ്റെ രീതിയിൽ ഉള്ള പ്രശ്നമാണ്. പക്ഷേ ഇത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മോത്തിലാലിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. മോത്തിലാലിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് ക്ലയൻറ്റിന് ഒരു പ്രോബ്ലം വന്നില്ല. ബെറ്റർ അപ്ഗ്രേഡഡ് വേർഷൻ കിട്ടി. വി കുഡ് എൻഹാൻസ് അവർ ബിസിനസ് ബിഗ് ടൈം. അപ്പോൾ അതും നിമിത്തങ്ങളാണ്. നമ്മളൊരു ചില ഡിസിഷൻ എടുത്തപ്പോൾ അത് ഐ തിങ്ക് ദ വേൾഡ് ട്രാൻസ്പയർസ് ടു ദാറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അങ്ങനെ വന്നു. അപ്പം ആ ഒരു ട്രാൻസാക്ഷൻ ഭയങ്കര ബെനിഫിറ്റായിട്ട് മാറി. ഇന്നിപ്പോൾ ലുക്കിംഗ് ബാക്ക് hindsight that was the best move we could have done. Okay, ഞാൻ ഒന്ന് കം ബാക്കിംഗ് ടു ദ ബ്രോക്കറിംഗ് ബിസിനസ്സിൽ എങ്ങനെയായിരുന്നു കസ്റ്റമേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? വെൽത്ത് മാനേജ്മെൻറ്റിൽ എങ്ങനെ കസ്റ്റമേഴ്സ് എങ്ങനെ റെഫറൻസ് ത്രൂ ആണ്? എന്താണ് അതിൻ്റെ ഒരു ഡിഫറൻസ്? ബ്രോക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ത്രൂ എപ്പോഴും ആൾക്കാർക്ക് വരാം, പെട്ടെന്ന് ഇതാരെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാം. അപ്പോൾ ബ്രോക്കിങ്ങിൽ എപ്പോഴും അങ്ങനെയായിരുന്നു, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ത്രൂ നമ്മൾ. പിന്നെ ഒബ്വിയസ്ലി ആൾക്കാർ ബ്രാഞ്ച് ഓഫീസുകളും റിലേഷൻഷിപ്പ് മാനേജേഴ്സും സെയിൽസ് മാനേജേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർ ത്രൂ ആണ് വരുന്നത്. അങ്ങനെയാണ് ബ്രോക്കിങ്ങിലുള്ള എല്ലാം ബിസിനസ്. ഈ വെൽത്ത് മാനേജറിൽ നമുക്ക് അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലല്ല വരുന്നത്. ഒബ്വിയസ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് മോർ ഓഫ് എ കൺസൾട്ടേറ്റീവ് അപ്രോച്ചാണ്. അതായത് ഒരു സെയിൽ കോൺസെപ്റ്റിലല്ല പോകുന്നത്, ഒരു പ്രോഡക്റ്റിനെ സെല് ചെയ്യാനുള്ളൊരു കോൺസെപ്റ്റിലല്ല പോകുന്നത്. ഒരു ക്ലയൻ്റായിട്ട് അവരുടെ സൊല്യൂഷൻ ബേസ്ഡ് കോൺസെപ്റ്റിലാണ് പോകുന്നത്. സൊല്യൂഷൻ ബേസ്ഡ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫെലിക്സ് ഇപ്പോൾ പറയുകയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാം, എനിക്കൊന്ന് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വാട്ട് ഈസ് യുവർ ഗോൾ എന്നുള്ള ചോദ്യം ചോദിക്കും. അപ്പോൾ ആ ഗോള് ഇന്ന കാര്യമാണെന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത ചോദ്യം ഉണ്ടാവും, എത്ര ടെനർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അത് പറയും. പിന്നെ മൂന്നാമത്തെ ചോദ്യമുണ്ട്, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി എത്രയാണ്. ഈ 3 ചോദ്യമെങ്കിലും ഉത്തരം പറഞ്ഞാലേ തുടങ്ങാൻ പാടുള്ളൂ.
ട്രാൻസാക്ഷണൽ ബേസ് ആണെങ്കിൽ ചോദ്യം ചോദിക്കണ്ട, ഇല്ലില്ല, പ്രൊഡക്റ്റ് പറയാം ടക്ക് 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 എന്ന് പറഞ്ഞു പോരും ഇവിടെ. അപ്പോൾ വെൽത്ത് മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ ഇതൊരു കൺസൾട്ടേറ്റീവ് അപ്രോച്ചിലേ പോകാൻ പാടുള്ളൂ. ഇതാണ് നമ്മുടെ വിഷ്വലൈസേഷൻ. ഇതിലേക്ക് പൂർണ്ണമായിട്ട് എത്തിയെന്ന് ചോദിച്ചാൽ ചില ഒബിയസ്ലി സെയിൽസിൻ്റെ പെർസ്പെക്റ്റീവ് ചിലവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കാം. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. എല്ലാ ആൾക്കാരും അതിലേക്ക് പോകുമെന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് അറ്റ്ലീസ്റ്റ് മാസ്റ്റർ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നതും ആ കൺസൾട്ടേറ്റീവ്. അപ്പോൾ ടൈം എടുക്കും. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് സ്പീഡൊന്നും ഇല്ല. പണ്ടിപ്പോൾ ഒരു മാസം 2000 അക്കൗണ്ട് 3000 അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു മാസം ചിലപ്പോൾ 100 അക്കൗണ്ട് ഓപ്പൺ ചെയ്യുള്ളൂ. പക്ഷേ 100 അക്കൗണ്ട് വിൽ ബി ലോങ് ടേം വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 100 സ്റ്റോറി ബോർഡ്സ് ആയിരിക്കും അല്ലേ? ഓരോരുത്തരും ഓരോ കഥയല്ലേ? അപ്പോൾ ഓരോ കഥയാണല്ലോ. ഫെലിക്സിൻ്റെ കഥയായിരിക്കില്ലല്ലോ എൻ്റെ കഥ, താല്പര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? അപ്പോൾ ആ കഥകളല്ലേ എഴുതുന്നത്. മറ്റേത് ട്രാൻസാക്ഷണൽ ബേസ് ആണ്, ഇത് ഓരോ കഥകളാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മൾ ഏകദേശം 60ഓളം പോഡ്കാസ്റ്റ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ഇമെയിൽ കണ്ടെത്തി ഇമെയിൽ അയക്കാറുണ്ട്. അത് ഞാൻ സമയം കിട്ടുമ്പോൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൂടി പോയിട്ട് വാട്സപ്പ് ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബീറ്റ് ഫോർ എനി നീഡ് യു ക്യാൻ റീച്ച് അസ് വാട്സാപ്പ്. ബീറ്റ് ഫോർ പ്രൊഡക്റ്റ് ലോഞ്ചേഴ്സ്, ഹയറിംഗ്, ഫണ്ടിങ്, എന്തിനാണെങ്കിലും ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. ആൻഡ് ഐ എം പുട്ടിങ് അവർ നമ്പർ ഹിയർ ആൻഡ് ബാക്ക് ടു ദ എപ്പിസോഡ്. ഇപ്പോൾ ഉള്ളൊരു മോഡേൺ വേൾഡിൽ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ SIP ചെയ്യണമെങ്കിൽ എനിക്ക് ആ സെറോദ കൈറ്റോ അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു ആപ്പ് ത്രൂ ചെയ്യാൻ പറ്റും. ആ ടെക് എനേബിൾഡ് ആയിട്ട് എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ് എങ്ങനെയാണ്? ഓഫ്ലൈൻ ആണ് ഇത്? മോർ ഓഫ് എങ്ങനെയാണ് ഇത് വർക്കിംഗ്? നോട്ട് ടെക് എനേബിൾഡ് അല്ലല്ലോ. ടെക് എനേബിൾഡ് ആണ്. ടെക് ഇസ് ഡെഫിനറ്റ്ലി എനേബിൾഡ്. കാരണം ടെക് ഇസ് പക്ഷേ ടെക് ഒരു എനേബിളർ ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ടെക് തന്നെയല്ല ഹോൾ തിങ്. ഫ്രണ്ട് എൻഡിൽ, ബാക്ക് എൻഡിൽ ടെക് തന്നെയാണ്, എല്ലാം ടെക് തന്നെയാണല്ലോ. ബാക്ക് എൻഡിൽ ടെക് ഹാസ് ടു ബി ദ ബെസ്റ്റ് ടെക് പോസിബിൾ. ഫ്രണ്ട് എൻഡിൽ ഒരു ഹ്യൂമൻ ആണ് അവിടെ വരുന്നത്. വി കോൾ ഇറ്റ് ആസ് ഒരു ഫിജിറ്റൽ മോഡൽ എന്ന് പറയും. ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ എന്നൊരു കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. ഇപ്പോൾ ടെക് എനേബിൾഡ് ബാക്കിലുണ്ടാവും. ഫ്രണ്ട് എൻഡിൽ ഈ കൺസൾട്ടേറ്റീവ് അപ്രോച്ചിന് ഒരു ഹ്യൂമൻ, അത് ഇമോഷണൽ കോഷ്യൻ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ആയിരിക്കും ഫ്രണ്ടിലുള്ളത്. അതാണ് ഡിഫറൻസ്. അപ്പം അതും കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ ഞങ്ങൾ അതിൻ്റെ ഇനഫ് ആൻഡ് മോർ റിസർച്ച്, ഈ ക്വസ്റ്റ്യൻ ഞങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. കാരണം ഈ ബിസിനസ് നിൽക്കുമോ, ഇത് എങ്ങനെയാണ് ഡിസ്റപ്റ്റഡ് ആവുമോ എന്നുള്ളത് ചോദിക്കുക. സോ വി ഹാവ് ഡൺ ഇനഫ് ആൻഡ് മോർ റിസർച്ച് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഏജ് ഇസ് എ ബിഗ് കാറ്റഗറി. ഏജ് മോർ ദാൻ വെൽത്തും കാര്യങ്ങളിനെക്കാട്ടി ഏജ് ഇസ് എ ബിഗ് കാറ്റഗറി. കാരണം ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പം മാർക്കറ്റ് എക്സ്പാൻഷൻ നടന്നിരിക്കുന്നത് യങ്സ്റ്റേഴ്സ് ഉള്ളതാണ്. ഇപ്പം ഇത്രയും കൂടി ഡിമാറ്റ് അക്കൗണ്ട് വന്നതും ഇത്രയും അധികം മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോസൊക്കെ വന്നതും എല്ലാം തന്നെ ഏജിലാണ്. യങ് ഏജിലാണ് എല്ലാവരും ഡു ഇറ്റ് യുവർ സെൽഫിൽ സെറോദ ത്രൂവും ബാക്കിയുള്ള പല പല കോമ്പിനേഷൻ ത്രൂ ഓപ്പൺ ചെയ്തു. അവിടെ ഓപ്പൺ ചെയ്തത് ഡു ഇറ്റ് യുവർ സെൽഫ്. അവരുടെ TG ഈസ് ക്ലിയർ. അവരുടെ ടാർഗറ്റ് ഈസ് വെരി ക്ലിയർ. ടാർഗറ്റ് ഓഡിയൻസ് വളരെ ക്ലിയർ ആണ്, 20 to 20 and above. പക്ഷെ ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് 35 to 40 above ആണ്. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് ഈ ടെക്നോളജി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, അപ്പ് കീപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തമാശയായിട്ട് അറിയാം, ഫേസ്ബുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്കറിയായിരുന്നു, ഇൻസ്റ്റാഗ്രാം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ മോളെ വിളിക്കേണ്ടി വരും. മനസ്സിലായല്ലേ? അതിൻ്റെ പല കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് അപ്പ് കീപ്പ് ചെയ്യാൻ നമുക്കും താല്പര്യമില്ല. മനസ്സിലായി? അതിപ്പോൾ നാളെ ഇൻസ്റ്റാഗ്രാം മാറി വേറെ രീതിയിൽ വന്നാലോ? ഇതിനെല്ലാം അപ്പ് കീപ്പിൽ വരണമെങ്കിൽ അതിൻ്റെതായ ഒരു കോണ്ടെക്സ്റ്റും വേണ്ടേ, എപ്പോഴും വരണ്ടേ? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, പ്രായമാവും തോറും കൺസൾട്ടേഷൻ താല്പര്യമാണ് ആൾക്കാർക്ക്. ഒരു കൺഫർമേഷൻ ഫ്രം അനദർ പേഴ്സൺ ഒരു താല്പര്യമുള്ള കാര്യമായിട്ടാണ് മനസ്സിലാവുന്നത്. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നത്, ഇപ്പോൾ നമ്മളെല്ലാവരും ഗൂഗിൾ ഡോക്ടേഴ്സാണ് ആണല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഉടനെ ഗൂഗിൾ ചെയ്യും, നമുക്കിതാണെന്ന് പറയും. ChatGPTയും ഗൂഗിളിലെ ഡോക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും മാറി, നമുക്ക് എന്നാലും ഒന്ന് കൺസൾട്ടേഷൻ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, നമ്മുടെ ഫാമിലി ഡോക്ടറിനെ വിളിച്ച് ചോദിക്കും. മനസ്സിലായില്ലേ? അതെന്തിനാ? ഒരു കൺഫർമേഷനാണ്. ആ ഒരു കൺഫർമേഷൻ. യങ്സ്റ്റേഴ്സ് ചിലപ്പോൾ കൺഫർമേഷൻ വേണ്ടി വരില്ല, പ്രായമാകും തോറും ആ കൺഫർമേഷൻ മാൻഡറ്ററി ആയിട്ട് വരും. അപ്പം അതേ കോണ്ടെക്സ്റ്റിലാണ് ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. വി ഫീൽ ഇറ്റ് ഇസ് എ ഫിജിറ്റൽ അപ്രോച്ച്. ദ ഫ്രണ്ട് എൻഡ് വിൽ ബി ഡൺ ബൈ ദ humans, but the back end has to be tech has to be the enabler. We are not shying away from tech. ടെക്കിന്ന് മാറി നടക്കുക എന്നുള്ളൊരു ലോകം നമ്മളിനി ചിന്തിക്കുന്നേ ഇല്ല, ചിന്തിക്കാനേ പാടില്ല. ടെക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ബിസിനസ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, യു സെഡ് ആ ഒരു ഫ്രണ്ട് ഫേസിങ് ആളൊരു EQ കൂടുതലുള്ള ആളാണെന്ന് പറഞ്ഞു. ഡു യു തിങ്ക് എ പോസിബിലിറ്റി ഓഫ് ഒരു AI റിപ്ലേസിങ് ദാറ്റ് എന്നുള്ളൊരു വരും? ഐ എം വെരി ഷുവർ ദാറ്റ് വിൽ കം. പക്ഷേ ഞാൻ ഇന്നത്തെ കാര്യത്തിനെ കുറിച്ചല്ലേ വെറീഡ് ആവേണ്ടത്.
ഞാൻ ഇന്നത്തെ കാര്യത്തിനെ കുറിച്ച് ഒരു നെക്സ്റ്റ് 3 ഇയേഴ്സിലേക്ക് ഐ ഡോണ്ട് സീ. കാരണം റീജനറേറ്റീവ് AI ഒക്കെ വരുമ്പോഴേ അത് വരുള്ളൂ. ജനറേറ്റീവ് AIയിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നുള്ളൂ. റീജനറേറ്റീവ് AI വരുമ്പോഴല്ലേ എൻ്റെ മൂഡ് മനസ്സിലാക്കി സംസാരിക്കാനും എൻ്റെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കി സംസാരിക്കാനും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് കുറേ കൂടെ ടൈം എടുക്കും എന്നുള്ളതാണ് ഫീൽ. അതുവരെ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേയിങ് റെലവൻ്റ് ആണ് നമ്മളിപ്പോൾ സംസാരിക്കുക. ആ സമയത്ത് സ്റ്റേയിങ് റെലവൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ അന്നേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു 2 to 3 ഇയേഴ്സ് അപ്പ് ഫ്രണ്ടേ നമ്മൾ കാണുന്നുള്ളൂ. ഐ എം നോട്ട് ബഡ്ജറ്റിംഗ് ഫോർ 10-15 വർഷത്തെ ബഡ്ജറ്റിംഗ് ഒന്നും ഇന്ന് ഒരു ബിസിനസ്സിന് വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. No, I don't think anyone is saying who's having a 5 or 10 year plan. They are actually missing the point. Because how people are going to consume or how people are going to adapt to new things, no one knows. ആർക്കും അറിഞ്ഞൂടാ. ഫ്ലൈയിങ് കാർസ് വരുമോ, മറ്റേത് വരുമോ, എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് വരുന്നത്, ഒന്നും നോ വൺ നോസ് അബൌട്ട് ഇറ്റ്. സോ വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? അപ്പോൾ ഒരു 2 to 3 ഇയേഴ്സിലേക്കുള്ള പ്ലാനേ ഇപ്പോൾ പ്ലാൻ ഇടാറുള്ളൂ. അതിൽ കൂടുതൽ പ്ലാൻ ഇടാറില്ല. അതിൽ റെലവൻ്റ് ആയിട്ടിരിക്കുക, പിന്നെ ഓരോ ചേഞ്ച് വരുന്നതനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. മേക്ക് സെൻസ്. അപ്പോൾ എനിക്ക് ഇത് ഡബിൾ ടാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 to 2025 ആ ഒരു സ്കെയിലാണ് ഈ ഹെഡ്ജ് ആസ് എ വെൽത്ത് മാനേജ്മെന്റ് രീതിയിൽ ഗ്രോ ചെയ്തത്. അപ്പോൾ 500 crore to 2500 crore ആ ഒരു ഗ്രോത്തിൽ ടീം ഈവൻ ഹയറിങ് അല്ലെങ്കിൽ എങ്ങനെ ഓരോ ടീം മെമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തു ഇൻ ഓർഡർ ടു ഡെലിഗേറ്റ് ആ ഒരു ലീഡർഷിപ്പ് മെത്തഡോളജി എന്തായിരിക്കും? So എൻ്റെ obviously first of all is identifying strength and weakness of നമ്മുടെ ഓൺ ഉള്ളിലേക്ക് തന്നെ നോക്കുക. അപ്പോൾ എൻ്റെ സ്ട്രെങ്ത് എന്തിനെക്കുറിച്ചാണെന്ന് എനിക്ക് ധാരണയുണ്ട്, എൻ്റെ വീക്ക്നെസ് എന്നതിനെക്കുറിച്ചും ധാരണയുണ്ട്. ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആ വീക്ക്നെസ്സിനെ കവർ ചെയ്യാനുള്ള ആൾക്കാരെ നമുക്ക് എംപ്ലോയ് ചെയ്യണം. എൻ്റെ സ്ട്രെങ്ത്, ഫോർ എക്സാമ്പിൾ എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് HR ഇസ് മൈ സ്ട്രെങ്ത്. കാരണം ഹ്യൂമൻ റിസോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ സ്ട്രെങ്ത്താണ്. സ്ട്രാറ്റജി ഇസ് മൈ സ്ട്രെങ്ത്. ബിക്കോസ് സ്ട്രാറ്റജിക്കലി ഇഫ് യു ആസ്ക് മീ, വെൽത്ത് മാനേജ്മെന്റ് പറയുന്നത് ആദ്യം തുടങ്ങിയത് ഞാനാണ്. ഇന്നിപ്പം ലോകം മുഴുവൻ എല്ലാവരും വെൽത്ത് മാനേജ്മെന്റ് പറയുന്നുണ്ട്. അപ്പോൾ 2011 എനിക്കത് വിഷ്വലൈസേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നിപ്പോൾ ഞാൻ എടുക്കുമ്പോൾ എൻ്റെ CEO, CFO, COO, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഇവരെല്ലാവരും തന്നെ ആ സ്ട്രെങ്ത്തുകളുള്ള ആൾക്കാരായിരിക്കും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ആ എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എൻ്റെ ചുറ്റിനും ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ പ്യുവർലി 10 member ടീം, ആ സ്ട്രോങ് ഒരു കോർ ടീം ഉണ്ടാവും, നമ്മൾ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്ന ആ 10 പേരുമായിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് താഴേക്ക് അവർ ദേ വിൽ ഹാവ് ദെയർ ഓൺ 10 member ടീം, ഓരോരുത്തരുടെ അണ്ടറിൽ. ഇങ്ങനെ ഒരു സ്ട്രക്ചറിലാണ്. ലീവ് ഓൾ ദ ഡെസിഗ്നേഷൻസും മറ്റേതൊക്കെ വിട്ടേക്കും. ഈ 10 member ടീം ഡെസിഗ്നേഷൻസിൽ എവിടെയാണെന്നുള്ളതിനെക്കാട്ടി ഉപരി അത് ആ കോർ ടീം എന്ന് പറയുന്നത് നമ്മൾ പറയും ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അത് ചിലപ്പോൾ ഏറ്റവും താഴെയുള്ള ഒരു ചിലപ്പോൾ ഒരു ഏറ്റവും അവിടെ താഴെ നിന്ന് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കിട്ടേണ്ട ഒരാളും ആ ഇലുമിനാറ്റിയിലുണ്ടാവും. മനസ്സിലായല്ലേ? ഇറ്റ് ഈസ് നോട്ട് ഡെസിഗ്നേഷൻ ബേസ്ഡ് അല്ല, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബേസ്ഡ്. അപ്പോൾ അവർക്കും ഓരോരുത്തർക്കും അവരുടെ താഴെയും അവരുടെ ഇലുമിനാറ്റീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് ബിൽഡ് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ അനൗൺസ്ഡ് കോർ ടീം അല്ല, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് അല്ല അവിടെ. മനസ്സിലായല്ലേ? ഇറ്റ് ഈസ് നോട്ട് എ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ബേസ്ഡിലല്ല. അങ്ങനെ ഒരു ടീം ഉണ്ടാവും, അങ്ങനെ അവർക്കും താഴെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് ബിൽഡ് ചെയ്ത് പോകുന്നത്. ബേസിക്കലി ഫോക്കസ് ഓൺ ദി സ്ട്രെങ്ത് ആൻഡ് ഡെലിഗേറ്റ് ദ വീക്ക്നെസ് എന്നുള്ള സംഭവമാണ്. അപ്പോൾ ആ ഒരു ജേർണിയിൽ ഓക്കെ, സിൻസ് യു സെഡ് ഈ HR ആണ് ഒരു കോർ എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ ആസ് യു സെഡ് ഒരു EQ ഹൈ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കണം ഫ്രണ്ട് ഫേസിങ് ടു ദ ക്ലയൻറ്റ്. അപ്പോൾ ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ഓക്കെ പേഴ്സൺ ആസ് എ ഗുഡ് EQ എന്നുള്ള ആ ഒരു കോർ സെറ്റ് ഓഫ് തിങ്സ് എന്തായിരിക്കും? അല്ല, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ക്ലയൻറ്റിൻ്റെ ബേസിലാണ് ആ IQ വരുന്നത്. അല്ല, ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ എല്ലാവർക്കും EQ വരണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ക്ലയൻറ്റിൻ്റെ ഫേസ് ചെയ്യുന്ന ഒരു 10-50 പേരുണ്ടാവും, അവർക്കാണ് ആ EQ കോഷ്യൻ്റ് വേണ്ടത്. അവർക്ക് EQ-നെക്കാട്ടി കൂടുതൽ ലിസണിങ് കപ്പാസിറ്റി. കാരണം നമ്മളെപ്പോഴും ഒരു ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് എപ്പോഴും തെറ്റുന്നത്, നമ്മളെപ്പോഴും ഒരു സെയിൽസ് ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ ഫ്രണ്ടിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ സംസാരിക്കുന്നത് കുറഞ്ഞിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കണം. ഈ വെൽത്ത് മാനേജ്മെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ ലിസണർ ആവണം. ഇഫ് യു ആർ എ ഗുഡ് ലിസണർ യു വിൽ ബി ഏബിൾ ടു ഗിവ് ദ സൊല്യൂഷൻ റാദർ ദാൻ യു പുഷിങ് ഡൗൺ ദ പ്രോഡക്റ്റ്. നമ്മളെപ്പോഴും സാധാരണ സെയിൽസ് ആൾക്കാരെ കണ്ടിരിക്കുന്നത് വിളിച്ചിട്ട് ഇങ്ങനെ പടപടുകയും പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ല വേണ്ടത്. നമുക്ക് അവരുടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ പറയുന്ന ഒരു ക്യൂരിയോസിറ്റി ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൻ്റെ അതിന് ആൻസർ കിട്ടി അവരെ കൊണ്ട് സംസാരിപ്പിച്ചാലേ നമുക്ക് കറക്റ്റ് സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അവിടുത്തെ EQ ഫ്രണ്ടിൻ്റെ. പക്ഷേ ഐ എം നോട്ട് ദ ഹോൾ കമ്പനി ഡസൻ നീഡ് ദാറ്റ്. ഓരോരുത്തർക്കും ഓരോ റോൾസ് ഉണ്ടല്ലോ. ഓപ്പറേഷൻസ് ആൾക്കാർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്.
മനസ്സിലായില്ലേ? ഇപ്പോൾ ഫെലിക്സിൻ്റെ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര പേര് അതിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവണം, യെസ്. അല്ലെങ്കിൽ അത് മാത്രമല്ലല്ലോ കാര്യം. അപ്പോൾ ആ ബാക്ക് എൻഡിൽ ആൾക്കാരുടെ സ്ട്രെങ്ത് അവരുടെ സ്ട്രെങ്ത്താണ്. അത് ഭയങ്കരമായിട്ട് നമ്മൾ അംഗീകരിക്കുകയും റെക്കഗ്നൈസ് ചെയ്യുകയും അപ്രീഷിയേറ്റ് ചെയ്യും അത് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. അപ്പോൾ HR പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ എല്ലാ ആംഗിളിലും അവരുടെ റോൾസിലെ കുറിച്ചുള്ള ധാരണ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ അസ് ടു. ഓക്കെ, മേ ബി ഞാൻ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ തിരിച്ചാക്കാം. അതായത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ്, ഓക്കെ, ലെറ്റ്സ് സേ യു ആർ ഹയറിംഗ് ഫോർ CEO ഇൻ യുവർ കമ്പനി. ഓക്കെ, ഹൗ ഡു യു ഗോ അബൌട്ട് ഫൈൻഡിങ് ദ CEO? സോ ഫൈൻഡിങ് ദ CEO ഇസ് പ്യുവർലി ബേസ്ഡ് ഓൺ നമ്മുടെ എന്താണോ ഒബ്ജക്റ്റീവ്, എന്താണോ ക്ലിയർ KRA ഉണ്ടാവും. ആ കീ റെസ്പോൺസിബിലിറ്റി ഏരിയാസ്, KRA കീ റെസ്പോൺസിബിലിറ്റി ഏരിയാസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അതിൽ മാപ്പ് ചെയ്ത് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എടുക്കുന്നതിലല്ല ഇരിക്കുന്നത്, എങ്ങനെയാണ് ആ ഒരാൾ ആ സ്ഥാപനത്തിൽ നിൽക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് എല്ലാവരും ചോദിക്കുന്നത്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എടുത്തു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ പോയി, ഇത് പോയി എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു വിഷ്വലൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്ന വിഷ്വലൈസേഷൻ, ദർ ഇസ് ഓൺലി 3 സിനാരിയോസ് അറ്റ് പ്ലേ. ഓക്കെ, 1 place, you growing, company growing, everyone happy. I'm talking about a bigger hire. ബിഗർ ഹയർ ആണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അതെ അതെ, ഹൂ നോസ് ദ വിഷ്വലൈസേഷൻ. എല്ലാവർക്കും വിഷ്വലൈസേഷൻ ഉണ്ടാവണമെന്നില്ലല്ലോ, കറക്റ്റ്. മനസ്സിലായല്ലേ? അപ്പം ഹൂ നോസ് ദ വിഷ്വലൈസേഷൻ, അയാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കമ്പനിക്ക്. അപ്പം ആ കമ്പനിയുടെ ഗ്രോത്തിനെ കുറിച്ചും ധാരണ ഉണ്ടാവണം, ആളുടെ ഗ്രോത്തിനെ കുറിച്ചും ധാരണ ഉണ്ടാവണം. ഇത് രണ്ടുപേരും ഒരുമിച്ച് ഗ്രോ ചെയ്യുകയാണെങ്കിൽ എവരിബഡി ഈസ് ഹാപ്പി. സിനാരിയോ 2, he is growing as a person, but the company is not growing for some reason, maybe strategic mistake, some issue, but he is growing. Then he should move out. Yeah. He will move out. Correct? He will look at other opportunities. വേറെ സ്ഥലങ്ങളിൽ നോക്കും. തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. മൂന്നാമത്തെ സാഹചര്യം, കമ്പനി ഈസ് ഗ്രോയിങ്, ഹീ ഈസ് നോട്ട് ഗ്രോയിങ്. കമ്പനി സ്ട്രാറ്റജിക്കലി ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്, പക്ഷേ ഇദ്ദേഹം ഇപ്പോഴും പഴയ ആനപ്പുറത്തിരിക്കുകയാണ്. മനസ്സിലായി? പഴയ താഴ്മ്പും പറഞ്ഞിരിക്കുകയാണെങ്കിൽ നടക്കുമോ? നടക്കൂല. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ അവർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അത് പീരിയോഡിക്കാണ്. നമ്മൾ വേണമെങ്കിൽ എപ്രൈസൽ എന്ന് പറയാം. എപ്രൈസലിനെക്കാട്ടി ഉപരി വേറൊരു പ്രോസസ്സ് കൂടെ അത് അറിയിച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. അവർക്ക് അറിയാൻ പറ്റും, ക്ലിയർ ധാരണയിലല്ലേ പറയണേ, ആർ യു ഗ്രോയിങ്, ദ കമ്പനി ഗ്രോയിങ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കമ്പനി ആൾ ഗ്രോ ചെയ്യുന്നു, കമ്പനി ഗ്രോ ചെയ്യുന്നു, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. എനിക്ക് ഒരു കോംസും ഉള്ള ആളല്ല, എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. അവർ പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയാറ്. പോകുമ്പോൾ സങ്കടം വരും, കാരണം നല്ലൊരു റിസോഴ്സ് അല്ലേ പോകുന്നത്. പക്ഷേ എനിക്കത് ഡെലിവറി ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ പോകുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് പോകുന്നതുകൊണ്ട് വളരെ അംഗീകാരത്തോട് വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞു വിടുള്ളൂ. തിരിച്ചാണെങ്കിലും അത് അവർ അംഗീകരിക്കണം. ആ ഒരു കോണ്ടെക്സ്റ്റാണ് ഞാൻ എപ്പോഴും ഇവരോട് പറയാറുള്ളത്. അപ്പോൾ അത് ആ സ്ലേറ്റ് കറക്റ്റ് ആകുമ്പോൾ നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് വരില്ല. ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവിടെ വീണ്ടും ചോദിക്കുക, നിങ്ങളെ റീഹയർ ചെയ്ത് മുമ്പ് എത്ര പൈസ കിട്ടും? നിങ്ങളെ റീഹയർ ചെയ്താൽ ഇപ്പം എത്ര പൈസ കിട്ടും? എത്ര പൈസയിലായിരിക്കും ഒരാൾ റീഹയർ ചെയ്യുന്നത്? അത് നിങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളൊരു എക്സിൽ വന്നു, അപ്പോൾ നമ്മൾ ഗ്രോ ചെയ്തു, നിങ്ങൾ ഇന്ന് റീഹയർ ചെയ്താൽ എത്രയിൽ റീഹയർ ചെയ്യും, എത്ര CTCയിൽ റീഹയർ ചെയ്യും, ഏത് പൊസിഷനിൽ റീഹയർ ചെയ്യും? ആസ്ക് യുവർ സെൽഫ്. ഇഫ് യു ആർ ഗ്രോയിങ് ദെൻ യു നോ, അറിയാമല്ലോ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടോ എന്ന്. ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ കൺഫ്യൂഷൻ ഇല്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ആസ് യു റൺ ദ കമ്പനി, പല റോൾസും ഡെലിഗേറ്റഡ് ആണല്ലോ. ഹൗ ഡു യു എൻഷുർ തിങ്സ് ആർ വർക്കിംഗ് പ്രോപ്പർലി എന്നുള്ളത്, അല്ലെങ്കിൽ ഹൗ ഡു ഡെലിഗേറ്റ് റിയലി വെൽ? ആ ഒരു വേ ഓഫ് ട്രെയിനിങ്. സോ ദർ ആർ 2 മെട്രിക്കാണ് ഉള്ളത്. എപ്പോഴും എല്ലാ കമ്പനികളുടെ മെട്രിക്ക് പ്രോഗ്രസ് മെട്രിക്കാണ്, എത്ര റവന്യൂ കയറുന്നു, എത്ര കാര്യം എന്നുള്ളത്. പക്ഷേ നമ്മുടെ മെട്രിക്ക് ആദ്യം പ്രോസസ് മെട്രിക്കാണ് നോക്കുന്നത്. പ്രോസസ് മെട്രിക് എന്ന് പറയുന്നത് നമ്മൾ വളരെ സിമ്പിൾ, ഒരു HR പ്രോസസ്സാണ് എല്ലാ ദിവസവും ഷോ അപ്പ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? 9 മണി തൊട്ട് 5 മണി വരെ വരുന്നെങ്കിൽ 9 മണിക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 9 എന്നുള്ളത് 9:30 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഡിസിപ്ലിനിൽ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഒരു CRMത്തിൽ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന ടിക്കറ്റ്സ് റേസ് ചെയ്യുക എന്നുള്ളത്, ടിക്കറ്റ്സ് ഇടുക എന്ന് പറയുന്നത്, ഇങ്ങനെ പറയുന്ന കുറേ ഓപ്പറേഷണൽ മെട്രിക്കുകളുണ്ട്. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെയാണ് നമുക്കറിയാം ആ ഒരു ഡിസിപ്ലിൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് പ്രോഗ്രസ്സിലേക്ക് വരും. പ്രോഗ്രസ് വേറെ രീതിയിലും വരാം, ചിലപ്പോൾ ജാക്ക് പോട്ടുകൾ വരാം. കാരണം അവർക്ക് പ്രോസസ്സൊന്നും വലിയ താല്പര്യമില്ല, പക്ഷെ അവർ മിടുക്കരായിരിക്കും സെല്ല് ചെയ്യാൻ.
മനസ്സിലായില്ലേ? മിടുക്കരായിരിക്കും സെല്ല് ചെയ്യാൻ. അവർ മിടുക്ക് സെല്ല് ചെയ്തു, അല്ലെങ്കിൽ മിടുക്കരായിട്ട് ഒരു ബിസിനസ് കൊണ്ടുവന്നു, ഭയങ്കര വന്നു, അത് പ്രോഗ്രസ് വരും. പക്ഷേ അതിനെ നമ്മൾ കൂടുതൽ വാല്യൂ ചെയ്യില്ല. ഓ വൈ? ബിക്കോസ് അപ്പോഴത്തെ കൂടുതൽ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഉണ്ടാവും. നമുക്കെങ്ങനെ അറിയും? ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണോ ബിൽഡ് ചെയ്യുന്നത്, അതൊരു വ്യക്തി തന്നെയാണോ ബിൽഡ് ചെയ്യുന്നത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണോ ബിൽഡ് ചെയ്യുന്നത്, വ്യക്തിയാണ്. ഇപ്പോൾ വ്യക്തിപരമായിട്ടാണ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം ആലോചിച്ചാൽ മതി. വ്യക്തികൾ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ വ്യക്തികൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഒരു പ്രോസസ്സിൽ ഫോളോ ചെയ്തിട്ട് വേണം വീഴാൻ. പ്രോസസ്സിൽ നിൽക്കുന്ന ആൾക്കാർ അത് പെർഫോം ചെയ്യുമ്പോൾ വിൻ വിൻ ഫോർ എവരി വൺ. പ്രോസസ്സിൽ നിൽക്കാതെ ഒരാൾ പെർഫോം ചെയ്താൽ ഡേഞ്ചറാണ്. ഡേഞ്ചർ ഇൻ ദ സെൻസ്, നാളെ ആൾ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? കാരണം ആൾ പിന്നെ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. ശരിയല്ലേ? കാരണം പുള്ളി ഈസ് എ പെർഫോമർ. ഇറ്റ്സ് എ വെരി സിമ്പിൾ. നമ്മുടെ ജോഹാരി വിൻഡോയിൽ പറയുന്ന പോലെ ഏറ്റവും ടോപ്പ് പെർഫോമർ, ലോ ലോയൽറ്റി, വിൽ യു കീപ്പ് ഹിം? ഏറ്റവും ഈസിയസ്റ്റ് ഒരാളെ വിടുന്നത് ലോ പെർഫോമർ, ലോ ലോയൽറ്റി, ഈസിയസ്റ്റ് ടു സാക്ക്. ടോപ്പ് പെർഫോമർ, ലോ ലോയൽറ്റി, ടഫ്. കറക്റ്റ്? ലോ പെർഫോമർ, ഹൈ ലോയൽറ്റി, tough. You understood? As far as I am concerned, low performer, high loyalty, I will still maintain. Top performer, low loyalty, I will not maintain. Makes sense. I will not maintain because that I am running an institution. Institution has to last for ages. അടുത്ത വർഷങ്ങളിലും കാലഘട്ടങ്ങളും മാറണ്ടേ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേബി മെറൈൻ എന്ന് പറയുന്നത് 50 കൊല്ലം 60 കൊല്ലമായ സ്ഥാപനമല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടുത്ത വർഷങ്ങളിൽ നിൽക്കുന്നതിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാവണ്ടേ? അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞ് നിർത്തുന്ന സ്ഥാപനത്തിനെ അല്ലല്ലോ നമ്മൾ നോക്കുന്നത്. എനിക്ക് നെക്സ്റ്റ് സെറ്റ് ഡബിൾ ടാപ്പ് ചെയ്യാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബേബി മെറൈൻ വെഞ്ചേഴ്സ് സംഭവമുണ്ട്. അവിടെ യു ഇൻറ്ററാക്ട് വിത്ത് അതർ ഫാമിലി ഓഫീസേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പിന്നെ ഈ പറഞ്ഞ ലെഗസി സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ ആസ് യു സെഡ്, ഇപ്പോൾ ചില ആൾക്കാർ ഓൾറെഡി ഒരു പ്രീ ഹിസ്റ്റോറിക്കൽ ഇതുണ്ട്, ദെൻ ദേ ഹാവ് ടു ക്രിയേറ്റ് ദെയർ ഓൺ പാത്ത്. ആ ഒരു സോർട്ട് ഓഫ് സ്വിച്ചിങ് ദ തോട്ട് എന്നാണല്ലോ. മേ ബി യു ഹാവ് എക്സാമ്പിൾസ് ആസ് വെച്ചില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈ എപ്പോഴും ലെഗസി കമ്പനീസിൽ അങ്ങനത്തെ ഒരു സെറ്റ് എപ്പോഴും ഉണ്ടാവും ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓഫ് കോഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഏത് ലെഗസി കമ്പനീസിലും എല്ലാ കമ്പനികൾക്കും അതിൻ്റേതായ സ്ട്രെങ്ത്തും വീക്ക്നെസ്സുകളും ഉണ്ടാവും. എല്ലാം. ബേബി മെറൈൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്താണ് ഈ ഇത്രയും നാൾ നിൽക്കാൻ സാധിക്കുന്നത്. സ്റ്റേയിങ് റെലവൻറ്റ് ഫോർ സോ ലോങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് സ്ട്രാറ്റജികൾ മാറിയിട്ടുണ്ടാവും. അതിൻ്റെ അത് ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ക്യാപിറ്റലാണ്. ഹൗ ക്യാപിറ്റൽ ഇസ് അലോക്കേറ്റഡ് പ്രോപ്പർലി. എക്സ്പ്ലെയിൻ മോർ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിപ്പം ഒരു ബിസിനസ്സിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, നമ്മളൊരു കാര്യം ലോങ് ടേം ബിസിനസ്സിൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ലോങ് ടേം ബിസിനസ് എന്ന് പറയാനൊക്കെ കൊള്ളാം, ഷോർട്ട് ടേം പൈസ കിട്ടിയില്ലെങ്കിൽ നിൽക്കാൻ പറ്റുമോ? ക്യാഷ് ഫ്ലോ വരണ്ടേ? ക്യാഷ് ഫ്ലോ ഒരിക്കലും പറ്റില്ല. ബേബി മെറൈൻ ഈസ് ഹാവിങ് എ ഗുഡ് സ്കിൽ ഓൺ ദാറ്റ്. ബേബി മെറൈൻ ആസ് എ കൾച്ചർ, ആസ് എൻ ഓർഗനൈസേഷൻ ഹാസ് എ എക്സ്ട്രീം സ്കിൽ ഓൺ ദാറ്റ്. കാരണം ഷോർട്ട് ടേം മണീനെ കുറിച്ചും വളരെ ബോധേഡാണ്. എന്നിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും. ഈ രണ്ടും ഹാൻഡിൽ ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. ഷോർട്ട് ടേമിനെ കുറിച്ച് ബോധേഡായിരിക്കണം, പക്ഷേ ലോങ് ടേമിനേക്കുള്ള വിഷ്വലൈസേഷൻ ഉണ്ടാവുകയും ചെയ്യണം. അത് ഞാൻ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ടൊരു ക്യാരക്ടറായിട്ട് പഠിക്കുന്നത്. അത് ആരായിരിക്കും അത് കൊണ്ടുവന്ന ഐഡിയ? എൻ്റെ ഫാദർ തൊട്ട് ഇപ്പം എൻ്റെ യങ്ങർ ബ്രദർ ഇസ് എ ഗുഡ് കോൺട്രിബ്യൂട്ടർ ഇൻ ദാറ്റ്. ബിക്കോസ് ഹി നോസ് ഹൗ ടു ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ആ ഷോർട്ട് ടേം ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഉപയോഗിക്കാനുള്ളൊരു കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ലോങ് ടേം വിഷൻ. മനസ്സിലായി? ഇപ്പോൾ ഹെഡ്ജ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. അങ്ങനെ ഒരു ലോങ് ടേമിലേക്ക് ചെയ്യുന്നത്. ഞാനൊരു ലോങ് ടേം പ്ലെയറാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നിന്ന് ഇൻബൈബ് ചെയ്തുകൊണ്ട് ഞാൻ ഹെഡ്ജിൻ്റെ ഉള്ളിലും അതങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹെഡ്ജ് എക്വിറ്റീസും ഹെഡ്ജ് ഫിനാൻസ് എന്ന് പറയുന്ന 2 കോർ വെർട്ടിക്കളാണ് ബിസിനസ്സിൽ. എക്വിറ്റീസ് എന്ന് പറയുന്നതാണ് വെൽത്ത് മാനേജ്മെൻറ്റ് ബിസിനസ്, ഹെഡ്ജ് ഫിനാൻസ് എന്ന് പറയുന്നതാണ് ലെൻഡിങ് ബിസിനസ്. ഹെഡ്ജ് എക്വിറ്റീസിൽ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിനെ ഞാൻ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റും ഓപ്പർച്യൂണിറ്റീസിലും ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വാറൻ ബുഫേ പോലെ, ബർക്ക്ഷയർ പോലെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസും ഇൻവെസ്റ്റ്മെൻറ്റും ആലോചിച്ചുകൊണ്ടേയിരിക്കും. അവിടെ പോയി വീണ്ടും ലോങ് ടേം എന്ന് പറഞ്ഞിട്ട് വേറെ വീണ്ടും സ്ട്രാറ്റജി ചെയ്യലല്ല. അതേസമയം ഹെഡ്ജ് ഫിനാൻസിൽ ഐ ഹാവ് ടു കീപ് പമ്പിങ് ഇൻ മണി. ദാറ്റ് ഈസ് എ ലോങ് ടേം പ്ലേ. ബിക്കോസ് NBFCയിൽ കുറേ കൂടെ ലോങ് ടേം പ്ലേ വേണം. ഹെഡ്ജ് എക്വിറ്റീസ് ഇസ് സ്റ്റിൽ എ ലോങ് ടേം കമ്പനി, ബട്ട് അതിൻ്റെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത് കുറേ കൂടെ നമ്മൾ സ്മാർട്ടായിട്ട് ഉപയോഗിക്കും. കാരണം ഇപ്പോൾ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യും. മനസ്സിലായി? ഹെഡ്ജ് എക്വിറ്റീസ് ഇസ് എ ഇൻവെസ്റ്റർ ഇൻ സ്റ്റാർട്ടപ്പ്. പല സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യും, പല ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ചെയ്യും, ലാൻഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും, പലയിടത്ത് ചെയ്യും. ഏതാണ് വെർട്ടിക്കൽ വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അവിടെ നോ ദാറ്റ്. അപ്പോൾ അലൊക്കേഷൻ ഓഫ് ക്യാപിറ്റൽ ബേബി മെറൈൻ എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്.
പിന്നെ രണ്ടാമത്തെ ഹാഫ് ചോദിച്ചത് ഈ എങ്ങനെയാണ് ഈ പഴയ ആൾക്കാരെ ലെഗസി ആൾക്കാരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെയും ഞാൻ പറയാം, ഈ കൾച്ചർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എൻ്റെ ഫാദറും അവരുടെ ബ്രദറും വാസ് റണ്ണിങ് ദ ഷോ. നമ്മൾ വന്ന് അപ്പം തന്നെ റിട്ടയർ ചെയ്തു. റിട്ടയർ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ഫ്രീഡം തരാനുള്ള രീതിയിൽ they didn't stay. ബട്ട് ഒബ്വിയസ്ലി ദേ ആർ ദെയർ ആസ് മെൻറ്റേഴ്സ്. നമ്മളിത് സംസാരിക്കുന്നു, പറയുന്നു, എല്ലാം പറയുമ്പോഴും അവരവരുടെ ഇൻപുട്ട് പറയും. നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം. ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി, ഇങ്ങനെ നാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ദേ ഗിവ് ദ ഫ്രീഡം ടു മേക്ക് മിസ്റ്റേക്സ്. അപ്പോൾ സിമിലർലി ഞങ്ങൾ തിരിച്ചും ഞങ്ങളുടെ ജൂനിയേഴ്സിനോട് അത് തന്നെ ചെയ്യും. കാരണം അതാണ് ലെഗസി. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? എന്തിനാണ് നമ്മൾ അത് പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല? കാരണം അവരവരുടേതായ ലൈഫിലേക്ക് അവരങ്ങോട്ട് മാറുകയാണ്. മനസ്സിലായില്ലേ? അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൾച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർക്കായാലും ഇല്ല, ആ കോണ്ടെക്സ്റ്റ് ഇല്ല. ആ കോണ്ടെക്സ്റ്റ് ഇല്ലാത്തത് നമ്മളുടെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതേസമയം അവർക്ക് അവരുടേതായ സ്പേസ് എല്ലാം ഉണ്ട്. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള മണിയും സ്പേസും എല്ലാം അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഈ ബിസിനസ്സിലേക്ക് അവർ വരുന്നില്ല. ബിസിനസ്സിലേക്ക് അവർ വരില്ല. അത് അവരെടുത്ത ഡിസിഷൻ അല്ലേ, ഞങ്ങൾ ചോദിച്ച ഡിസിഷൻ അല്ലല്ലോ. ഞങ്ങൾ പറയില്ലല്ലോ അപ്പോൾ നിങ്ങൾ മാറിയിരിക്കുന്നു പറയില്ലല്ലോ. അവർ വന്നു, ഞങ്ങൾ മാറുകയാണ്, നിങ്ങൾ ചെയ്തോളൂ. ചെയ്യുന്ന മിസ്റ്റേക്ക് ആണെങ്കിലും അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞ ചില തിയറീസ് ഉണ്ടല്ലോ, അത് അങ്ങനെ ചെയ്ത് പോവുക. അതേസമയം സ്റ്റേ റെലവെൻറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ മോഹൻലാൽ വേഴ്സസ് പ്രണവ് മോഹൻലാൽ, ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ അത് ഫെലിക്സ് ക്ലാസിക് എക്സാമ്പിളാണ്. നമ്മളെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, ഈ ലെഗസി ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും പറയും നെപ്പോട്ടിസം മറ്റേ മറിച്ച് എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ ഷൂസിലൊന്നും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അമിതാഭ് ബച്ചൻ്റെ മോൻ അഭിഷേക് ബച്ചൻ്റെ ഷൂസിലൊന്നും ആലോചിച്ചിട്ടുണ്ടോ? ഹൂ ഇസ് അമിതാഭ് ബച്ചൻ, ഹൂ ഇസ് അഭിഷേക് ബച്ചൻ? യു അണ്ടർസ്റ്റുഡ്? ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അവരുടെ ഷൂസിൽ ഇറ്റ്സ് വെരി ടഫ്. പക്ഷേ ലാലങ്ങളുടെ സംബന്ധിച്ചോളം, മോഹൻലാലിനെ സംബന്ധിച്ചോളം, പ്രണവ് മോഹൻലാലിന് കൊടുത്തിരിക്കുന്ന സ്പേസും ഇതും ഡിഫറെൻ്റ് ആണ്. ഇൻ ദ സെൻസ് അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. അവരോട് ഒരു ഇവിടെ വന്ന് ഈ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കറക്റ്റാണോ? അഭിനയിച്ച് അല്ലെങ്കിൽ എൻ്റെ ലെഗസിയിൽ ഫോളോ ചെയ്യണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുഴപ്പമായി. ഹി വിൽ ബി സ്റ്റക്ക് ഇൻ ടോട്ടൽ. അവിടെ ഈ പുള്ളിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻ ലാലങ്ങളും സുവിശേഷിയും കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തുകൊണ്ടല്ലേ അപ്പുവുമായും അങ്ങനെ ആയത്. ദേ ബിക്കേം ലൈക്ക് ദാറ്റ്. അപ്പം അവരുടെ അപ്പം ഓട്ടോമാറ്റിക്കലി എന്താ, പ്രണവ് മോഹൻലാൽ ഏത് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. പുള്ളിനെ ഏതോ ഒരു കാട്ടിൽ എവിടെയെങ്കിലും കാണും, ആൾക്കാർ അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യുന്നു, ഉടനെ സഡൻലി ഇറ്റ് ബിക്കംസ് വൈറൽ. ഐ നോ ഹി ക്യാൻ ലിവ് ഇൻ 500 rupees per day. മനസ്സിലായില്ലേ? ഐ നോ ഹി ക്യാൻ ഡു ദാറ്റ്. ആൻഡ് ദ വെരി റീസൺ ഈസ് കമ്മിങ് ടു ആക്ട് ഓൾസോ ഈസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് പാഷൻ. പിന്നെ ഇത് വരുമ്പോൾ സിനിമ പാഷൻ അല്ല എന്നല്ല ഞാൻ പറയണത്. സിനിമയിൽ ഈസ് വെരി സെലക്റ്റീവ്. വേണ്ട അത്രയും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ അത് തന്നെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കണം, ഭയങ്കരമായിട്ട് ഒരു പേര് സിനിമയിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളല്ല. പുള്ളിയുടെ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. പുള്ളിക്ക് അതിൻ്റെ ക്രിയേറ്റീവ് സൈഡിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ പുള്ളി വന്ന് ചെയ്യും. പിന്നെ എൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് പുള്ളി ട്രാവൽ ചെയ്യും. അതാണ് ഇന്നത്തെ പുള്ളിയുടെ സ്പേസ്. നാളെ എന്താവുന്നുള്ള വീട് ഉണ്ടോ, പക്ഷെ അതിൻ്റെ ഫ്രീഡം അവിടെ ഉണ്ട്. ഇന്ന് അദ്ദേഹം ഒരു ബ്രാൻഡാണെന്ന് ചോദിച്ചാൽ ഓൾറെഡി ബ്രാൻഡാണ്. ഇൻ എ ഡിഫറെൻറ്റ് വേൾഡിലല്ലേ ബ്രാൻഡ്. വി ഓൾ നോ ദാറ്റ് ഈസ് എ ബ്രാൻഡ്, ബട്ട് ഹി ഈസ് നോട്ട്. ആ പൊട്ടൻഷ്യൽ അൺലീസ് ചെയ്യുന്നില്ല. അതെങ്ങനെയാണ് സംഭവിച്ചത്? ആ മോഹൻലാൽ എന്ന് പറഞ്ഞ ലെഗസിയിലല്ല നിൽക്കുന്നത്. ഹി ഈസ് ക്രിയേറ്റിംഗ് ഹിസ് ഓൺ ലെഗസി. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ഉണ്ട്. അതായത് ആ ലെഗസി ഓണേഴ്സ് തന്നെ അതിനൊരു സൊല്യൂഷൻ കൊടുക്കണം, അതിനുള്ള ഫ്രീഡം കൊടുക്കണം, സപ്പോർട്ട് കൊടുക്കണം. പൈസേനെക്കാട്ടിക്ക് ഉപരി ഒരു സപ്പോർട്ട് കൊടുക്കണം. ലെഗസി ഓണേഴ്സ്, ഇപ്പോൾ എൻ്റെ ഫാദർ തന്ന എനിക്ക് സപ്പോർട്ട് ടു മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ഡു സംതിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി ആർ ഡൂയിങ്. അതേപോലെ തന്നെ മോഹൻലാൽ കൊടുക്കുന്ന സപ്പോർട്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഡിഫറെൻ്റാണ്. ഇതൊന്നും നമ്മൾക്ക് അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ അകത്ത് ആ ഷെല്ലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കംഫർട്ട് സോണൊക്കെ മാറി വേറെ സ്ഥലത്ത് പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അംബാനി അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ആൻഡ് തേർഡ് ജനറേഷൻ മേ ബി സ്ക്രൂസ് അപ്പ് ദ ലോട്ട് തിങ് ആൻഡ് ദെൻ അഗെയിൻ സ്റ്റാർട്ട്സ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഓരോ ജനറേഷൻ വൈസ് ഇങ്ങനെ ഈസിലി സ്വിച്ച് ഓൺ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ബേബി മെമ്മോറിയൽ കോണ്ടെക്സ്റ്റ് വെച്ച് തന്നെ അത് പറയുകയാണെങ്കിൽ
സോ ഭയങ്കര ടഫാണ് ഐ വിൽ സേ. പക്ഷേ പലർക്കും പല ഡിഫറൻസ് ഒപ്പീനിയൻസ് ഉണ്ട്. പല ആൾക്കാരും ഓക്കെ ദേ മൈ സീ ദ പോസിബിലിറ്റി, ദേ വാണ്ട് ടു ഡു സംതിങ് എൽസ്, ദേ വാണ്ട് ടു ഗോ അബ്രോഡ്. അപ്പോൾ ലോട്ട് ഓഫ് തിങ്സ് ആർ ദർ റൈറ്റ്. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ എങ്ങനെയാണ്? സോ റിലയൻസിനെ ഞങ്ങൾ കൂടുതലായിട്ട്, റിലയൻസിൻ്റെ എക്സാമ്പിൾ പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞങ്ങൾ കുറേ ട്രാക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. കാരണം റിലയൻസിൻ്റെ ട്രാക്കിൽ ആലോചിച്ചാൽ ഇപ്പോൾ മുകേഷ് അംബാനി ക്രിയേറ്റ് ചെയ്തൊരു എംപയർ. അപ്പോൾ അതിൻ്റെ അകത്ത് ലെഗസി ഭയങ്കര പ്രോബ്ലം. എല്ലാവരും ചോദിക്കുന്നതാണ് മുകേഷ് അംബാനി, ആഫ്റ്റർ മുകേഷ് അംബാനി ഹൗ തിങ്സ് വിൽ ഷേപ്പ് അപ്പ് എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങളുടെ സ്റ്റഡിയിൽ മനസ്സിലാക്കിയിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ദ സിസ്റ്റം ഇസ് ഇൻ പ്ലേസ്. കാരണം ഇഷ അംബാനി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് റീറ്റെയിൽ, ആനന്ദ് അംബാനി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദ ഓയിൽ, മനസ്സിലായില്ലേ? മറ്റേ മോനാണ് ജിയോ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 പേരാണ് അത് ക്ലിയർ ആയിട്ട് ചാലഞ്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ റോൾസ് വളരെ ക്ലിയർലി ഡിഫൈൻഡ് ആണ്. ഒബ്വിയസ്ലി ഇവർക്ക് ക്രോസ് ഹോൾഡിംഗ് ഷെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ റോൾസ് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ലെഗസി ആര് ക്രിയേറ്റ് ചെയ്യും? ഇവിടെ നിന്നുള്ള ഗ്രോത്ത് 3 ആര് ക്രിയേറ്റ് ചെയ്യണം? അവർ തന്നെ ക്രിയേറ്റ് ചെയ്യണം. മുകേഷ് അംബാനി കൊണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നതും ഒരു ക്ലിയർ സ്ട്രാറ്റജി ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി ഇവർ 3 പേര് അവർ പ്രൂവ് ചെയ്യണം, ഇവിടുന്ന് എവിടെ കൊണ്ടുപോകണം എന്നുള്ളത് 3 പ്രൂവ് ചെയ്യണം. റിലയൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അകത്ത് ക്ലിയർ റോൾസ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടാണ് ഈസ് ഹാൻഡ്ലിങ് ഇത് മാറ്റി കൊടുക്കുന്നത്. പാറ്റേൺ മാറുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ടൈം ഓൺലി വിൽ ടെൽ ഹൂ വിൽ ഡു ബെറ്റർ. ബട്ട് അറ്റ്ലീസ്റ്റ് ദ സിസ്റ്റം ഇസ് ഇൻ പ്ലേസ്, ഇൻഫ്രാ ഇസ് ഇൻ പ്ലേസ് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ലെഗസി കമ്പനീസ് ഹോൾഡ് ചെയ്യുമ്പോൾ ഒരുപാട് രീതികളിൽ ചേഞ്ച് ചെയ്യാം. പക്ഷേ പ്രൈമറി റീസൺ ഇതെല്ലാം കയ്യിൽ വെച്ചിട്ട് നിന്നിട്ട് മറ്റവർക്ക് ചെയ്യാനും പറ്റാണ്ട് ഇരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലെഗസി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ പിള്ളേരെ സംബന്ധിച്ചോളം, ആ ജനറേഷനെ സംബന്ധിച്ചോളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവർക്കൊരു കംഫർട്ട് ഉണ്ടാവും, ലൈഫ് സ്റ്റൈൽ കംഫർട്ട് ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ വെൻ യു ടേക്ക് ചാർജ് കംഫർട്ട് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. കാരണം ഈ മുകേഷ് അംബാനിനെ നമ്മൾ ഇന്ന് ഇത്രയും ഭയങ്കരമായിട്ട് പറയുമ്പോൾ, സോ ഐ ബിൻ ട്രാക്കിംഗ് ഹിം ഫ്രം ലോങ് ബാക്ക്. കാരണം ധീരുഭായ് അംബാനി ഉള്ള സമയത്ത്, അന്ന് അനിൽ അംബാനി മുകേഷ് അംബാനിയും ഏറ്റവും ടോപ്പിൽ വന്ന സമയത്ത് അന്നത്തെ ഏറ്റവും ഫ്ലേവർ വാസ് അനിൽ അംബാനി. മുകേഷ് അംബാനിനെ ആർക്കും അറിഞ്ഞുകൂടാ. മുകേഷ് അംബാനി വാസ് വർക്കിംഗ് ഇൻ ജാംനഗർ ഫാക്ടറി. ജാംനഗറിൽ അവിടെ തന്നെ നിന്നാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് തന്നെ പുള്ളി വാസ് എ എക്സിക്യൂഷനിസ്റ്റ്. വേറസ് അനിൽ അംബാനി വാസ് ഫ്ലൈയിങ്. അനിൽ അംബാനി വാസ് ഓൾ ഓവർ ദ മീഡിയ. അന്നും എല്ലാം അനിൽ അംബാനി വാസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പൊളിറ്റീഷ്യൻസ്. യു ടേക്ക് എനി വൺ ഫോർ ദാറ്റ് മാറ്റർ, എല്ലാം അനിൽ അംബാനിയുടെ കയ്യിലായിരുന്നു. റിലയൻസ് ക്യാപിറ്റൽ, റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര എന്ന് പറയുന്ന എല്ലാ ഹോട്ട് പ്രോജക്ട്സ് എല്ലാം അനിൽ അംബാനിയുടെ കയ്യിലായിരുന്നു. മുകേഷ് അംബാനി ആ സമയത്ത് ആരും അറിയാണ്ട് അവിടെ ജാംനഗറിൽ പുള്ളി അവിടെ ഒരു ഫാക്ടറി സെറ്റ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഹി വാസ് നെവർ ഇൻ ന്യൂസ്. ഞാൻ പറഞ്ഞത് 2004 തൊട്ട് 2010 വരെയുള്ള കാലയളവാണ് പറഞ്ഞത്. അതിനുശേഷം യു നോ വാട്ട് ഇസ് ദ സ്റ്റോറി ഓഫ് അനിൽ അംബാനി. ആൻഡ് ഇന്ന് മുകേഷ് അംബാനി ആയത് അന്നത്തെ, പണ്ട് എപ്പോഴും ധീരുഭായ് അംബാനിയുടെ കൂടെ നടക്കുന്ന സമയത്തും ഞാൻ അനിൽ അംബാനി തെറ്റാന്നല്ല പറയണത്. അനിൽ അംബാനിയുടെ സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് വാസ് ഡിഫറെൻറ്റ്, മുകേഷ് അംബാനി സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് ഡിഫറെൻറ്റ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഈ 3 പിള്ളേരിലേക്ക് മാറുമ്പോഴും അവർ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ടൈം ഓൺലി വിൽ ടെൽ. വി കാൺട്ട് ബി ജഡ്ജ്മെൻ്റൽ ഓൺ ഇറ്റ്. അറിയാൻ പറ്റില്ല, ബട്ട് ടൈം വിൽ സീ. ഇത് കാണുന്ന ഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും മേക്ക് ഷ്യൂർ യു ഷെയർ ദിസ് പോഡ്കാസ്റ്റ്. അത്രയും എഫോർട്ട് ഇട്ട് നമ്മൾ പുട്ട് ചെയ്യുന്ന പോഡ്കാസ്റ്റ് ആണ്. മേക്ക് ഷ്യൂർ യു സബ്സ്ക്രൈബ് ആസ് വെൽ. കാരണം നമുക്ക് ഇനിയും കുറേ കണ്ടന്റ് ഐഡിയാസ് കുറേ പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. സോ താങ്ക് യു ഓൾ, താങ്ക് യു അഗെയിൻ, ആൻഡ് മേക്ക് ഷ്യൂർ യു സബ്സ്ക്രൈബ്. ആൻഡ് നൗ ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, ഇപ്പോൾ മുകേഷ് അംബാനി അല്ലെങ്കിൽ അവരുടെ ധീരുഭായ് അംബാനി ഫസ്റ്റ് ജനറേഷൻ, പിന്നെ സെക്കൻഡ് ജനറേഷൻ മുകേഷ് അംബാനി, തേർഡ് ജനറേഷനാണ് ഇപ്പോൾ ഉള്ള മക്കൾ. പിന്നെ യൂഷ്വലി തേർഡ് ജനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെയിൽ ആവുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഹൗ ആർ യു പ്രിപ്പയറിങ്? ഇപ്പോൾ നിങ്ങളുടെ കേസിലാണെങ്കിലും ഇപ്പോൾ സെക്കൻഡ് ജനറേഷനാണ് അലക്സ്, തേർഡ് ജനറേഷനാണ് മക്കളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ജനറേഷൻ എങ്ങനെ ഷേപ്പ് ചെയ്യണത് ഇൻ ഓർഡർ ടു? സോ ഹിസ്റ്ററി ഹാസ് പ്രൂവൺ ദാറ്റ് ഏറ്റവും ടഫസ്റ്റ് ട്രാൻസിഷൻ വിൽ ബി ഫോർ തേർഡ് ജനറേഷൻ. തേർഡ് ജനറേഷനിലാണ് എപ്പോഴും ടഫ്. കാരണം ഡേറ്റ അങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളിൽ 800 കൊല്ലത്തെ 1000 കൊല്ലത്തെ ഡേറ്റ നമ്മുടെ ഉള്ളത് വെച്ചിട്ട്. കാരണം ജാപ്പനീസ് ഹിസ്റ്ററിയാണ് ഏറ്റവും ഓൾഡസ്റ്റ് ഉള്ളത് ഈ ബിസിനസ് പെർസെ. അതിൻ്റെ അകത്ത് കാണിക്കുന്ന എല്ലാം തേർഡ് ജനറേഷൻ ഇസ് ദ ടഫസ്റ്റ് ടു ക്രോസ് ഓവർ. ടഫാവും കാരണം എന്തായിരിക്കും? ബേസിക്കലി കോംപ്ലസൻസി. എല്ലാവരും ഇരുന്ന് കംഫർട്ടബിൾ ആവും. കംഫർട്ടബിൾ ആവും എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അവരവരുടേതായ കാര്യങ്ങളിൽ ഹാപ്പി ആയിട്ട് കംഫർട്ടബിൾ ആവുമ്പോൾ അവരുടെ റിസോഴ്സസ് ഒക്കെ അത്രയും ഉള്ളപ്പോൾ എന്താ ചാലഞ്ച് വേണ്ടേ? ചാലഞ്ച് ഇല്ലാണ്ടിരിക്കുമ്പോഴുള്ള വരുന്ന കോംപ്ലസൻസി കാരണമാണ് തേർഡ് ജനറേഷൻ
ടഫർ ആവുന്നത്. തേർഡ് ജനറേഷൻ ഫെയിൽ ചെയ്യാനുള്ള ആഫ്റ്റർ തേർഡ് ജനറേഷൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഗോയിങ് ഡൗൺ എന്നുള്ള ഒരു തിയറി പറയുന്നത് വളരെ ആപ്ലിക്കബിൾ ആണ്. ഇപ്പോഴും അത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഞങ്ങളെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ, അതിനുവേണ്ടി കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ. അടുത്ത ജനറേഷനും എല്ലാം ഈസി ആയിട്ട് കൊടുക്കരുത്, എല്ലാം ഈസി ആയിട്ട് കൊടുക്കാതെ അവരെ ചാലഞ്ച് ചെയ്യിക്കുക, കീപ് ദം ചാലഞ്ച്. പക്ഷേ ഇന്ത്യൻ പാരൻ്റ് അല്ലെങ്കിൽ കേരള പാരൻ്റ് എന്ന നിലയിൽ അത് പോസിബിൾ ആണ്. ഐ ഹേർഡ് പീപ്പിൾ ഇവൻ മേക്കിംഗ് ഹൗസ് ഫോർ ദ കിഡ്സ് ആൻഡ് ഓൾ ടു ബി സ്റ്റേയിങ് അറ്റ് ദർ. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ കുറേ ആൾക്കാർക്ക്. ഓക്കെ, അവർ സഫർ ചെയ്യരുത്, നമ്മൾ സഫർ ചെയ്തു, ആ ഒരു സോർട്ട് ഓഫ് സാധനം. ഞാൻ എൻ്റെ റിസർച്ചിൽ എൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് കുറേ കൂടെ വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ചാലഞ്ച് ചെയ്യാൻ റെഡിയാണ്. മനസ്സിലായില്ല. അതേസമയം നമ്മളിപ്പോൾ പിള്ളേരെ ചാലഞ്ച് ചെയ്യാൻ റെഡിയാണ്. പിള്ളേരെ ചാലഞ്ച് ചെയ്യാൻ റെഡി, കാരണം അവർ പൈസയും കൊടുക്കാണ്ട് മേ ബി ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് യൂസ് സ്ലോഗ് ഓൺ യുവർ ഓൺ എന്ന് വേണമെങ്കിൽ പറയാൻ ഞങ്ങൾ റെഡിയാണ്. ആ റിസ്ക് എടുക്കാൻ നമ്മൾ റെഡിയാണ്. ഏറ്റവും ടഫസ്റ്റ് ഞാൻ കണ്ടിരിക്കുന്നത് ഈ മിഡിൽ ഇൻകം ഓർ അതിലുള്ള ആൾക്കാർക്കാണ്. കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ ഓഫീസിലെ സ്റ്റാഫിൽ ഞങ്ങളുടെ ചേച്ചി, ക്ലീനിങ് ചേച്ചി എൻ്റെ കൂടെ കഴിഞ്ഞ ഒത്തിരി വർഷം, ആ ചേച്ചി വന്നിട്ട് പറയും, ചേച്ചിയുടെ എല്ലാ സേവിങ്സ് വെച്ചിട്ട് മോനെ പഠിപ്പിക്കുന്നു, MBA പഠിപ്പിക്കുന്നു, ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന ജോലിക്ക് എവിടെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര നാൾ ഇവനെ ഹെൽപ്പ് ചെയ്യും? നിങ്ങൾ ഇത്ര പൈസ കൊടുത്ത് പഠിപ്പിച്ചു, ഇത്ര പൈസ കൊടുത്തിട്ട് കാര്യം, ജോലി വാങ്ങിച്ചു കൊടുത്ത് ഇനി അടുത്ത കല്യാണം കഴിപ്പിച്ചിട്ട് നിങ്ങൾ എത്ര നാൾ കൊണ്ട് നടക്കും ചോദിച്ചു. ശരിയാണോ? അപ്പോൾ അവരുടെ റിസോഴ്സസിൻ്റെ എത്രയോ മൾട്ടിപ്പിൾ ആയിരിക്കും അവർ കൊടുക്കുന്നത്. നമ്മുടെ റിസോഴ്സസിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, ഇവരുടെ എത്രയോ മൾട്ടിപ്പിൾ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ ആലോചിക്കുക. അത് കേരളം ഈസ് ഗോയിങ് ത്രൂ ദാറ്റ് സിറ്റുവേഷൻ. കേരളം എന്നല്ല, മേ ബി മോസ്റ്റ് ഓഫ് ദ കൺട്രി മൈറ്റ് ബി ഗോയിങ് ത്രൂ ദാറ്റ് സിറ്റുവേഷൻ. അങ്ങനെ അതിൽ കൂടെ ആ ഒരു കാഴ്ചപ്പാടിലാണ് പോകുന്നത്. നമ്മൾ പിള്ളേരെ പ്രയാസം അറിയിക്കേണ്ട വളർത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഉറപ്പാണ്, ഞങ്ങൾ മൂവ് ചെയ്യുന്ന സർക്കിളിൽ അതായത് അത്യാവശ്യം ഫാമിലി ബിസിനസ്സുകളും കുറച്ച് വെൽത്തും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ മക്കളെ ചലഞ്ച് ചെയ്യിക്കുന്നുണ്ട്, പല രീതികളിൽ ചലഞ്ച് ചെയ്യിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പൈസ കൊടുക്കുക, അതായത് ഒരു യൂണിവേഴ്സിറ്റി കയറണമെങ്കിൽ വെറുതെ പൈസ കൊടുത്തിട്ട് യൂണിവേഴ്സിറ്റി കയറാം, അല്ലെങ്കിൽ മാർക്ക് വാങ്ങിച്ചിട്ട് വാങ്ങാം. അതാണ് ഫസ്റ്റ് ചാലഞ്ച്. ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മാർക്ക് വാങ്ങിച്ചാലേ കിട്ടുള്ളൂ. മറ്റേത് പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റാത്തല്ല, കൊടുക്കൂല. മനസ്സിലായല്ലേ? പിന്നെ ജോലി എടുത്ത് വന്നു കഴിഞ്ഞാൽ എക്സ് എമൗണ്ട് ഓഫ് മണിയാണ്. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ബിസിനസ് കൊണ്ടുവരില്ല. ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മകനോടും പറഞ്ഞിരിക്കുന്നത്, ബിസിനസ് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, എനിക്കറിയില്ല താല്പര്യം ഉണ്ടെങ്കിൽ, ഈസ് 20 years old ആൻഡ് ഈസ് സ്റ്റഡിങ് ഇൻ സേവിയേഴ്സിൽ എക്കണോമിക്സിന് പഠിച്ചു. അത് മാർക്ക് വാങ്ങിച്ചിട്ട് തന്നെ പഠിച്ചത്. ഈ ഹാഡ് ഗുഡ് മാർക്ക് പഠിച്ചിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അവൻ CFA ഒക്കെ നോക്കുന്നുണ്ട്, CFA എഴുതാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ പക്ഷേ ഹി വിൽ ബി ഹയർഡ് എക്സാക്ട്ലി ഇൻ എ പൊസിഷൻ വെർ ഇഫ് ഐ എം ഹയറിങ് സമ്മൺ എൽസ്. സോ ഹി ഹാസ് ടു ചാലഞ്ച് ഹിംസെൽഫ്. അവിടെ അല്ലാണ്ട് ചുമ്മാ ഫ്രീ ആയിട്ടുള്ള എൻട്രി അവിടെ ഉണ്ടാവില്ല. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, അത് ചിലപ്പോൾ അവർ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു എക്സ് എമൗണ്ട് ഓഫ് മണി കൊടുക്കും. നമ്മളൊരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ അവർക്കും കൊടുക്കും. പിന്നെ അതിൻ്റെ സക്സസ് ഫെയിലർ ദേ വിൽ ഹാവ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. ഇതെല്ലാം കൊണ്ട് നടന്ന് ഹാപ്പി ആക്കി ഇങ്ങോട്ട് നടക്കുന്നുള്ള പരിപാടി ഇല്ല. അല്ല, ഐ തിങ്ക് ഇപ്പോഴത്തെ ഒരു കോൺവെർസേഷനിൽ നമ്മൾ പിയർ എല്ലാവരോടും സംസാരിക്കുമ്പോഴും എല്ലാവർക്കും ആ ഒരു ധാരണ വന്നിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ആ ഒരു പേടിയുണ്ടല്ലോ, ഈ കോംപ്ലസൻസി ഭയങ്കരമായിട്ട് കിക്കിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ആൾക്കാർ എല്ലാവരും അല്ലോ, ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡ് കോവിഡിന് ശേഷം ഏറ്റവും വലിയ ഇന്നത്തേക്ക് ജീവിക്കുക, ലിവ് ടുഡേ, നാളത്തേക്ക് ചിന്തിക്കേണ്ട എന്നുള്ളൊരു മെസ്സേജാണ് എല്ലായിടത്തും പാസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് മെസ്സേജ് യു ക്യാൻ പാസ്. ബിക്കോസ് ലിവ് ടുഡേ എന്ന് പറയുന്നത് അതിനും പറയാനുള്ളൊരു പൈസയും പറയാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവണം. മനസ്സിലായി? ഇല്ലെങ്കിൽ എന്താ ഫോക്കസ് എന്താണ്? അല്ലെങ്കിൽ ഗിഗ് എക്കോണമി അല്ലേ ഉള്ളൂ. എങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒരു ഫോക്കസ് ഇല്ലാണ്ട് വന്നാൽ എന്ത് പുതുതായിട്ടുണ്ടാവും? ഗിഗ് എക്കോണമി എന്താണ്? രാവിലെ സൊമാറ്റോ സ്വിഗ്ഗി ഓടിക്കുക, പൈസ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഊബർ ഓടിക്കുക, പൈസ വാങ്ങിക്കുക, അന്ന് ജീവിക്കുക. അതാണല്ലോ ഗിഗ് എക്കോണമി ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ. പണ്ടെന്ന് പറഞ്ഞാൽ ഡെയിലി വർക്ക് എന്ന് പറയുന്നതിന് ഇന്നത്തെ കുറെ കൂടെ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ഗിഗ് എക്കോണമി. ഗിഗ് എക്കോണമി ബാഡാന്നല്ല പറയുന്നത്. ഗിഗ് എക്കോണമി ഈസ് സപ്പോർട്ടിങ് ദ എക്കോണമി ബിഗ് ടൈം. ബട്ട് ഇഫ് യു ഹാവ് ഫോക്കസ്ഡ്, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ടു സംതിങ് ഡിഫറെൻറ്റ്,
അതിന് നാളേക്കുള്ള ചിന്ത ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ്. ലിവ് ടുഡേ മാത്രം വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഗിഗ് എക്കോണമി ചെയ്താൽ മതി. ലിവ് ടുഡേ, മനസ്സിലായില്ലേ? ഇഫ് യു വോണ്ട് ടു ബിൽഡ് സംതിങ്, ഇഫ് യു വോണ്ട് ടു ബിൽഡ് സംതിങ്, ക്രിയേറ്റ് സംതിങ്, അങ്ങനെയാണെങ്കിൽ യു നീഡ് ടു ബി ഫോക്കസ്ഡ്. ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മറ്റവർക്കും എന്താണ് എന്തോരം സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്, അല്ലേ? എത്രയോ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ഈസി. അതിന് ഫോക്കസും കാര്യങ്ങളും ഉണ്ടാവണം. നാളത്തെക്കുറിച്ചുള്ള ഒരു ധാരണയും വിഷനും അതിനുള്ളൊരു എക്സിക്യൂഷൻ പ്ലാനും ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഇതാണ്, ഫോക്കസ് നഷ്ടപ്പെടുക. അവരെപ്പോഴും ഇന്നത്തേക്കുള്ള രീതിയിലേക്ക് മൂവ് ചെയ്യാൻ അറിയാണ്ടേ പോവാണ്. വേൾഡ് ഇസ് പുള്ളിങ് യു ഇൻ ടു ദാറ്റ് ലെവൽ. അപ്പോൾ ഫോക്കസ് ഉണ്ടെങ്കിലുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഐ എം നോട്ട് എഗൻസ്റ്റ് ലിവ് ടുഡേ എന്നുള്ളതല്ല, അത് നമ്മൾ ലിവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മൊമെൻ്റാണ്. ആ മൊമെൻറ്റിലേക്ക് ഓക്കെ നമ്മളൊരു ഒരു ഒരു സ്ഥലത്ത് പോയി എൻജോയ് ചെയ്യുക, അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ കറക്റ്റാണ്. അതിൻ്റെ ആൾക്കാരെടുക്കുന്ന പെർസെപ്ഷൻ തെറ്റിപ്പോകും. നമ്മളിപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ തലയിൽ കൂടെ ഇരിക്കും, വീട്ടിൽ ചെന്നിട്ട് ബിസിനസ്സിൻ്റെ തല എടുത്തു കഴിഞ്ഞാൽ മണ്ടത്തരമല്ലേ? അവിടെ ആ പോയിന്റിൽ അത് ജീവിക്കുക, മനസ്സിലായില്ലേ? ഓരോ സ്ഥലത്ത് അതിൻ്റെതായ കാര്യങ്ങൾ ജീവിക്കുക. കാരണം ഒരു ഹോളിഡേ പോകുമ്പോൾ ഫുൾ ബിസിനസ്സും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താ? ഹോളിഡേ പോകുമ്പോൾ ഹോളിഡേ ആയിരിക്കണം. ഇറ്റ് കൻ നോട്ട് ബി ബിസിനസ്. Yes, and that comes to my next question as well. ഇപ്പോൾ നമ്മൾ KPH പോഡ്കാസ്റ്റ് യൂഷ്വലി ചോദിക്കുന്ന സംഭവമാണ് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ്. ആൻഡ് അലക്സ് എങ്ങനെയാണ് അലക്സിൻ്റെ ലൈഫിൽ അത് മാനേജ് ചെയ്യുന്നത്? ആൻഡ് യു ഓൾസോ ലാസ്റ്റ് കോൺടാക്സിൽ പറഞ്ഞല്ലോ ഇത് ബിസിനസ് കമ്മിങ് ടു ഹോം, അതെങ്ങനെയാണ്? ഹൗ ഡു യു സെപ്പറേറ്റ് ദ ഹോൾ തിങ്? സോ നൗ ഹെഡ്ജ് എക്വിറ്റീസ് എന്ന് പറയുന്ന സ്ഥാപനവും ഹെഡ്ജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ സർവീസസ് ആണ് ഞാൻ ഡേ ടു ഡേ ഫങ്ഷനിങ്ങിൽ ചെയ്യുന്നത് ആസ് എ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. ഹെഡ്ജ് എക്വിറ്റീസ് ഇസ് ദ വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനി, Hedge Finance is the NBFC, and Hedge School is the backward integration school for us. That is very important entity also as far as we are concerned. അപ്പം അതാണ് എൻ്റെ ഡേ ടു ഡേ ജോബ്. ആസ് എ ഫാമിലി ബിസിനസ്സിൽ ബേബി മെറൈൻ വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഫാമിലി ഓഫീസ് സ്ട്രക്ചറിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് പല ഇൻവെസ്റ്റ്മെൻറ്റ്സും ഉണ്ട്, ചിലത് നമ്മൾ ഡയറക്റ്റ്ലി റൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് എൻ്റെ റോള് ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസറായിട്ടാണ് എൻ്റെ റോള്. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്യുവൽ റോളാണ് ചെയ്യുന്നത്. ഡേ ടു ഡേ ജോബ് ഇസ് മോസ്റ്റ്ലി ഇൻ ഹെഡ്ജ് എക്വിറ്റീസ്. ഇപ്പോൾ ബേബി മെറൈൻ വെഞ്ചേഴ്സിൻ്റെ ഒരു പാർട്ടാണ് ഹെഡ്ജും. അതാണ് ക്യാപിറ്റൽ ഈസ് കമ്മിങ് ഫ്രം ബേബി മെറൈൻ. ഹെഡ്ജ് എക്വിറ്റീസിൻ്റെ ക്യാപിറ്റൽ വന്നത് ബേബി മെറൈൻ എന്നാണ് ക്യാപിറ്റൽ വന്നത്. അപ്പോൾ നിങ്ങൾ ഫാമിലി ഓഫീസ് ത്രൂ പല കമ്പനി പാരങ്ങളിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ആ ബേബി മെറൈൻ വെഞ്ചേഴ്സ് എന്ന് പറയുന്നതിന് രണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒന്ന്, ചിലത് നമ്മൾ തന്നെ ഡയറക്റ്റ്ലി റൺ ചെയ്യുന്ന കമ്പനികളുണ്ട്, ചിലത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുണ്ട്. ഇപ്പം ഫെലിക്സ് പറഞ്ഞ പോലെ കാലിക്കറ്റ് പാരഗൺ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ അതിൻ്റെ അകത്ത് പല പുതിയ പുതിയ പ്രോജക്ട്സ് വന്നപ്പോൾ കാലിക്കറ്റിലെ പ്രോജക്റ്റിലില്ല, അത് സുമേഷിൻ്റെ തന്നെയാണ്. അതിനുശേഷമുള്ള പ്രോജക്ട്സിൽ ഞങ്ങൾ അതിൻ്റെ അകത്ത് ബേബി മെറൈൻ വെഞ്ചേഴ്സ് ആസ് എ കമ്പനി ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ പല പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ അക്രോസ്. സോ ഈ കോവിഡ് ഹാസ് ഓൾസോ ടോട്ട് us ലോട്ട് ഓഫ് തിങ്സ്. ഒരുപാട് കാര്യങ്ങളിനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഏർലിയർ കരിയറിൽ വെൻ യു ആർ ഗോയിങ് ത്രൂ ടഫ് ടൈംസ് ഒബ്വിയസ്ലി യു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ഇൻ ടു വാട്ട് മാനേജിങ് ക്രൈസിസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് നമുക്കൊരു ടൈം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ബിസിനസ്സിലായിക്കായിട്ടും ഹെൽത്ത് ആയിക്കായിട്ടും എന്തിനാണെങ്കിലും ക്രൈസിസ് മാനേജ്മെൻറ്റ് സമയത്ത് ക്രൈസിസ് മാനേജ് ചെയ്യണമല്ലോ, വേറെ ഒന്നും വൃത്തിയില്ല. ഇപ്പോൾ ഞാൻ ഇഫ് ഐ ഗോയിങ് ത്രൂ എ ക്രൈസിസ് ഓൺ പേഴ്സണൽ ഹെൽത്തിലോ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫാമിലി മെമ്പറിന് ഒരു ഹെൽത്തിലോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ആ സമയത്ത് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ ബിസിനസ്സിലാണെങ്കിലും ക്രൈസിസ് മാനേജ്മെൻറ്റിൽ നമ്മളവിടെ കൂടെ ഇരിക്കണം. പക്ഷേ അത് എല്ലാ ദിവസവും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാ ദിവസവും ക്രൈസിസ് ആക്കി പ്രവർത്തിക്കരുത്. എല്ലാ ദിവസവും അതിനൊരു ഡിസിപ്ലിൻ സെറ്റ് ചെയ്യുന്നത് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് വന്ന ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായി. എത്രത്തോളം സമയം ഓഫീസിൽ പോകണം, ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓൺലൈനിൽ എടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു ലേണിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ലൈഫ് പോകുന്നത്, ഞാൻ രാവിലെ 6:15 6:20ക്കാണ് എൻ്റെ എല്ലാം 6:20 എണീക്കും. അത് കഴിഞ്ഞ് ചെറിയൊരു പ്രയറും ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു യോഗ ഓർ സംതിങ് സ്ട്രെച്ചിങ് സെഷൻ ഉണ്ടാവും. നോട്ട് ബിഗ് ടൈം. അത് കഴിഞ്ഞ് 8:30ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ 9:30ക്ക് ഓഫീസിലിറങ്ങും. 9:30ക്ക് ഓഫീസിൽ 10 ആകുമ്പോൾ എത്തും. 10 to 2 or 2:30 മാക്സിമം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് പിള്ളേർ, എൻ്റെ മറ്റേ 2 പിള്ളേർ, 3 പിള്ളേരാണ്. മൂത്ത ആളാണ് ബോംബെ പഠിക്കുന്നത്. മറ്റേ 2 പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് അവരുടെ
ഒരു ടൈം സ്പെൻഡ് ചെയ്യും. ചിലപ്പം ലഞ്ച് കഴിക്കാനോ അല്ലെങ്കിൽ അവരുടെ ടീയുടെ കൂടെ കഴിക്കും. അത് കഴിഞ്ഞ് ചെറിയൊരു നാപ്പ് അവിടെ തന്നെ ഉണ്ടാവും, 20 minutes 30 minutes. അത് കഴിഞ്ഞ് പിന്നെ ഓൺലൈൻ എടുക്കും. ഓൺലൈൻ മീനിങ് ക്ലോസിങ് ഓഫ് ദി ഡേയും മറ്റേ കാര്യങ്ങളും എല്ലാം ഒരു 4:35 കൂടെ ഓൺലൈനിൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ സംസാരിക്കും. 5:30 6 ആകുമ്പോൾ ഐദർ ഐ ഗോ ഫോർ എ വാക്ക് ഓർ പ്ലേ ടെന്നീസ്. ഇങ്ങനെയാണ് ഈ മൺഡേ ടു ഫ്രൈഡേ. സാറ്റർഡേ മോർണിംഗ് ഐ ഗോ ടു പ്ലേ ഫുട്ബോൾ. RSCയിൽ അവിടെ ഫുട്ബോൾ പോകും. സാറ്റർഡേ മോർണിംഗ് ആൻഡ് സൺഡേ ഈവനിങ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പോകുന്നത്. ഉറക്കം 10:30. അറൗണ്ട് ഒരു 8 hours ട്രൈ ചെയ്യും. പക്ഷേ യു നോ ദാറ്റ് സംടൈംസ് സ്ലീപ്സ് വിൽ ഗെറ്റ് ഡിസ്റപ്റ്റഡ്. പിന്നെ ഈവനിങ് മോസ്റ്റ് ഓഫ് ദ ഡിന്നേഴ്സും കാര്യങ്ങളുണ്ടെങ്കിൽ ദാറ്റ് ഗെറ്റ്സ് ഡിലേഡ്. കാരണം നമ്മളിപ്പോൾ ഫാമിലി ഡിന്നർ അല്ലെങ്കിൽ ഗസ്റ്റ് ഡിന്നർ, നമ്മളിപ്പോൾ സോഷ്യൽ സർക്കിളിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് ആ സോഷ്യൽ ഡിന്നേഴ്സൊക്കെ വരുമ്പോൾ അതൊക്കെ മാറും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എ എവറി ഡേ കോണ്ടെക്സ്റ്റ് അല്ല. സാധാരണ കൊച്ചിയിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. കൊച്ചിയിലൊരു ഫ്രൈഡേ സാറ്റർഡേ ആണ് മോസ്റ്റ്ലി അതൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എല്ലാ ദിവസവും ഒന്നും അങ്ങനെയില്ല. സോ ഫ്രൈഡേ ഈവനിങ് സാറ്റർഡേ ഈവനിങ് ആയിരിക്കും സോഷ്യൽ ഡിന്നേഴ്സ് ഉണ്ടാവുക. ഇറ്റ് ക്യാൻ ബി ഫാമിലി ഡിന്നർ ഓർ വിത്ത് സമൺ എൽസ്. അത് വരുമ്പോൾ ടൈം ഒബ്വിയസ്ലി കുറച്ചൊക്കെ മാറും. ഇറ്റ് കെ നോട്ട് ബി 10:30, ഇറ്റ് വിൽ ഗോ ഡിഫറെൻറ്റ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ KPH ഇട്ടുണ്ടായിരുന്നു. സോ യുവർ ഫ്രണ്ട് രാഹുൽ മാമൻ. രാഹുൽ മാമൻ എങ്ങനെ പരിചയം? രാഹുൽ മാമൻ ഞങ്ങൾ YPO എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ത്രൂ ആണ് ശരിക്കും ക്ലോസ് ആയത്. അതിൻ്റെ മുന്നേ റോട്ടറിയിൽ എനിക്കറിയാം, 1-2 ഗെയിംസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ YPO എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലാണ്, യങ് പ്രസിഡൻസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലാണ്. ലേണേഴ്സ് ക്ലബ്ബാണ്. ഇറ്റ്സ് എ ലേണിംഗ് പ്ലേസ്. ഇറ്റ്സ് എ വെരി ഒരു കവറ്റഡ് പ്ലേസ് ആണ്. ഇറ്റ്സ് എ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇന്ത്യയിൽ കേരളത്തിൽ ഒരു ചാപ്റ്ററാണ്, ഒരു 40-45 മെമ്പറുള്ള ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് ഒരു ബേസിക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 100 crore ടേൺ ഓവർ ഉള്ളവരാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ അത് ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ അല്ല, ഇറ്റ്സ് എ കോ ലേണിംഗ് ഓർഗനൈസേഷൻ. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ രാഹുൽ മാമൻ അയച്ച ക്വസ്റ്റ്യൻ ആണ്, ആസ്ക് ഹിം ഹൗ ഹി മെറ്റ് ഹിസ് വൈഫ് ആൻഡ് ഹെർ ഇൻഫ്ലുവൻസ് ഓവർ ഹിം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അത് ഐ തിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എഞ്ചിനീയറിംഗ് കോളേജിന് എന്തിനാണ് പോയെന്നുള്ളത് വി ഡോണ്ട് നോ. ഒരു ഹേർഡ് മെൻറ്റാലിറ്റിയിൽ പോയി. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ ഭാര്യനെ. അപ്പോൾ എൻ്റെ ജൂനിയർ ആയിരുന്നു. ഐ എം എ മെക്കാനിക്കൽ എഞ്ചിനീയർ, ഷീ വാസ് സിവിൽ എഞ്ചിനീയർ. എൻ്റെ ജൂനിയർ ആയിരുന്നു. വി മെറ്റ് ഓവർ ദർ. അവിടെ നിന്നാണ് ഞങ്ങൾ ഡേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, അന്നത്തെ കോണ്ടെക്സ്റ്റിലുള്ള ഫ്രണ്ട്ഷിപ്പ് ചേർന്നു. പിന്നെ ദെൻ സൂൺ ആഫ്റ്റർ കോളേജ്, ആഫ്റ്റർ 1 or 2 years we got married. And she, unlike me, I was a backbencher and I was എങ്ങനെയോ ജസ്റ്റ് എസ്കേപ്പ് ചെയ്ത് പോയ എഞ്ചിനീയറാണ്. ഷീ വാസ് എ റാങ്ക് ഹോൾഡർ ആൻഡ് ഓൾ, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ഒക്കെ ആയിരുന്നു. സെക്കൻഡ് പാർട്ട് ഉണ്ട്, ഹൗ ഡസ് ഇറ്റ് ഇൻഫ്ലുവൻസ് ഓവർ യു നോ? Yeah, she's been a big influence in my whole life because എൻ്റെ ലൈഫിൽ ഞാൻ എന്നെ തന്നെ അസസ് ചെയ്ത I was not a matured person. ഇന്നും ഞാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ കുറേ തിങ്കിങ് ചെയ്ത് ഇങ്ങനെ പല ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു. കാരണം ഒരു സമയത്ത് ചിലപ്പോൾ 10 ചെയ്യാൻ തോന്നും, 10 കാര്യങ്ങൾ ചെയ്യാൻ തോന്നും, 10 ബിസിനസ്സുകൾ തുടങ്ങാൻ തോന്നും. അങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ് തുടങ്ങിയത്. പല കാര്യങ്ങളിലോട് ഓരോ ലൈഫിലെ പല സർക്കംസ്റ്റാൻസസ് ഡീൽ ചെയ്യുമ്പോഴും ചിലപ്പോൾ നമ്മൾ പെട്ടെന്നങ്ങ് ഒരു റിയാക്ഷണറി രീതിയിൽ ഡീൽ ചെയ്യായിരുന്നു. അപ്പോൾ അതിന് വേറെ ഷീ വാസ് ഓൾവേസ് മെച്ചുവേർഡ് ഇൻ ദാറ്റ് സെൻസ്. ഷീ ഓൾവേസ് ടുക്ക് എ ടൈം ടു ഡു മോർ ഓഫ് എ റെസ്പോൺസ് തിങ് ആൻഡ് ഷീ ഓൾവേസ് ആസ്ക് മീ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ്. അങ്ങനെ ചോദിക്കുന്നത് ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. പിന്നെ അത് നൗ ഐ എം ഓൾസോ ലേണിംഗ് ഇൻ ടു ദാറ്റ്, മൂവിങ് ഇൻ ടു ദാറ്റ് ഏരിയ വെയർ മേ ബി മെച്യൂരിറ്റി ആസ് ഏജിലും വരുന്ന മെച്യൂരിറ്റി ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് ഹെർ ഇൻഫ്ലുവൻസ് ഹാസ് മെയ്ഡ് മീ മോർ മെച്യൂർഡ് ഓവർ ദ ഇയേഴ്സ് എന്നുള്ളതാണ് ഞാൻ പേഴ്സണൽ സ്പേസിൽ എപ്പോഴും പറഞ്ഞിട്ടുള്ളതും. ഐ ഹവ് ടോൾഡ് ഹർ ഓൾസോ. ഐ തിങ്ക് in my friend circles also, Rahul also asked me അത് പറയാൻ കാരണം അതാണ്. Rahul also knows the same thing. Interesting. Okay. കൊള്ളാം. നെക്സ്റ്റ് തിങ് ഹി ആസ്ക്സ് ഈസ്, പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഐ ഓൾവേസ് ഫീൽ ദാറ്റ് ഐ തിങ്ക് ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് എന്ന് പറയുന്നത് കറക്റ്റാണ്. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റും വേവ് ലെങ്ത്തൊക്കെ ടോട്ടലി ഡിഫറെൻറ്റാണ്. പലപ്പോഴും പറയും സെയിം വേവ് ലെങ്ത്തുള്ള ആൾക്കാർ പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു അത് വരുമ്പോൾ കോൺഫ്ലിക്റ്റ് വരും. അതേസമയം ഓപ്പോസിറ്റ് ആയതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യാനും രണ്ടുപേരുടെയും കാര്യങ്ങളിൽ, കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആണല്ലോ, അവരുടെ ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യാനും ആളുടെ സ്പേസ് കൊടുക്കാനുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരുടെ ഒരേ ഇൻട്രസ്റ്റ് ആണെങ്കിൽ തമ്മിൽ കോമ്പറ്റീഷൻ ആയിരിക്കും.
Correct. And like, is she also into business? എങ്ങനെയാണ്? No, right now, so earlier she was completely looking after the kids and all. She was not, I had asked many times because she was a rank holder, whether she wanted to do, but she was very focused on raising the children as the first priority. അത് കഴിഞ്ഞ് ആഫ്റ്റർ ദാറ്റ് ലാസ്റ്റ് 3 years ആയിട്ട് 2.5 years ആയിട്ട് നൗ ഷീ ഈസ് കമ്മിങ് ടു ഓഫീസ്. ഓഫീസിൽ ഞങ്ങളുടെ തന്നെ ഒരു ഫാമിലി ഓഫീസ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ ഇൻറ്റേർണൽ ചെറിയ ഒരു ഫാമിലി ഓഫീസിൽ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെഡ്ജ് എന്ന് പറഞ്ഞ ബിസിനസ്സായിട്ട് ബന്ധമില്ല, ബട്ട് അല്ലാണ്ട് ഷീ ഈസ് മാനേജിങ് ഹർ ഓൺ പോർട്ട്ഫോളിയോ. മാനേജിങ് ഹെർ ഓൺ മീനിങ് അവർ സ്മോൾ പോർട്ട്ഫോളിയോ, ഇൻറ്റേർണൽ പോർട്ട്ഫോളിയോ. അതിന് തന്നെ ചലഞ്ച് ചെയ്തിട്ടാണ് ചെയ്തത്. കാരണം വെറുതെ കൊടുക്കുകയല്ല, പൈസ കൊടുക്കുമ്പോൾ ആദ്യം സർട്ടിഫിക്കറ്റൊക്കെ എടുക്കാൻ പറഞ്ഞു. കാരണം NISMൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, റിസർച്ച് അനലിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി, അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചലഞ്ച് ചെയ്യാണ്ട് ഒന്നും കൊടുക്കില്ല. ചലഞ്ച് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഷീ കെയിം ടു ഓഫീസ് ആൻഡ് ഷീ ഈസ് മാനേജിങ് ദാറ്റ് പോർട്ട്ഫോളിയോ. Nice. Another thing is, one of the things he asked is businesses to watch out from Kerala in the next 5 years. ഏതെങ്കിലും സെക്ടറോ ഏതെങ്കിലും ഇൻഡസ്ട്രീസ് യു തിങ്ക് മൈറ്റ്? സോ എനിക്ക് വളരെ ക്ലിയർ ധാരണയുള്ളത്, എവറി അതർ കൺട്രി ഓർ എവറി അതർ ഈക്കോ സിസ്റ്റം ഷുഡ് പ്ലേ ടു ഇറ്റ്സ് സ്ട്രെങ്ത് റാദർ ദാൻ ട്രൈങ് ടു ചേഞ്ച് വീക്ക്നെസ്സിൻ്റെ മുകളിൽ അധികം കളിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മളെപ്പോഴും ഇവിടെ കേരളത്തിൽ പറയുന്നതാണ് ഇവിടെ ഇൻഡസ്ട്രീസ് ഒന്നുമില്ല, മറ്റേതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇൻഡസ്ട്രീസ് ഇല്ല എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക. ഇൻഡസ്ട്രീസിന് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളിവിടെ എല്ലാവരും അഭ്യസ്ത വിദ്യരാണ്, എല്ലാവരും ലേൺഡ് ആണ്, എല്ലാവരും ക്വാളിഫൈഡ് ആണ്, ഓവർ ക്വാളിഫൈഡ് ആണ് ഫോർ എ ഇൻഡസ്ട്രി ടു കം. ഫോർ എക്സാമ്പിൾ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ചെയ്യണമെങ്കിൽ എന്ത് പറ്റും? അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് ഇവിടെ വന്ന് ഇൻഡസ്ട്രി ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത് IT-യും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ഹോസ്പിറ്റാലിറ്റി. ഇത് മൂന്നുമാണ് സെഗ്മെൻറ്റ്. IT സർവീസസ്, ജസ്റ്റ് ഇമാജിൻ ദ ഫസ്റ്റ് ഇൻഫോ പാർക്ക് ഇസ് ട്രിവാൻഡ്രം. എത്ര മുമ്പേ we could have made Kerala into much more than Bangalore or Hyderabad or anyone for that matter. So somehow we missed the bus. Correct. So we have to keep looking into it and play to our strength. നമ്മുടെ ഇത്രയും വലിയ റിസോഴ്സസ് പൂളുണ്ട്, ഈ റിസോഴ്സ് പൂളിനെ ഇവിടെ നിർത്തുകയും ഇതിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള സർവീസസിൽ, നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എക്കോണമിയിൽ അതിന് ഫോക്കസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂളിനെ ഇവിടെ നിർത്തണം. അതെ. എന്നിട്ട് അവിടെ അവർക്കുള്ള ഈക്കോ സിസ്റ്റം കൊടുക്കണം. വി ഷുഡ് ബിൽഡ് എ സിലിക്കൺ വാലി ഫ്രം ഹിയർ. അത് ചെയ്യാൻ സാധിക്കണം. അതിനുള്ള എല്ലാ റിസോഴ്സും ഇവിടെ ഉണ്ട്. പക്ഷേ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കൊണ്ടുവരണം, പ്രൈവറ്റ് എക്വിറ്റീസും VC ഫേംസ്, എല്ലാ സാധനങ്ങളും ഇവിടെ വരണം. എല്ലാം വന്നു കഴിഞ്ഞാൽ അതിന് ഗവൺമെൻറ് ഷുഡ് ബി എൻ എനേബിളർ. സിമിലർ വിത്ത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ്. ഇത്രയും ഭംഗിയുള്ള സ്ഥലം വേറെ ഇവിടെ ഉണ്ട്, മനസ്സിലായി? ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം നമുക്കൊരു ആക്ച്വലി ഗോഡ്സ് ഓൺ കൺട്രി. പുറത്ത് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. വെൻ യു ട്രാവൽ അറൗണ്ട് യു നോ ദാറ്റ് ഇറ്റ്സ് എ പ്ലേസ്. അതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാണ്ട് അതിൻ്റെ ഈക്കോ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും വരുന്ന കൺഫ്യൂഷൻ വരുന്നത് കോൺക്രീറ്റ് ബിൽഡിങ്സ് ഉണ്ടാക്കണ്ട. പക്ഷേ അതേപോലത്തെ ആർക്കിടെക്ചർസ് ഡിസൈൻ ചെയ്തിട്ട് എന്തുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്തുകൂടാ? യു അണ്ടർസ്റ്റുഡ്? നമ്മൾ ഒരു ഗ്ലോബൽ ലെവലിൽ ഇതുണ്ടെങ്കിൽ ഇറ്റ് ഇപ്പം ഐ എം ഹാപ്പി ദാറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഓപ്പണിങ് അപ്പ്. ലൈക്ക് ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് ആണല്ലോ ഈ 5 bedroom 4 bedroom വില്ലാസ് ഓപ്പൺ ചെയ്യുന്നത്. പണ്ട് ലാർജ് ഹോട്ടൽസിന് പകരം അങ്ങനെയും പിന്നെ ഹോസ്പിറ്റാലിറ്റി, ആയുർവേദ സെൻറ്റേഴ്സ് ഇങ്ങനെ പറയുന്ന രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഐ എം നോട്ട് സെയിങ് ദാറ്റ് നമ്മൾ ബാങ്കോക്കിനെ റിപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് വേറെ ടൈപ്പ് ടൂറിസമാണ്. നമ്മളത് റിപ്ലിക്കേറ്റ്, നമ്മൾ കേരള ടൂറിസം റിപ്ലിക്കേറ്റ് ചെയ്ത്, പക്ഷേ അവിടെ അതിനുള്ള ഫുൾ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കണം, സപ്പോർട്ട് കൊടുക്കണം. ഹാഫ് ബേക്ക് ആവാൻ പാടില്ല. അതിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് ദീസ് ടു ഇറ്റ് സെൽഫ്. ആൻഡ് വി ഗോട്ട് എ ബിഗ് അഡ്വാൻറ്റേജ് വിത്ത് ഓഫ് വിഴിഞ്ഞം. വിഴിഞ്ഞം ഇറ്റ്സ് ഗോയിങ് ടു ബി ആൾക്കാർക്ക് ഇതിൻ്റെ ഡെപ്ത് അറിയോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞങ്ങൾ എക്സ്പോർട്ടിങ് ഇൻഡസ്ട്രിയിലായതുകൊണ്ട്, സീ ഫുഡ് എക്സ്പോർട്സും ഇതുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഡെപ്ത് അറിയാം. സിംഗപ്പൂർ ബിക്കെയിം സിംഗപ്പൂർ ബിക്കോസ് ഓഫ് ദ പോർട്ട്. Sri Lanka became Colombo because of the Colombo port. Dubai became Dubai because of Jebel Ali port. You understood? So and we are exactly at that point. വിഴിഞ്ഞം എന്ന് പറയുന്ന പോയിന്റിൽ ആ ട്രാൻസ്ഷിപ്മെന്റിന്റെ ഒരു ബ്യൂട്ടിഫുൾ പൊസിഷനിലാണ്.
മനസ്സിലായില്ലേ? എല്ലാ ട്രാൻസ്ഷിപ്മെൻറ്റും വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ പൊസിഷനാണ്. ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ GDP എവിടെ വരെ പോവാന്ന്. ഇഫ് യു ആർ ഏബിൾ ടു അട്രാക്ട് ദാറ്റ് റിസോഴ്സസ് ഓവർ ദെയർ, കേരള ക്യാൻ ഫ്ലൈ. കുറച്ച് എക്സാമ്പിൾ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് സിൻസ് വി ഹാവ് ദ വിഴിഞ്ഞം പോർട്ട്, ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഓപ്പൺ അപ്പ് ചെയ്തിട്ടുണ്ട്? സി എൻഡ് ഓഫ് ദി ഡേ ഇത് ഓൾ ട്രാൻസ്ഷിപ്മെൻ്റ് അല്ലേ വരുന്നത്. നമ്മളിപ്പം ഞാനിപ്പോൾ സിംഗപ്പൂർ പറയാം, സിംഗപ്പൂരും മറ്റേത് എങ്ങനെയാണ് വന്നത്? പോർട്ടല്ലേ. ആ പോർട്ട് വരുമ്പോൾ എല്ലാ ട്രേഡും അവിടെ അല്ലേ വരുന്നത്. അതെ അതെ, എല്ലാ ഓഫീസസും അവിടെ അല്ലേ വരുന്നത്. ഈ മദർ വെസൽ ഇവിടെ വന്നാൽ മതി. മദർ വെസൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ യു നെയിം എനി ബിസിനസ്സസ്, അവരുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് കാര്യങ്ങളും എല്ലാം അവിടെ അല്ലേ വരുന്നത്. അവരുടെ ഓഫീസ് അപ്പോൾ വെരി ഹൈ പെയ്ഡ് സാലറീസ് ഉള്ള ആൾക്കാരായിരിക്കും. യു അണ്ടർസ്റ്റുഡ്? അവരുടെ മൂവിങ് ക്രൗഡ്. പിന്നെ അവർക്ക് ഇവിടെ നമ്മൾ പറയുന്ന ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ, ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഇക്കോസിസ്റ്റം കൊടുത്താൽ പോരെ. അതെ, കറക്റ്റ്. സിമ്പിൾ അല്ലേ? ജബലലിയിൽ നിന്ന് തുടങ്ങി സ്പെൻഡ് ചെയ്യാനുള്ള ഇക്കോസിസ്റ്റം ദുബായ് അങ്ങ് ഓപ്പൺ ചെയ്തു. ശ്രീലങ്ക കൊളംബോയും തുടങ്ങി അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഇക്കോസിസ്റ്റം ഓപ്പൺ ചെയ്തു. സെയിം വിത്ത് സിംഗപ്പൂർ. ഇൻട്രസ്റ്റിംഗ്, കൊള്ളാം. So that is a very people are not understanding the significance of it. എല്ലാവരും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, ഇപ്പോൾ ഈവൻ ടുഡേ ഐ വാസ് സ്പീക്കിംഗ് ടു, കാരണം നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് ഹു വാസ് ഡൂയിങ് കണ്ടെയ്നർ ഷിപ്പിങ്ങിലൊക്കെ. സോ ആ വിഴിഞ്ഞം പോർട്ടിലേക്കുള്ള അതിലേക്കുള്ള റോഡ് ഫെസിലിറ്റീസും എല്ലാം തന്നെ നമുക്ക് ഒരുപാട് പണി ചെയ്യാനുണ്ട്. എന്നാലേ ഈ ട്രാൻസ്ഷിപ്മെൻ്റ് എല്ലാം വരുള്ളൂ. ഈ ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുന്ന മദർ വെസൽ ഇവിടെ വരുമ്പോൾ ഗുജറാത്തിൽ നിന്നും വെസ്റ്റ് കോസ്റ്റിനും ഈസ്റ്റ് കോസ്റ്റിനും എല്ലാം ഉള്ള മറ്റേ എല്ലാ കാർഗോ ഇവിടെ വരണം. മനസ്സിലായില്ലേ? മദർ വെസൽ ഇവിടെ വരണം, അതിൻ്റെ സ്മോളർ കാർഗോ എല്ലാം ഇവിടെ വരണം. ഐദർ ത്രൂ റോഡ് ഓർ ത്രൂ സീ ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, ദിസ് ഹാസ് ടു കം ഹിയർ ആൻഡ് ദിസ് ഹാസ് ടു ഗോ. So we have to attract everyone here. ഇന്ത്യയിലുള്ളവരും അട്രാക്ട് ചെയ്ത് എല്ലാവരെയും ഇവിടെ, ഇന്ത്യയിലുള്ളവരെ ഞാൻ പറയണേ മെയിനായിട്ട്, ഇന്ത്യയിലുള്ള എല്ലാ കാർഗോയും ഇങ്ങോട്ടേക്ക് വരണം. എന്നിട്ട് ദാറ്റ് ഹാസ് ടു ബി ദ ബെസ്റ്റ് ട്രാൻസ്ഷിപ്മെൻറ്റ് മദർ വെസൽ വരാൻ പോകുന്ന സ്ഥലമായിരിക്കും. കൊള്ളാം, ഗുഡ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ്, ഹെൽത്തും റിലേഷൻഷിപ്സും കവർ ചെയ്തു. വെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മേ ബി ഒരു സ്പോർട്സ് ലക്ഷറി കാറുണ്ടോ, പ്ലെയിൻ ഉണ്ടോ, എങ്ങനെ ലക്ഷറി അപ്പാർട്ട്മെൻ്റ് ഉണ്ടോ, എന്താണ്? വാട്ട് ഈസ് യുവർ ലക്ഷറി, വാട്ട് ഈസ് യുവർ വെൽത്ത്? വെരി ടഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം വെൽത്ത് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പല പെർസ്പെക്റ്റീവിൽ തന്നെ പറയാം. പക്ഷേ ഒബ്വിയസ്ലി എല്ലാവർക്കും അവരവരുടേതായ പെർസ്പെക്റ്റീവ് ഓഫ് വെൽത്ത് ഉണ്ടെന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരാളെ കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഇപ്പോൾ ഒരാൾക്ക് ഒരു സൂപ്പർ കാർ താല്പര്യമുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. കാരണം എനിക്കും എൻ്റെ ഫാമിലിക്കും കൂടുതൽ ഇഷ്ടം എക്സ്പീരിയൻസസിനോടാണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ട്രാവൽ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. എക്സ്പീരിയൻസസ് ക്യാൻ ബി എനിത്തിങ്. എൻ്റെ എക്സ്പീരിയൻസസ് ചിലപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസസ് അല്ലേ. അതിൻ്റെ കൂടെ സ്റ്റോറി ബോർഡിൽ പോകുമ്പോൾ അതിൻ്റെ അത് കുറേ പൈസ ഇടണ്ടേ, വെറുതെ കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇടുന്ന എക്സ്പീരിയൻസസ് ആണ് എൻ്റെ രീതിയിൽ വെൽത്ത്. അത് ഇറ്റ് ക്യാൻ ബി മേ ബി ഹാവിങ് എ ഫുഡ്. ഫോർ എക്സാമ്പിൾ നമുക്ക് കാറും അതിനോടുള്ള കൂടുതൽ താല്പര്യങ്ങളില്ല. പക്ഷേ സമയം ചിലപ്പം ഞങ്ങൾ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് വാഗ്യൂ ബീഫ് ആയിരിക്കും കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? മേ ബി ലൈക്ക് $1,000 വാഗ്യൂ ബീഫ് ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊരു ലക്ഷറിയാണെന്ന് ചോദിച്ചാൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അതൊരു ലക്ഷറിയാണ്. അങ്ങനത്തെ ആൾക്കാർ നമ്മളിവിടെ 300 രൂപയ്ക്ക് ബീഫ് വാങ്ങിക്കുന്നതിന് പകരം $1,000 ബീഫ് വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ സെയിം ക്വാണ്ടിറ്റി അല്ലേ? അതെ, 1 കിലോയുടെ കാര്യം പറഞ്ഞത്. അങ്ങനെയും വരാം. സോ ദാറ്റ് ഇസ് എപ്പോഴും കൊണ്ടുവരുന്നതല്ല, പക്ഷെ അതൊരു കോണ്ടെക്സ്റ്റായിട്ട് ഞങ്ങൾക്ക് അതിനൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക്. അതുകൊണ്ട് വെൽത്ത്, അത് അഗെയിൻ ഗോയിങ് ബാക്ക് ടു എക്സ്പീരിയൻസസ്. എക്സ്പീരിയൻസ് ഇസ് ആക്ച്വലി വി ഫീൽ വെൽത്ത് ഇസ് അബൌട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടാണെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസസ് സെലക്ട് സ്ഥലമായിരിക്കണം. ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്, ബട്ട് അപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്പേഷ്യസ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ എക്സ്പീരിയൻസസ് ആണ് ഞങ്ങൾ കോളേജ്. സോ വാസ് ഇറ്റ് ഓൾവേസ് എക്സ്പീരിയൻസസ് വെൻ യു സ്റ്റാർട്ടഡ് ബാക്ക്? ഒരു വെൽത്ത് ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ഒരു എവല്യൂഷൻ എന്തായിരുന്നു? മേ ബി ഇൻ ദ ബിഗിനിങ് വാസ് ഇറ്റ് സംതിങ് ലൈക്ക് മോർ മണി അല്ലെങ്കിൽ മോർ കാർ? നോ, നോട്ട് ലൈക്ക് ദാറ്റ്. കാരണം മേ ബി ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ജനിച്ച് തന്നെ cannot say born with a silver spoon എന്ന് വേണമെങ്കിൽ പറയാമെന്ന് അറിഞ്ഞൂടാ. ബട്ട് we had resources. So we never understood not having resources. അപ്പോൾ റിസോഴ്സസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് അത് വെൽത്തിയാണോ മറ്റേതാണോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു കൺസെപ്റ്റ് അപ്പോഴില്ലായിരുന്നു. പിന്നെ വെൻ ലൈഫ് ടേക്സ് യു ത്രൂ ചാലഞ്ചസ് വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാവുന്നത്. ബിസിനസ്സിൻ്റെ ചാലഞ്ചസ് വരുമ്പോഴാണ് പൈസ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നും
റിസോഴ്സസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യുന്നപ്പോഴാണ് അത് ഹെൽത്തിൻ്റെ രീതിയിലും വെൽത്തിൻ്റെ രീതിയിലും. കാരണം എൻ്റെ ഫാദറിനും മദറിനും സിറ്റുവേഷൻസ് കൂടെ പോകുമ്പോഴാണ് ഞങ്ങൾ ഓരോ ഹെൽത്തിൻ്റെ രീതിയിൽ സിറ്റുവേഷൻസ് കൂടെ പോകുമ്പോൾ വി ഹാഡ് ടു ഗോ ത്രൂ ദാറ്റ് ചാലഞ്ചസ്. അപ്പോൾ ദെൻ വി അണ്ടർസ്റ്റുഡ് ദ വാല്യൂ ഓഫ് ഹെൽത്ത്. കറക്റ്റ്. സിമിലർലി വെൽത്തിൽ വരുമ്പോൾ ബിസിനസ് ഗെറ്റിംഗ് ചാലഞ്ച്ഡ്, we understand the value of money. I'm not talking about wealth എന്നുള്ളത്. പക്ഷേ wealth is always a derivation. And if as of now we have a clarity of thought that wealth is all about we would like to get and give experiences. ഞങ്ങൾക്ക് ലഭിക്കുന്നതും എക്സ്പീരിയൻസ് ആവാനാണ് താല്പര്യം, ഞങ്ങൾക്ക് കൊടുക്കുന്നതും എക്സ്പീരിയൻസസ് കൊടുക്കാനാണ് താല്പര്യം. അപ്പം ഇഫ് വി ആർ ഏബിൾ ടു ഗിവ് എക്സ്പീരിയൻസസ് വി കൺസിഡർ വെൽത്ത്. Makes sense. That's a beautiful answer. Yeah. Next set of questions, rapid round ആണ്. What are some of the books that you read and recommend to the viewers as well? So see, I'm mostly a management books അല്ലെങ്കിൽ അതിൻ്റെ താല്പര്യമുള്ള ആൾക്കാരാണ്. പക്ഷേ if you are talking about for a financial investment or a savings എന്നുള്ള രീതിയിൽ വരുവാണെങ്കിൽ Psychology of Money or Rich Dad Poor Dad ആണ് 2 books to start with. But if you are an entrepreneur, I would recommend Pour Your Heart Into It and Infinite Game. Infinite Game is I would like to explain a little bit more on Infinite Game because people don't understand. Infinite Game എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ സക്സസ് എന്ന് പറയുന്നൊരു ക്വസ്റ്റൻ ഉണ്ട്. എല്ലാവരും ചോദിക്കും, ആർ യു സക്സസ്ഫുൾ ഓർ ഹൗ ഡു യു ബിക്കം സക്സസ്. സക്സസ് ഇസ് ആക്ച്വലി എ മിത്താണ്. ഒരു മൈൽ സ്റ്റോണിനെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ പറയുന്നത് സക്സസ് എന്ന് പറയുന്നത്. പക്ഷേ യു ഹാവ് ടു കീപ് പ്ലേയിങ് ദ ഗെയിം. നോ, അപ്പം ഓക്കെ 5 കൊല്ലത്തിൽ ഒരു കമ്പനി ഇവിടെ എത്തിക്കഴിഞ്ഞ് സക്സസ്ഫുൾ ആയി എന്ന് പറയുന്നു, അല്ലെങ്കിൽ കമ്പനി ഇത്ര പൈസ റേസ് ചെയ്തു, അല്ലെങ്കിൽ കമ്പനി ഇത്ര വാല്യുവേഷൻ ഉണ്ടെന്ന് പറയുന്നതോ ആണോ സക്സസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൈൽ സ്റ്റോണിലാണ് അവിടെ പറയുന്നത്. വെൻ യു കീപ് പ്ലേയിങ് ദ ഗെയിം, നോ, കീപ് പ്ലേയിങ് ദ ഗെയിം എന്ന് പറയുന്ന ലൈഫാണ് കീപ് പ്ലേയിങ് ദ ഗെയിം. മാരേജ് ഇസ് എ ഇൻഫിനിറ്റ് ഗെയിം. എങ്ങനെ സക്സസ് ഡിഫൈൻ ചെയ്യുന്നത്? മാരേജ് ഇസ് യു ഹാവ് ടു കീപ് പ്ലേയിങ് ദ ഗെയിം ടിൽ യുവർ എൻഡ് ഓഫ് യുവർ ലൈഫ്. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഇസ് ദ ഇൻഫിനിറ്റ് ഗെയിം. സോ സിമിലർലി വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ്സസ് യു ആർ ക്രിയേറ്റിംഗ്, വാട്ട് കൈൻഡ് ഓഫ് person you are trying to become. Success has to be defined based on milestones and you have to keep playing the game. So infinite game എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതാണ്. അത് ഈ ഓൺട്രപ്രനേഴ്സിനും ആക്ച്വലി പുതിയ ആൾക്കാർക്കൊക്കെ ചിന്തിക്കേണ്ട ഒരു കാഴ്ചപ്പാടതാണ്. അല്ലെങ്കിൽ ചിലവർ പറയും ഓക്കെ ഞാൻ എക്സ് എമൗണ്ട് ഓഫ് ARR എത്തിക്കഴിഞ്ഞാൽ ആയി, അല്ലെങ്കിൽ ഞാൻ ഇത്ര പൈസ റേസ് ചെയ്ത് കഴിഞ്ഞാൽ ആയി, അല്ലെങ്കിൽ ഞാൻ ഇന്ന വാല്യൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആയി എന്ന് പറയാം. അതൊരു ഒരു മൈൽ സ്റ്റോൺ മാത്രമാണ്. കറക്റ്റ്, മേക്ക് സെൻസ്. വേറെ ഏതൊക്കെ ബുക്സ് ആണ്? സോ ദെൻ ഐ ടോൾഡ് യു മോസ്റ്റ്ലി മാനേജ്മെൻറ്റ് ബുക്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ പ്രെഡിക്റ്റബിളി ഇറാഷണൽ എന്ന് പറഞ്ഞതുണ്ട്. പിന്നെ ഇന്നോവേറ്റേഴ്സ് ഡിലെമ ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം എപ്പോഴും നമ്മൾ ഇന്നോവേറ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് ഇന്നോവേറ്റ് ചെയ്യും, എക്സിസ്റ്റിംഗ് സാധനത്തിനെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യണോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണോ എന്നുള്ളത്. അതിൻ്റെ അകത്ത് ക്രിസ്റ്റ്യൻ ഹാസ് ഗിവൺ എ ഗുഡ് ബ്രേക്ക് ഡൗൺ ഓൺ ഹൗ യു ക്യാൻ ഡു ഇറ്റ്, എന്തൊക്കെ കോണ്ടെക്സ്റ്റിൽ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബുക്ക് വായിക്കാൻ സമയം ഇപ്പോൾ ടൈം? സോ ഐ പേഴ്സണലി റീഡ് എ ലോട്ട്. ബുക്ക് മാത്രമല്ല, ബുക്കല്ല മേസ്ലി. എൻ്റെ പീരീഡ് ഞാൻ പറഞ്ഞത് 6:30 എണീക്കുമ്പോഴും 6:30 to 7:30 ഈസ് മൈ സോ കോൾഡ് റീഡിങ് ടൈം, മെഡിറ്റേഷൻ ടൈം. റീഡ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് അന്നത്തെ കോണ്ടെക്സ്റ്റിലനുസരിച്ചിരിക്കും. ചിലപ്പം ഫിനാൻഷ്യൽ ഡെയിലീസ് ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും മെഡിറ്റേറ്റീവ് ടോപ്പിക്സ് ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ബുക്കായിരിക്കും, എന്ത് വേണമെങ്കിലും ആവാം. വാട്ട് എവർ ഐ ലൈക്ക് ടു. ദെൻ ഈവനിങ് കിടക്കുന്നതിന് മുമ്പേയും അതൊരു 1 hour to 2 hour ചിലപ്പോൾ പോകും. ഇപ്പോൾ 9 o'clock തുടങ്ങിയാൽ ചിലപ്പോൾ 10:30, ചിലപ്പം അങ്ങോട്ട് വരാം ഒരു ചിലപ്പോൾ 9 to 9:30 to 1 hour to 2 hour റീഡിങ് പോകും. അപ്പോൾ ഈ ഫോണൊന്നും ഉപയോഗിക്കില്ല? ഐ മീൻ യൂഷ്വലി ഐ യൂസ് ദ ഫോൺ ടു റീഡ്, ചിലപ്പോൾ ഫോൺ ഓർ സംതിങ് ടു റീഡ്. ബട്ട് മറ്റേ സോഷ്യൽ മീഡിയയ്ക്ക് ഐ കെപ്റ്റ് ദിസ് വൺ ഓഫ് ഒരു ഇത് വെച്ച് ലോക്ക് വെച്ചിട്ടുണ്ട്, ടൈമിംഗ് വെച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി യു നീഡ് സോഷ്യൽ മീഡിയ ഫോർ ദ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഓൾസോ ടു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ത്രൂ ആണ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് ഓൾസോ ഗെറ്റിംഗ് സംതിങ് ന്യൂ ഇൻഫർമേഷൻ. പക്ഷെ അതിനും അതിൻ്റെ അകത്ത് ഹുക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടി ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ അതവിടെ ഓഫാവും, പിന്നെ കട്ടാവും. Makes sense. Next question is what are some of the podcasts that you obviously keep which podcast in it പറഞ്ഞോളൂ. No, podcast interestingly I'm so happy that these things are happening. Podcast is happening. പണ്ട് ഞാനും ആക്ച്വലി പോയിക്കൊണ്ടിരുന്ന ഏഷ്യാനെറ്റ് മനോരമയിലൊക്കെ പോയിട്ടാണ്
മെയിൻ സ്ട്രീം മീഡിയയിലാണ് നമ്മൾ പോയത് സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ അതൊന്നും വേണ്ട. ഇന്നിപ്പോൾ ഓരോരുത്തരുടെ ഓരോ കോണ്ടെക്സ്റ്റിൽ നമുക്ക് അൺഎർത്ത് ചെയ്യാൻ സാധിക്കുന്ന, നമ്മുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ആ പോഡ്കാസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന, ഇപ്പോൾ ഫെലിക്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ അതിലേക്ക് എന്താണോ എൻ്റെ അൺഎർത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ അൺഎർത്ത് ചെയ്യാൻ ശ്രമിക്കുന്ന പോഡ്കാസ്റ്റുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ KPH പോഡ്കാസ്റ്റ് അങ്ങനെയാണ് ഞാൻ രാഹുൽ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫോർമാറ്റ് ഹൗ ദ വേൾഡ് ഇസ് ഗോട്ട് ടുഡേ, പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ. ആൻഡ് ഞാൻ നടത്തുന്ന പോഡ്കാസ്റ്റും വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് എൻ്റെ ഒരു ഒബ്ജക്റ്റീവിലാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അത് ഒബ്ജക്റ്റീവ് പ്യുവർലി നോട്ട് സ്റ്റാർട്ടപ്പ് ബിസിനസ് അല്ല, കുറച്ചും കൂടെ മെച്യൂർഡ് ബിസിനസ്സസിനെ ആക്ച്വലി ഒരു നേഷൻ വൈഡിലേക്കൊന്ന് കാണിക്കുക. കാരണം കേരളത്തിൽ നിന്നുള്ള ബിസിനസ്സുകളിനെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും, ഞാൻ ബോംബെ സോഴ്സസ് എല്ലാം പറയണം. കാരണം ഞാൻ സിൻസ് വി ആർ വെരി മച്ച് കണക്റ്റഡ് വിത്ത് ബോംബെ, കാരണം വെൽത്ത് മാനേജ്മെൻറ്റും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റും ഒക്കെ ആകുമ്പോൾ ദ മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് ആർ കമ്മിങ് ഫ്രം ബോംബെ. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാം ഫണ്ട് മാനേജേഴ്സും റിസർച്ച് അനലിസ്റ്റും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഐബോളിലേക്ക് നമ്മുടെ ബിസിനസ്സുകളിനെ എത്തിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയത്. വൺസ് എ മന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കുറച്ചും കൂടെ മെച്യൂർഡ് ബിസിനസ്സസിനെയാണ്, നോട്ട് ടു ഏർലി ബിസിനസ് അല്ല, മെച്യൂർഡ് ബിസിനസ്സിനെ എത്തിക്കുക, അവരെ അറിയിക്കുക, അവരെ കാണിക്കുക എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് ചെയ്യുന്നത്. എങ്ങനെ ചെക്കൗട്ട് ചെയ്യാൻ, എങ്ങനെ യൂട്യൂബിൽ എന്ത് സെർച്ച് ചെയ്യേണ്ടത്? അത് ഹെഡ്ജ് ക്ലബ് എന്ന് പറയുന്ന ഒരു ഇതിൽ നോക്കിയാൽ മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട് ആസ് വെൽ. ഓക്കെ, നെക്സ്റ്റ് ഈസ് AI ടൂൾസ്. ഏതൊക്കെ AI ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്? ബീറ്റ് ഫോർ വർക്ക് ഓർ പേഴ്സണൽ, എനി ടൂൾസ് യു ആർ ടിങ്കറിങ് അറൗണ്ട്? പേഴ്സണലി ഐ ഡു ChatGPT. ChatGPTയിൽ ഒബ്വിയസ്ലി എൻ്റെ ഡ്രാഫ്റ്റിങ്ങിനും പിന്നെ ഒബ്വിയസ്ലി ചില ഡേറ്റ വരുമ്പോൾ, ഇപ്പോൾ PDF സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടേണ്ട ഇപ്പോൾ റിസർച്ച് നോട്ട്സൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട പോയിന്റേഴ്സിലേക്ക് എടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ പല ഡ്രാഫ്റ്റിങ്ങിനും ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ പ്രോംപ്റ്റ് ചെയ്യണത്? ഹൗ ഡു യു യൂസ് ദീസ് ടൂൾസ്? സോ പ്രോംപ്റ്റ് ഇസ് ഡെഫിനറ്റ്ലി ഒബ്വിയസ്ലി നമ്മുടെ സ്പെസിഫിക് ആണല്ലോ പ്രോംപ്റ്റ്. ഞാൻ അതിൻ്റെ ഭയങ്കരമായ എക്സ്പ്ലോറേറ്ററി ലെവലിലായിട്ട് പോയിട്ടില്ല. പക്ഷേ എൻ്റെ പ്രോംപ്റ്റുകൾ എൻ്റെ ഡൊമൈൻ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോംപ്റ്റുകളാണ് പോകുന്നത്. ചിലപ്പോൾ ഇറ്റ് ക്യാൻ ബി വെരി നോവിസ് ആയിട്ടുള്ള വളരെ ഇതായിട്ടുള്ള പ്രോംപ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രോംപ്റ്റ്. എനിക്ക് എൻ്റെ അറിയാവുന്ന കാര്യങ്ങളെ വെച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പം ചില സബ്ജക്റ്റിൽ എനിക്ക് കൂടുതൽ അറിയാമെങ്കിൽ എൻ്റെ പ്രോംപ്റ്റ് അങ്ങനെയായിരിക്കും. അപ്പം അതിൻ്റെ ChatGPTയുടെ റെസ്പോൺസ് കുറച്ച് മോശമായിരിക്കും. അപ്പോൾ ഞാനത് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകണം. ചിലപ്പോൾ എൻ്റെ പ്രോംപ്റ്റുകൾ വളരെ നൈസൻ്റ് ആയിരിക്കും. അപ്പോൾ കുറേ കൂടെ ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പം സ്പെസിഫിക്കലി എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ബട്ട് ഇറ്റ്സ് എ ലേണിംഗ് കർവ്. ബട്ട് ഗുഡ് തിങ് അബൌട്ട് ChatGPT ഈസ് ഐ ഹവ് ടേക്കൺ ദ പെയ്ഡ് വെർഷൻ. സോ ഇറ്റ്സ് ഓൾസോ ലേണിംഗ് മൈ അതെ, എൻ്റെ പെയ്ഡ് വെർഷൻ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ അതനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ബിക്കം മോർ കംഫർട്ടബിൾ. ഇത് പേഴ്സണലി അതാണ് ഉപയോഗിക്കുന്നത്. ഓർഗനൈസേഷൻ വൈഡിൽ ഇപ്പം പവർ BI സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇപ്പം കോപ്പൈലറ്റും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ. ഓപ്സിലാണ് എല്ലാം ഉപയോഗിക്കുന്നത്. കാരണം എല്ലാ MISകളും പണ്ട് പ്രിപ്പയർ ചെയ്യാൻ എടുക്കുന്ന സമയങ്ങളിന് പകരം അതെല്ലാം പവർ BIയിലും അല്ലെങ്കിൽ കോപ്പൈലറ്റ്സും ഉപയോഗിച്ചിട്ട് നമുക്ക് നേരെ MISകൾ അതിനു വേണ്ടി അവരെ സ്പെൻഡ് ചെയ്യേണ്ട. MISൻ്റെ ഇൻഫറൻസസിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യാൻ ടൈം. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഇൻഡസ്ട്രി പറയുമ്പോൾ ഇപ്പോൾ വെൽത്ത് മാനേജ്മെൻ്റ് ആണല്ലോ. ഐ വുഡ് ലൈക്ക് ടു സീ ഹൗ ബിഫോർ ദിസ് AI ടൂൾസ്, ആഫ്റ്റർ AI ടൂൾസ്, ഒരു ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഒപ്റ്റിമൈസേഷൻ, ഇൻ ടേംസ് ഓഫ് ടൈം സ്പെൻഡ്, ആ രീതിയിൽ ഏതൊക്കെ ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്തിട്ടെന്ന് പറയാൻ പറ്റും? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം പണ്ട് നമ്മൾ ആദ്യം ഞാൻ തുടങ്ങിയ സമയത്ത് 2011 തുടങ്ങിയ സമയത്ത് അന്നൊരു ക്ലയൻറ്റിൻ്റെ പോർട്ട്ഫോളിയോ മാനേജർ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ അന്നത്തെ ഞങ്ങളുടെ കോണ്ടെക്സ്റ്റ് വാസ് 1 person ക്യാൻ മാനേജ് അപ് ടു 100 clients. 100 clientsനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മാപ്പിങ്ങിലാണ് വെൽത്ത് മാനേജ്മെൻറ്റ്. ഒരു മാൻഡേറ്റ് മാനേജർ, അല്ലെങ്കിൽ ഒരു വെൽത്ത് മാനേജറിന് 100 പേരെ അന്ന് വരെ 100 പറ്റും എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇന്ന് ഇറ്റ് ക്യാൻ ബി എനിത്തിങ് ഇൻ ദ സെൻസ് യു ജസ്റ്റ് ഹാവ് ടു യൂസ് ദ കറണ്ട് ആ ടെക്നോളജി ഉപയോഗിക്കണം. യു ഹാവ് ടു ഗ്രൂപ്പ് വിത്തിൻ യുവർ സെൽഫ്. ക്ലയൻറ്റ് അറിയണ്ട ഏത് ഗ്രൂപ്പിലാണ്. നമുക്ക് പല രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാം. മനസ്സിലായി? ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ, ഞങ്ങൾക്ക് തന്നെ ഉള്ളിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് സിൽവർ, ബ്രോൺസ്, ഗോൾഡ്, പ്ലാറ്റിനം. ക്ലയൻറ്റ് അറിയില്ല. അത് ബേസ്ഡ് ഓൺ നമ്മുടെ ഇൻറ്റേർണൽ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് എൻഗേജ്മെൻറ്റ് മെത്തേഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലല്ലേ? പല രീതിയിലായിരിക്കും. പിന്നെ അവർക്ക് പണ്ടൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ തന്നെ ഒരുപാട് പ്രയാസം എടുക്കും. കാരണം ഒരു സ്ഥലത്തു നിന്നല്ല റിപ്പോർട്ട് കിട്ടുക, പല സ്ഥലത്തും റിപ്പോർട്ട് എടുക്കുന്നത് കമ്പൈൽ ചെയ്യണം. പണ്ട് ഞാൻ ഓഫീസിൽ തിരിച്ച് പോയിക്കൊണ്ടിരുന്ന രാത്രി 9 മണി 10 മണിക്കായിരുന്നു.
ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നിപ്പോൾ നമ്മൾ സ്മാർട്ടായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫിനിഷ് യുവർ വർക്ക് ആൻഡ് ഗോ. അണ്ടർസ്റ്റുഡ്. അതിന് ടെക്നോളജി ഈസ് എ ബിഗ് എനേബിളർ, ഹ്യൂജ് എനേബിളറാണ്. പക്ഷെ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. എപ്പോഴും ചലഞ്ച് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരെ ആക്സെപ്റ്റ് ചെയ്യേണ്ട പഴയ വലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഭയങ്കര ഹാർഡ് വർക്കർ ആയിരിക്കും. ഈ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അണ്ടർസ്റ്റുഡ്. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ദ പ്രൊഡക്ടിവിറ്റി ഡൺ, ഈ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്താ കാര്യം? സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ ഓൾസോ സേയിങ്. നോർമലി പീപ്പിൾ ആർ എന്താ പറയുക ഓക്കെ വിത്ത് യൂസിങ് എ ടൂൾസ് ആണ്, അല്ലെങ്കിൽ റിലക്റ്റന്റ് ഏത് മോഡലാണ് ഇപ്പോൾ? അല്ലല്ല, അത് ബേസിക്കലി ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിലാണല്ലേ. ഇപ്പം നമ്മളത് പുഷ് ചെയ്യുന്നതുകൊണ്ട് അതവർ ഓട്ടോമാറ്റിക്കലി അതെപ്പോഴും ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരിക്കണം. നമ്മളത് പുഷ് ചെയ്യാൻ തയ്യാറായിരിക്കണം. നമ്മൾ പുഷ് ചെയ്യാണ്ട് അവരോട് ഇത് ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല. ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരാൾ വന്ന് പറയാണ് സാർ ഇറ്റ്സ് ടേക്കിംഗ് ടു മച്ച് ടൈം ഫോർ ഡൂയിങ് ദിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ അതിനെ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ ശ്രമിക്കും. വൈ ആർ യു നോട്ട് ഓട്ടോമേറ്റിംഗ് എന്ന് ചോദിക്കും. ഓട്ടോമേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടു ലേൺ ആൻഡ് ഡു ഇറ്റ്. പറ്റുന്നവരെ ഓട്ടോമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കുക. Makes sense. One question it came to my head suddenly was, okay, well, if someone were to be in your shoes, what sort of education or career path അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും ഗൈഡ് ചെയ്യാവോ? ലൈക്ക് വാട്ട് സോർട്ട് ഓഫ് തിങ്സ് ദേ ഷുഡ് ബി? സോ ഈ ട്രാൻസിഷൻ ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം എൻ്റെ റോൾ ട്രാൻസിഷൻ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന, എൻ്റെ ടീമിനോടും എൻ്റെ ഫാമിലിയിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോയിന്റ് വരെ എൻ്റെ തലയിലുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിശ്വസിക്കുന്ന ഒരു സ്ഥലം വരെ ഉണ്ട്. അതെത്താൻ പറ്റുന്നവരെ ഞാൻ ശ്രമിക്കും. അത് പറ്റുന്നില്ലെങ്കിൽ ഐ വിൽ ഹാവ് ടു ഗിവ് മൈ ബാറ്റൺ ടു സമൺ എൽസ് വിച്ച് ഹാവിങ് എ ബെറ്റർ വിഷൻ, ബെറ്റർ കേപ്പബിലിറ്റി ഓഫ് എക്സിക്യൂഷൻ. അങ്ങനെയാണല്ലോ. അത് പല രീതികളിൽ വരും. ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ, എന്ന് പറഞ്ഞാൽ മണി ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ നോളജ് ക്യാപിറ്റൽ ആവാം, മനസ്സിലായില്ലേ, എക്സിക്യൂഷൻ രീതിയിലാവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ആ രീതിയിൽ നമ്മളത് അസസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഇഫ് ഐ എം നോട്ട് ഗ്രോയിങ് അറ്റ് എ സർട്ടൻ റേറ്റ്, ഇഫ് ഐ എം അൺഎബിൾ ടു ടൈഡ് ഓവർ ദാറ്റ് സിറ്റുവേഷൻ, then I should hang up. I still become the shareholder of the company. That's right. But you are okay with that as well? Yeah, management and shareholder has to be two different. ഞാനൊരു ഇൻവെസ്റ്ററായിട്ട് ചിന്തിച്ചാൽ പോരെ. ഞാൻ ഇൻവെസ്റ്ററായിട്ട് ഞാൻ എന്തിനാണ് എൻ്റെ അത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നത്? എന്നെക്കാട്ടി കപ്പാസിറ്റി ഉള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ തയ്യാറാവണം. Makes sense. Interesting. കൊള്ളാം. I think this was a really good episode. And any ending notes to the audience you want to share? To the audience who's, No, we talked too many things. Oh, yes. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഡീപ്പായി പോയി നമ്മൾ. അതെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ബട്ട് ഐ തിങ്ക് നെറ്റ് ഇഫക്റ്റ് വരുന്നത് 2-3 കാര്യങ്ങളിലാണ് വരുന്നത്. ഒന്ന് മെയിനായിട്ട് കാര്യം, ഐ തിങ്ക് യു ഷുഡ് ബി റിയലി പാഷനേറ്റ് അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ്. അറ്റ് ദ സെയിം ടൈം പാഷൻ പറയുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഈ പാഷൻ എന്ന് പറയുമ്പോൾ പാഷൻ ബിസിനസ്സായിട്ട് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. പലപ്പോഴും പറയും പാഷനും ബിസിനസ്സും ഒരുമിച്ച് പോകുമെന്ന് പറയും. ഞാനും അത് ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇപ്പം അത് ക്ലിയർ ആണ്. ബിസിനസ് വേറെയാണ്, പാഷൻ വേറെയാണ്. ഫോർ മീ, പാഷൻ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റ് ആസ് എ മാർക്കറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദിസ് വൺ ഇസ് മൈ പാഷൻ. യു അണ്ടർസ്റ്റുഡ്? അതെൻ്റെ പേഴ്സണൽ ഗ്രോത്ത് ആണ്, പേഴ്സണൽ തിങ് ആണ്. എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ബുക്കുകളും എനിക്ക് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളും പഠിക്കാനുള്ള അതെൻ്റെ പാഷനാണ്. പക്ഷേ ബിസിനസ്സിൽ വരുമ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം. എല്ലാം കൂടെ എടുത്തിട്ട് ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരു കെയോസ് ആയിരിക്കും. യു വിൽ കം ടു എ കെയോസ്. ഐ തിങ്ക് ദിസ് പോഡ്കാസ്റ്റ് ഗിവ്സ് മീ ലോട്ട് ഓഫ് തിങ് on like it touched upon how you can manage work life. ഈ വർക്ക് ലൈഫ് ബാലൻസ് പറഞ്ഞ കോൺടാക്ട്സിനെക്കാട്ടി ഉപരി വർക്കും ലൈഫും എങ്ങനെയാണ് ടാൻഡത്തിൽ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എപ്പോഴും വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് കോൺടെക്സ്റ്റ് വളരെ ഇറാഷണലാണ്. വർക്ക് വേറെ ലൈഫ് വേറെ, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് സംഭവം ഉണ്ടെന്ന്. അത് ആ മൊമെൻ്റ് ആണല്ലോ, ആ മൊമെൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം രാവിലെ 9 മണിക്ക് എൻ്റെ മോളുടെ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോകേണ്ട ആ മൊമെൻറ്റിലേക്ക് ഞാൻ പോകണ്ടേ. അപ്പോൾ 9 മണിക്ക് എനിക്ക് സ്കൂളോ മറ്റേ വർക്കുള്ള സ്ഥലത്താണ് പോകില്ല. എൻ്റെ പ്രയോറിറ്റി അല്ലേ, എൻ്റെ പ്രയോറിറ്റി എവിടെയാണെങ്കിൽ പ്രയോറിറ്റി പോകും. ഐ വിൽ ഹാവ് ടു ഗോ ദർ. Makes sense. You understood? So I think
എനിക്ക് ഒരു വൺ ലൈനിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ബട്ട് ഐ എം സേയിങ് ദാറ്റ് ഐ തിങ്ക് ഇറ്റ് വാസ് എ ഐ ഓപ്പണർ ഫോർ മീ ഓൾസോ ഓൺ വേരിയസ് ആസ്പെക്ട്സ്, ടച്ച്ഡ് അപ്പോൺ വേരിയസ് ആസ്പെക്ട്. One final thing is I'll say that whatever you do, you should have a clarity of thought. ആ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് എങ്ങനെയാണ് അലക്സ് ഡെവലപ്പ് ചെയ്തെടുത്തത്? It is through thinking, learning, thinking, continuous learning. Beginner's mind ആവുക എപ്പോഴും. ഓ ഈവൻ നൗ? ഈവൻ നൗ ഓൾവേസ് ബിഗിനേഴ്സ് മൈൻഡ് ഇസ് നെവർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഏത് പ്രായത്തിൽ എന്ന് നമ്മൾ ബിഗിനേഴ്സ് മൈൻഡ് നിൽക്കുന്നു അന്ന് നമ്മൾ മരിക്കുകയാണ്. ഓ പുതിയത് പഠിക്കാനുള്ള ആഗ്രഹമില്ലെങ്കിൽ, നമ്മൾ പഠിച്ചു എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അതോടെ തീർന്നു. അപ്പോൾ ബിഗിനേഴ്സ് മൈൻഡോട് കൂടെ നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. ക്വസ്റ്റ്യൻ ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ ഫൈനലി യു വിൽ എൻഡ് അപ്പ് അറ്റ് ദ ക്ലാരിറ്റി ഓഫ് തോട്ട്. ദെൻ യു നോ ദാറ്റ് ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ഡു. I think you mentioned meditation, right? അപ്പോൾ ആ ഒരു ഇത് does it help you in a lot of things എന്നുള്ളതാണ്. Of course. How do you meditate? You can share that as well. No, it is mostly based on, so since I'm a believer of Jesus, like religious എന്നുള്ള ഞാൻ പറയില്ല എപ്പോഴും. I'm a spiritual person. I'm not a religious person. ഒരു ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ് ഉണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല. ബട്ട് ഐ ഫീൽ ജീസസ് ആസ് എ ടീച്ചർ. സോ അദ്ദേഹത്തിൻ്റെ പല ടീച്ചിങ്ങും വേഴ്സുകളും അത് നമ്മൾ ഒരുപാട് ആ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. പല കൺഫ്യൂഷൻ സ്ഥലങ്ങളിൽ, കൺഫ്യൂസ്ഡ് ആവുന്ന സ്ഥലങ്ങളിൽ ഐ തിങ്ക് ലോട്ട് ഓഫ് ആൻസേഴ്സ് ആർ ദെയർ ഇൻ ദ വേർഡ്സ് ഇൻ ദ ബൈബിൾ. ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ദെയർ ആർ ലോട്ട് ഓഫ് ആൻസേഴ്സ് ആർ ദെയർ ഇൻ ദ വേർഡ്. സോ അതിൻ്റെ മുകളിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ആൻസേഴ്സ്. ഓ കൊള്ളാലോ, നൈസ്. Yeah, okay. I think we talked a lot. Thank you so much. It just like a lot eye opening for me, and ഈ കോൺവെർസേഷൻ ഞാൻ എന്തായാലും റീവാച്ച് ചെയ്യും. ആൻഡ് ഹോപ്പ് യു ഓൾസോ റീവാച്ച് അറ്റ് യുവർ ഹോം. ആൻഡ് താങ്ക്സ് a lot. I mean എനിക്ക് കുറേ ഐ ഓപ്പണിങ്സ് ആണ് കിട്ടി. Thank you Felix, thank you so much for having me here. Yes. Thank you. നമ്മൾ ഏകദേശം 60ഓളം പോഡ്കാസ്റ്റ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ഇമെയിൽ കണ്ടെത്തി ഇമെയിൽ അയക്കാറുണ്ട്. അത് ഞാൻ സമയം കിട്ടുമ്പോൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൂടി പോയിട്ട് വാട്സപ്പ് ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബീറ്റ് ഫോർ എനി നീഡ് യു ക്യാൻ റീച്ച് അസ് വാട്സാപ്പ്. ബീറ്റ് ഫോർ പ്രൊഡക്റ്റ് ലോഞ്ചേഴ്സ്, ഹയറിംഗ്, ഫണ്ടിങ്, എന്തിനാണെങ്കിലും ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. ആൻഡ് ഐ എം പുട്ടിങ് അവർ നമ്പർ ഹിയർ. ആൻഡ് ബാക്ക് ടു ദ എപ്പിസോഡ്.